Hello children, welcome back once again to another day. Today we will discuss the chapters units and measurements and also kinematics. We begin the first question. Physical quantity is P equal to A square B cube by C root D. Percentage error in the measurement of A, B, C, D are 1, 2, 3 as well as 4% respectively. What is the percentage error in the measurement of the quantity P? It's a very conventional and easy question asked in chapter units and measurements from percentage errors. The concept employed is maximum percentage error in combination of mathematical operations. Here multiplication, division as well as power combinations are used. Let me explain. Maximum percentage error in measuring the quantity P can be expressed as 2 times the percentage error in the first quantity in the numerator plus the second one 3 times delta B by B plus delta C by C plus 1 by 2 times delta D by D. The percentage error in the numerator plus percentage error in the denominator. So we have to take the sum of percentage errors in numerator as well as denominator. Numerator is a product as well as each term has square. So combination has come here. This we have to complete 2 times. Delta A by A is the percentage error in measurement of A is given. That is 1% plus 3 times. Delta B by B given 2%. 2% plus delta C by C is given 3% plus half of delta D by D. Delta D by D given 4%. Then the final answer 2% plus 6% plus 3% plus 2%. That means 2 plus 6, 8. 8 plus 3, 11. 11 plus 2, 13. So the correct answer is 13%. Option A is the right choice. Hope that students you are clear with this idea. These type of questions are very simple and often asked in mains these years. So we can expect such a question. We'll move to the next one. Here again question is asked from error area. Body of mass 5 plus 0.5 kilogram is moving with velocity 20 plus O minus 0.4 meter per second. What is the kinetic energy? അപ്പോൾ ആ ബോഡിയുടെ മാസും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിയിലെ റിസൾട്ട് എറർ ലിമിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻസ് നോക്കുമ്പോൾ ആദ്യം ഓപ്ഷൻസ് നോക്കുക. കൈനറ്റിക് എനർജി എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. ഹാഫ് എം വി സ്ക്വയർ ചെയ്താൽ മതി. സോ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം. ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഹാഫ് ഇൻ ടു മാസ് എത്രയാണ് 5. ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം. ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു സ്പീഡ് എത്രയാണ് 20 സ്ക്വയർ. 20 സ്ക്വയർ 400. 400 by 2 200. 200 ഇൻറ്റു 5 1000. അപ്പോൾ 1000 ജൂളാണ് കൈനറ്റിക് എനർജി. അപ്പോൾ ആൻസർ കനോട്ട് ബി സി ആൻഡ് ഡി. ഇനി എ ആണോ ബി ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എറർ ലിമിറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യണം. പക്ഷേ എറർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് പെർസെൻറ്റേജ് ആയിട്ടല്ല, അബ്സല്യൂട്ട് എറർ ആയിട്ടാണ്. അപ്പോൾ കൈനറ്റിക് എനർജിയിലുള്ള അബ്സല്യൂട്ട് എറർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം. ഇനി അടുത്ത എറർ പാർട്ടാണ് അടുത്ത് സോൾവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ബൈ ഇ ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം പ്ലസ് 2 ടൈംസ് ഡെൽറ്റ വി ബൈ വി എന്നാണ് ചെയ്യേണ്ടത്. കാരണം എം ഇൻറ്റു വി അതൊരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിലെ പെർസെൻറ്റേജ് എറർ കാണുക. അതിലെ ഓരോ ക്വാണ്ടിറ്റികളുടെയും പെർസെൻറ്റേജ് എററുകളുടെ സമ്മാണ്. അങ്ങനെയാണ് നമുക്ക് ഡെൽറ്റ എം ബൈ എം പ്ലസ് 2 ഡെൽറ്റ വി ബൈ വി എന്ന് കിട്ടും. അതിൽ നമുക്ക് ഡെൽറ്റ ഇ ആണ് വേണ്ടത്. ഡെൽറ്റ ഇ ബൈ ഇ അല്ല, ഫ്രാക്ഷണൽ എറർ അല്ല വേണ്ടത്. ഫ്രാക്ഷണൽ എറർ ആണെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാം, ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് അബ്സല്യൂട്ട് എറർ ആണ്. അപ്പോൾ ഡെൽറ്റ ഇ ആണ് കൈനറ്റിക് എനർജിയിലെ അബ്സല്യൂട്ട് എറർ. അപ്പോൾ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
that is E into delta m by m plus 2 times delta v by v എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റ് ചെയ്യാം. ഈ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ആണ്, അത് 1000 ആണ് എഴുതാം. ഇനി ഡെൽറ്റ എം ബൈ എം എന്താണ്? ഡെൽറ്റ എം എന്ന് വെച്ചാൽ മാസിലത്തെ അബ്സല്യൂട്ട് എറർ അത് തന്നിട്ടുണ്ട്, 0.5 ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ മാസും തന്നിട്ടുണ്ട് 5 പ്ലസ് 2 ടൈംസ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ 0.4 ആണ് തന്നിട്ടുണ്ട്. വെലോസിറ്റിയിലെ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആ വാല്യൂ തന്നിട്ടുണ്ട് 20. ദാറ്റ്സ് ഈക്വൽ ടു 1000 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 1000ന്റെ പകുതി, അത് 500 ആണ്. 500 by 5 പ്ലസ് നോക്കൂ, ഇവിടെ 2ഉം 20യും കൂടെ ക്യാൻസൽ, ഇവിടെ ഒരു 10 വരും. ഈ 1000 ഇൻറ്റു 0.4 എത്രയാണ്? 1000 ഇൻറ്റു 4 4000. 0.4 ആകുമ്പോൾ 400 ആണ്. 400 by 10 40 ആണ്. 400 by 10. 500 by 5 100 plus 400 by 10 40. So 140. So the correct answer should be option A. Option A ആണ് റൈറ്റ് ചോയ്സ്. ചെയ്ത് സ്റ്റെപ്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് പെൻഡുലം ഇൻ പെൻഡുലം ക്ലോക്ക് increases by 0.1%. What is the error in time per day? എത്ര സെക്കൻഡ്സിന്റെ എറർ ആണ് ഉണ്ടാക്കുക? ലെങ്ത് ഓഫ് പെൻഡുലം ഇൻ പെൻഡുലം ക്ലോക്ക് ഇൻക്രീസസ് ബൈ 0.1%. ഇത് 2021 മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടൈം പീരിയഡ് ലെങ്തുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? ടൈം പീരിയഡ് ഓഫ് എ പെൻഡുലം ഈസ് ഗിവൺ ബൈ 2π റൂട്ട് ഓഫ് L by G അല്ലേ? നമുക്ക് വേണ്ടത് ഡെൽറ്റ ടി ബൈ ടി. റിലേറ്റീവ് എറർ ഇൻ ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് ഡെൽറ്റ L by L ആണ്. ലെങ്തിലത്തെ മാത്രമാണ്. G ഈസ് എ കോൺസ്റ്റന്റ്, ടേക്കൺ ആസ് എ കോൺസ്റ്റന്റ്. 2π ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. അപ്പോൾ ഡെൽറ്റ ടി ബൈ ടി 1/2 ഡെൽറ്റ L by L ആണ്. നമുക്കിവിടെ വേണ്ടത് ഡെൽറ്റ ടി ആണ്. ഓപ്ഷൻസ് നോക്കൂ, എത്ര സെക്കൻഡ്സിന്റെ എറർ ആണെന്നാണ്. എത്ര സെക്കൻഡ്സിന്റെ എറർ ആണെന്ന്. എറർ സെക്കൻഡിൽ എക്സ്പ്രസ് ചെയ്തു, അപ്പോൾ അത് അബ്സല്യൂട്ട് എററാണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ യൂണിറ്റ് ഉണ്ടാവില്ല. സംടൈംസ് ദാറ്റ് ഈസ് ഇൻ പെർസെൻറ്റേജ് ഓൾസോ. ഡെൽറ്റ ടി ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഹാഫ് ടി ഡെൽറ്റ L by L. ഹാഫ് ഇൻറ്റു ടി എന്താണ്? ഇവിടെ പെർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർ ഡേ. അപ്പോൾ ഒരു ദിവസത്തിലുള്ള എറർ ആണ് വേണ്ടത്. ആൻസർ സെക്കൻഡ്സിലാണ്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര സെക്കൻഡുകൾ ഉണ്ടെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഒരു ദിവസം നമുക്ക് കാണാതെ അറിയണം. 86,400 സെക്കൻഡ് ഉണ്ട്. 86,400 സെക്കൻഡ്സ് ആർ ദെയർ ഇൻ 1 day. ഇൻറ്റു ഡെൽറ്റ L by L. ഡെൽറ്റ L by L 0.1% ആണ്. അവിടെ കുട്ടികൾ തെറ്റാൻ സാധ്യതയുണ്ട്. 0.1% എന്ന് പറഞ്ഞാൽ 0.1 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അപ്പോൾ അതിൽ 2 സീറോസ് ക്യാൻസൽ ചെയ്യാം. 864ന്റെ പകുതി എടുക്കുക, അത് എത്രയായിരിക്കും? 432 ഇൻറ്റു 0.1 ആണ്. ദാറ്റ് ഈസ് 43.2 സെക്കൻഡ്സ് എന്നാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ പൊതുവെ എളുപ്പമാണ്. ഇതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ടൈം പീരീഡിൻ്റെ ഫോമുല 2π റൂട്ട് L by G ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ധാരാളം. അതിൽ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം പീരീഡ് വീണ്ടും അത് തന്നെയാണ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ ബൈ 2π റൂട്ട് L by G. The measured value of length of the pendulum is 10 centimeter, known to 1 millimeter accuracy. നമ്മൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായി വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ തവണ വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് മെഷേർഡ് വാല്യൂ ഓഫ് ലെങ്ത്. പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ, പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈറ്റ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ആണ്. ഹെവി ബോബ് സസ്പെൻഡഡ് അറ്റ് ഇറ്റ്സ് എൻഡ് ആണ്. കേപ്പബിൾ ഓഫ് ഓസിലേറ്റിംഗ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. 1 millimeter ആണ് അതിൻ്റെ ആക്യുറസി. ടൈം ഫോർ 200 ഓസിലേഷൻസ് ഓഫ് പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി 100 സെക്കൻഡ്. 200 ഓസിലേഷൻസിൻ്റെ ടൈമാണ് അളന്നത്. അപ്പോൾ ഇദ്ദേഹം അളന്നത് 200 ഓസിലേഷന് വേണ്ട സമയമാണ്. ആ സമയം 100 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ക്ലോക്ക് ഓഫ് 1 സെക്കൻഡ് റെസൊല്യൂഷൻ. അതിൻ്റെ റെസൊല്യൂഷൻ ലീസ്റ്റ് കൗണ്ട് 1 സെക്കൻഡിൻ്റെതാണ്. പെർസെൻറ്റേജ് ആക്യുറസി ഇൻ ഡിറ്റർമൈനേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ വി ആർ ഡിറ്റർമൈനിങ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോമുലയാണ് എഴുതേണ്ടത്. ടിയുടെ ഫോമുല എഴുതി നോക്കൂ. 2π റൂട്ട് ഓഫ് L by G യിൽ നിന്ന് G ഈക്വൽ ടു എന്ന് ആ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുക. യു വിൽ ഗെറ്റ് 4
പൈ സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇനി നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ആക്യുറസി, പെർസെൻറ്റേജ് എറർ ഇൻ ജി ആണ്. അപ്പോൾ ഡെൽറ്റ ജി ബൈ ജി കണ്ടുപിടിക്കാം. ഈക്വൽ ടു 4 പൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അതിൽ എറർ ഇല്ല. സോ ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് എത്ര വരിക 2 ടൈംസ് ഡെൽറ്റ ടി ബൈ ടി. ഡിനോമിനേറ്ററിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും പെർസെൻറ്റേജ് എററുകളെ തമ്മിൽ ആഡ് ചെയ്യണം കേട്ടോ, നെവർ സബ്ട്രാക്ട് ഫോർ ഗെറ്റിംഗ് മാക്സിമം പെർസെൻറ്റേജ് ആക്യുറസി. ഇപ്പോൾ ഡെൽറ്റ ജി ബൈ ജി ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് അളക്കുമ്പോഴുള്ള അബ്സല്യൂട്ട് എറർ ആണ്. 1 മില്ലിമീറ്റർ ആണ് ആക്യുറസി. അപ്പോൾ നമുക്കതിനെ 1 മില്ലിമീറ്റർ എന്ന് എഴുതാം. പക്ഷേ ലെങ്ത് തന്നിരിക്കുന്നത് 10 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ രണ്ടും അവിടെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇത് മില്ലിമീറ്ററും സെന്റിമീറ്ററോ ഒരേ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്തിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഇപ്പോൾ ഡെൽറ്റ എല്ലിന് ഞാൻ എഴുതാൻ പോകുന്നത് 0.1 സെന്റിമീറ്റർ എന്നാണ്. ശ്രദ്ധിക്കണം, 1 മില്ലിമീറ്റർ ആണ്, അതിനെ പക്ഷെ നമ്മൾ എഴുതേണ്ടത് 0.1 മില്ലിമീറ്റർ എന്നാണ്. മനസ്സിലായല്ലോ? ഡിവൈഡഡ് ബൈ എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്ററിലായിട്ട് ആൻസർ പക്ഷേ വേണ്ടത് പെർസെൻറ്റേജിലായതുകൊണ്ട് അവിടെ തന്നെ നിങ്ങൾ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് 2 ടൈംസ് ഡെൽറ്റ ടി ബൈ ടി. അവിടെ ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ടൈമിലുള്ള റെസൊല്യൂഷനാണ്. ടൈമിലത്തെ റെസൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1 സെക്കൻഡാണ്. റെസൊല്യൂഷൻ ഇൻ ടൈം ഈസ് 1 സെക്കൻഡ്. സോ 1 ഡിവൈഡഡ് ബൈ ടൈമിലത്തെ റെസൊല്യൂഷൻ 1 സെക്കൻഡ് അല്ലേ. ടൈം എത്രയാണ്? ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ഏരിയ. ടൈം ചിലപ്പോൾ 200 എന്ന് എഴുതാം, ചിലപ്പോൾ 100 എന്ന് എഴുതാം. ഇനി മറ്റു ചിലപ്പോൾ 200 ഓസിലേഷൻസിന് വേണ്ട സമയമാണ് 100 സെക്കൻഡ്. അപ്പോൾ ഒരു ഓസിലേഷന് വേണ്ട സമയമല്ലേ ടൈം പീരീഡ് അല്ലേ. അപ്പോൾ 100/200 അതായത് 1/2 എന്ന് എഴുതാം. ഇതൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്, അത് കെയർഫുള്ളായി ചെയ്യാം. 200 ഓസിലേഷൻസ് ആണ് അയാൾ അളന്നത്. 200 ഓസിലേഷൻസ് അളന്നപ്പോൾ ആണ് അതിൻ്റെ അളവാണ് 100 സെക്കൻഡ്. ഓക്കെ, അളവ് എത്ര അളന്നാലും അബ്സല്യൂട്ട് എററിന് മാറ്റം ഉണ്ടാവില്ല. കാരണം അബ്സല്യൂട്ട് എറർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലീസ്റ്റ് കൗണ്ടിനെ. ഓക്കെ, പക്ഷെ പെർസെൻറ്റേജ് എറർ മാറും. ഓക്കെ, പെർസെൻറ്റേജ് എററിൻ്റെ ഫോർമുല എന്താ? ഇപ്പോൾ ടൈമിലത്തെ പെർസെൻറ്റേജ് എററിൻ്റെ ഫോർമുല എന്താ? ഡെൽറ്റ ടി ബൈ ടി അല്ലേ. ആ ഉപകരണത്തിൻ്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ റെസൊല്യൂഷൻ സെയിം ആയതുകൊണ്ട് ഡെൽറ്റ ടി മാറില്ല, പക്ഷെ ടി മാറും. അളവിനനുസരിച്ച് അത് മാറും. ഈ ടി എന്ന് പറയുന്നത് എല്ലാ ഓസിലേഷനുകളുടെയും ടൈമാണ് അളക്കുന്നത്. അതിൽ നിന്ന് ഒരു ഓസിലേഷൻ്റെ ടൈം നമ്മൾ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ അളവ് കൂടുന്തോറും ആ പെർസെൻറ്റേജ് എറർ കുറഞ്ഞു വരിക ചെയ്യും. അപ്പോൾ അളവ് കൂടുമ്പോൾ പെർസെൻറ്റേജ് കുറയും. അതുകൊണ്ടാണ് കൂടുതൽ ഓസിലേഷൻസിൻ്റെ ടൈം അളക്കുന്നത്. ഒരു ഓസിലേഷൻ്റെ ടൈം അളക്കുന്നതിനേക്കാളും കൂടുതൽ ഓസിലേഷൻ്റെ ടൈം അളന്നാൽ അതിലുണ്ടാകുന്ന എറർ കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 ഇൻറ്റു ഡെൽറ്റ ടി 1 ആണ്. ടി എന്ന് പറഞ്ഞാൽ മെഷേർഡ് ടൈമാണ്. എത്രയാണ് മെഷേർഡ് ടൈം? 200 ഓസിലേഷന് വേണ്ട ടൈം 100 ആണ്. 100. ഓക്കെ, ഇനി അത് പെർസെൻറ്റേജ് ആക്കണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തന്നെ 100 ക്യാൻസലായി. ഇവിടെയും 100 10 ക്യാൻസൽ, ഇവിടെ ഒരു 10 വന്നു. 0.1 ഇൻറ്റു 10 1. 1 + 2 = 3% ആയിരിക്കും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അപ്പോൾ ഈ ടൈപ്പ് എന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്നാൽ ഈ വർഷങ്ങളിലൊക്കെ 20, 21, 22, 23 എല്ലാ വർഷങ്ങളിലും ഇത് നേരിട്ട് തന്നെ ചോദിക്കുന്നതായി കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ 24 ഏപ്രിലിലും ഇത് പ്രതീക്ഷിക്കാം. 24 ജാനുവരിയിലെ പേപ്പറുകളിലും ഇത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 21 പേപ്പറിലെ ഒരു ചോദ്യമാണ് എടുത്തതെന്നേ ഉള്ളൂ. എല്ലാ പേപ്പറിലും ഐഡന്റിക്കൽ പെൻഡുലത്തിൻ്റെ ചോദ്യം അധിക പേപ്പറുകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ഒരു സിലിണ്ടറിന്റെ ഡയമീറ്റർ നോക്കൂ. വെർനിയർ കാലിപ്പേഴ്സിന്റെ ചോദ്യമാണ് കേട്ടോ. 2013 അഡ്വാൻസിനാണ് ഇത് ചോദിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, 2013 അല്ല, 2013 ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി 2020-ലും 2021-ലും ഒക്കെ JEE അഡ്വാൻസിനും ഈ കാലിപ്പേഴ്സിന്റെ സ്ക്രൂ ഗേജിന്റെ ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ 2022 മെയിൻസിന്റെ പേപ്പറിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി പഠിക്കുക. വെർനിയർ കാലിപ്പേഴ്സ് ഞാനത് കുറച്ച് സമയം എടുത്തിട്ട് പറയാം. വെർനിയർ കാലിപ്പേഴ്സിൻ്റെ നമ്മൾ ആ ഒരു ചോദ്യം തന്നെ ഉള്ളൂ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ പറയാം കേട്ടോ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചോദ്യം ഒന്ന് ഇതാണ്. ഒരു സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ് വെർനിയർ കാലിപ്പേഴ്സ് കൊണ്ട് അളക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് 0 എററൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. നോ 0 എറർ. ഇനി പറയുന്നത് 0 ഓഫ് വെർനിയർ സ്കെയിൽ ലൈസ് ബിറ്റ്വീൻ 5.10 സെന്റിമീറ്റർ ആൻഡ് 5.15 സെന്റിമീറ്റർ. ചോദ്യം തന്നെ ശരിക്കും മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ വെർനിയർ സ്കെയിൽ, മെയിൻ സ്കെയിൽ, 2 സ്കെയിലുകൾ ഉണ്ടല്ലോ. അതിൽ വെർനിയർ സ്കെയിലിന്റെ 0,
മെയിൻ സ്കെയിലിലെ ഏതെല്ലാം റീഡിങ്ങുകൾക്ക് ഇടയിലാണ് എന്ന് തന്നിട്ടുണ്ട്. 5.10 സെന്റിമീറ്ററിനും 5.15 സെന്റിമീറ്ററിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഏത് റീഡിംഗ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട്? അതിൽ ചെറിയ റീഡിംഗ് എടുക്കും. 5.10 ആ രണ്ട് റീഡിങ്ങുകൾ തന്നാൽ, രണ്ട് ഡിവിഷനുകൾ തന്നാൽ അതിൽ ചെറിയ ഡിവിഷൻ ആയിരിക്കും റീഡിംഗ് ആയിട്ട് എടുക്കേണ്ടത്. 5.10 ആണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഓക്കെ, അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് മനസ്സിലായി. മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് ഈക്വൽ ടു 5.10 സെന്റിമീറ്റർ. 5.10 സെന്റിമീറ്റർ ആണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇനി അതിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി കിട്ടും. ആ മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ അളവ് ഏതാണ്? മെയിൻ സ്കെയിലിലെ റീഡിങ്സ് 5.10ക്കും 5.15നും ഇടയിലല്ലേ? അതിനിടയിൽ വേറെ ഗ്രാജുവേഷൻസ് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ 5.10 മുതൽ 5.15 വരെ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കൂ. അതായത് 5.15 മൈനസ് 5.10 എത്രയുണ്ട് മക്കളെ? 0.05 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ? സോ 0.05 സെന്റിമീറ്റർ ആണ് മെയിൻ സ്കെയിലിലുള്ള ഏറ്റവും ചെറിയ ഗ്രാജുവേഷൻ. ഓക്കെ, മെയിൻ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഗ്രാജുവേഷൻ ആണ് 0.05 സെന്റിമീറ്റർ. മെയിൻ സ്കെയിൽ കൊണ്ട് അളക്കുന്ന ഏറ്റവും ചെറിയ അളവ്, മെയിൻ സ്കെയിലിലുള്ള ഏറ്റവും ചെറിയ അളവിനെയാണ് മെയിൻ സ്കെയിലിന്റെ പിച്ച് എന്ന് വെർനിയർ കാലിപ്പേഴ്സിൽ പറയും. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സിന്റെ മെയിൻ സ്കെയിലിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ വെർനിയർ കാലിപ്പേഴ്സിന്റെ മെയിൻ സ്കെയിൽ കൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ്. അതെത്രയുണ്ട്? 0.05 സെന്റിമീറ്റർ. ഇപ്പൊ പിച്ച് കിട്ടി. മെയിൻ സ്കെയിലിന്റെ പിച്ച് 0.05 സെന്റിമീറ്റർ ആണ് പിച്ച് ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ആർ 50 ഡിവിഷൻസ് ഓൺ വെർനിയർ സ്കെയിൽ. അപ്പോൾ വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് നമ്പർ ഇസ് ഈക്വൽ ടു 50. കുട്ടികളെ, പിച്ചും വെർനിയർ സ്കെയിൽ ഡിവിഷനും അറിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം അല്ലെ? ലീസ്റ്റ് കൗണ്ടിന്റെ ഫോർമുല എന്താണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ വെർനിയർ സ്കെയിൽ ഡിവിഷൻസ്. പിച്ചിന്റെ വാല്യൂ 0.05 സെന്റിമീറ്റർ. വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് 50. ഇപ്പൊ ഇവിടെ എഴുതാം ലീസ്റ്റ് കൗണ്ട് ഈക്വൽ ടു 0.05 ഡിവൈഡഡ് ബൈ 50. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 100 ഇൻറ്റു 100/2 എന്ന് എഴുതാം. അപ്പോൾ ഇത് എത്ര വരിക? 0.05 ഇൻറ്റു 2 ബൈ 100. 0.05 ഇൻറ്റു 2 എത്ര കിട്ടുക? 5 ഇൻറ്റു 2 10. അപ്പോൾ 0.1 ആയി. 2 ഡെസിമൽ പ്ലേസ് മാറ്റിയിടുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 0.001 സെന്റിമീറ്റർ ആണ് ലീസ്റ്റ് കൗണ്ട്. ഇത്രയും മനസ്സിലായല്ലോ? ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ലീസ്റ്റ് കൗണ്ട് അങ്ങനെ അല്ലാതെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ മെത്തേഡ് കൂടി പറയാം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. നമുക്ക് നോക്കാം അത് രണ്ടും ഒരേ ആൻസർ ആണോ കിട്ടുന്നത് എന്ന്. ഇതാണ് അതിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഫോർമുല. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാ? 0.05 സെന്റിമീറ്റർ ആണ് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ. മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എത്രയാണ്? നോക്കൂ, 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ആണ് 2.45 സെന്റിമീറ്റർ. 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് കറസ്പോണ്ട് ടു 2.45 സെന്റിമീറ്റർ ഓൺ മെയിൻ സ്കെയിലാണ് അല്ലേ? അപ്പോൾ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.45 ഡിവൈഡഡ് ബൈ 50 ആണ് അല്ലേ? ദാറ്റ് ഈസ് 0.05 സെന്റിമീറ്റർ. അത്രയും സെന്റിമീറ്റർ മൈനസ് ഇതിനെ 50 100/2 എന്ന് എഴുതിയാൽ 2.45 ഇൻറ്റു 2 4.90 ആണ് ഡിവൈഡഡ് ബൈ 100 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 0.05 സെന്റിമീറ്റർ മൈനസ് 0.049 സെന്റിമീറ്റർ. ഇതെത്ര കിട്ടുക? 0.05 മൈനസ് 0.049 1,0,0,0 അല്ലേ? അപ്പോൾ 0.001 സെന്റിമീറ്റർ തന്നെയാണ് ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0.001 സെന്റിമീറ്റർ. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്ന ജെനുവിൻ ഫോർമുല ബൈ ഡെഫിനേഷൻ ലീസ്റ്റ് കൗണ്ട് ഒരു MSD മൈനസ് ഒരു VSD ആണ്. ഈ ഫോർമുല തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ ഫോർമുല പിച്ച് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും അത് ശരിയായി കൊള്ളണമെന്നില്ല. നിങ്ങൾ ലാബിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ ഫോർമുല ആയിരിക്കും. ഓക്കെ, ആ ഡിവിഷൻസിൻ്റെ റേഷ്യോ ഒന്നിൻ്റെ വ്യത്യാസത്തിൽ വന്നില്ല എങ്കിൽ അത് ആ ഫോർമുല ശരിയായി കൊള്ളണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത്
MSD മൈനസ് VSD ഫോമുല യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ 0.001 സെന്റിമീറ്റർ ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ. 24th ഡിവിഷൻ ഓൺ വെർനിയർ സ്കെയിൽ എക്സാക്ട്ലി കോയിൻസൈഡ്സ്. അപ്പോൾ വെർനിയർ സ്കെയിലിന്റെ കോയിൻസൈഡിങ് ഡിവിഷൻ തന്നു. അതിൽ നിന്ന് നമുക്ക് ഫോമുലയിലേക്ക് വരാം. സോ ഫൈനൽ റീഡിംഗ്, അതായത് ഡയാമീറ്റർ ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡിങ് ഡിവിഷൻ മൾട്ടിപ്ലൈഡ് ബൈ ലീസ്റ്റ് കൗണ്ട്. മെയിൻ സ്കെയിൽ റീഡിംഗ് എത്രയുണ്ട്? 5.10 പ്ലസ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡിംഗ് ഡിവിഷനോ 24 ഇൻറ്റു ലീസ്റ്റ് കൗണ്ടോ 0.001 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് എഴുതി നോക്കാം. 5.10 പ്ലസ് 24 ഇൻറ്റു 0.001 എത്രയാ? 0.024. ദാറ്റ് ഈസ് 421. സോ 5.124 സെന്റിമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. 2013 അഡ്വാൻസിൽ വന്നതാണ്. ഇതിലിപ്പോൾ 0 എറർ ഒന്നും വന്നിട്ടില്ല. എന്നാലും അങ്ങനത്തെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് എന്തായാലും അവസാന ചോദ്യം വരെ ചെയ്ത് ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആദ്യം മുതൽ എല്ലാ ദിവസവും നമ്മളങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം പോലെ അങ്ങനെ എററുകൾ വന്നാൽ എങ്ങനെയാണെന്നും സിമിലർ ആയിട്ടുള്ള മറ്റു ചോദ്യങ്ങളും പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ കംപ്ലീറ്റ് തീരട്ടെ, എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇത് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തത്. ഇൻ ദി ഇക്വേഷൻ എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി. എക്സ് പ്രഷർ, വൈ വോളിയം, ആർ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വാലന്റ് ടു ദ റേഷ്യോ എ ബൈ ബി ഈസ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിപ്പോൾ 23-ലും 24-ലും ഈ ചോദ്യം വന്നിട്ടുണ്ട്. 23-ലല്ല 24-ലും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ നമുക്കറിയാം, വാണ്ടർ വോൾസ് ഇക്വേഷനാണ്. റിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണിത്. അപ്പോൾ ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ചോദ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല ഫോമിൽ കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ എഴുതാം. എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് ബി ഈക്വൽ ടു ആർ ടി. ഇതിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ്. ഒരു ഫിസിക്കൽ ഇക്വേഷനിലെ എല്ലാ ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു ഫിസിക്കൽ ഇക്വേഷനിലെ എല്ലാ ടേമുകൾക്കും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എ ബൈ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിനോട് എ ബൈ വൈ സ്ക്വയർ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയോട് വേറൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ആ ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷനോ യൂണിറ്റോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിനും എ ബൈ വൈ സ്ക്വയറിനും ഒരേ യൂണിറ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? എക്സ് വൈ സ്ക്വയറിൻ്റെതായിരിക്കണ്ടേ? ഓക്കെ, അതേപോലെ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? ബിയുടെ ഡയമെൻഷൻ വൈയുടേതായിരിക്കണ്ടേ? അപ്പോൾ എയുടേത് എക്സ് വൈ സ്ക്വയറും ബിയുടേത് വൈയും ആണ്. നമുക്ക് വേണ്ടത് എ ബൈ ബി ആണ് അല്ലേ? അപ്പോൾ എ ബൈ ബി എന്ന് എഴുതി നോക്കൂ. എക്സ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ അല്ലേ? ആ വൈ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് വൈ. ഇനി മാത്രം എഴുതിയാൽ മതി എക്സ് എന്താണ്, വൈ എന്താണ്. എന്താണ് എക്സ്? പ്രഷർ. എന്താണ് വൈ? വോളിയം. അപ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം ആണ് അല്ലേ? പി വി ആണ് ശരിക്കും. പി വി എന്ന് പറഞ്ഞാൽ എന്താ? എത്രയോ നിങ്ങൾക്കറിയാം. പി ഡെൽറ്റ വി ആണ് വർക്കിന്റെ ഫോമിൽ അല്ലേ? വർക്ക് അന്ന് എഴുതി നോക്കാതെ തന്നെ നമുക്കറിയാം. പി വി വർക്കാണ്. എനർജിയുടെ ഫോമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കൈനറ്റിക് തിയറിയിൽ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? കൈനറ്റിക് തിയറിയിൽ കൈനറ്റിക് എനർജി ഓഫ് ഐഡിയൽ ഗ്യാസ് ഈക്വൽ ടു 3/2 പി വി. പി വി ഈക്വൽ ടു എൻ കെ ടി അല്ലേ? പി വി ഈക്വൽ ടു എൻ ആർ ടി. ആ എൻ ആർ ടി എന്നൊക്കെ പറഞ്ഞാൽ മ്യൂ ആർ ടി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. പി വി എനർജിയാണ് കേട്ടോ. പി ഡെൽറ്റ വി, എഫ് ഡെൽറ്റ എക്സ് ആണ് എനർജി. പി ഡെൽറ്റ വി എനർജിയാണ്. ഗ്യാസ് കോൺസ്റ്റന്റ് പ്രഷറിൽ V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വർക്കാണ് ഗ്യാസ് ചെയ്യുക? പി ഡെൽറ്റ വി ആണ്. അത് വർക്കല്ലേ, എനർജിയാണ്. അപ്പോൾ പി വി എന്ന് വെച്ചാൽ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ എന്താ? അതുകൂടെ എനർജി തന്നെയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എനർജിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം, ml² T⁻². ഇനി അങ്ങനെ അല്ലാതെ ചെയ്തു നോക്കണമെങ്കിൽ തന്നെ പ്രഷറിന്റെ ഡയമെൻഷൻ അറിയണം. എം പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ദാറ്റ് ഈസ് ml-1 T-2. ഫോഴ്സ് ml-T-2. ഏരിയ L², ഒരു L ക്യാൻസൽ ആയി, ml-1 T-2 ഇൻറ്റു വോളിയം L³ that you get ml² T⁻² implies energy. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൽ പല തരത്തിൽ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ആണ് മനസ്സിലാവേണ്ടത്. ഇതേപോലത്തെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക കേട്ടോ.
എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഒരു ഫിസിക്കൽ ഇക്വേഷനിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. അതേപോലെ കൈൻമാറ്റിക്സ് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 24-ത്തെ തന്നെ ഈ വർഷത്തെ 24-ത്തെ ജാനുവരിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കൈൻമാറ്റിക്സ് അതേപോലെ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം തന്നെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും നോക്കി പഠിക്കുക. അതേപോലത്തെ ചോദ്യങ്ങളും കൂടി ചെയ്യണം. വീണ്ടും വരുന്നുണ്ട് ഹോമോജനിറ്റി. എക്സ്പ്രഷൻ ഓഫ് എനർജി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ ആൽഫ ബൈ ബീറ്റ സൈൻ ആൽഫ എക്സ് ബൈ കെ ടി, വേർ ആൽഫ ബീറ്റ കോൺസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. കെ പിന്നെ എന്താണ്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ടി ടെമ്പറേച്ചർ ആണ്. ബീറ്റയുടെ ഡയമെൻഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ എഴുതാം, കുറച്ചുകൂടെ വലുപ്പത്തിൽ എഴുതാം. ക്വസ്റ്റ്യൻ ഇതാണ്, യു ഈക്വൽ ടു, യു എന്നാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനർജി ഡെൻസിറ്റി ആണ്. ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ സൈൻ ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ കെ ടി. നമുക്ക് വേണ്ടത് എന്താണ്? ബീറ്റയാണ് വേണ്ടത്. നേരിട്ട് ബീറ്റ ചെയ്യാൻ പറ്റാത്തതുപോലെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കൂ, ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിന് ഡയമെൻഷൻ ഇല്ല. ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ റേഷ്യോ ഓഫ് ഐഡന്റിക്കൽ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട്, ഇപ്പോൾ ലെങ്ത്തുകളുടെ റേഷ്യോ ആവാം, വെലോസിറ്റികളുടെ റേഷ്യോ ആവാം, രണ്ട് ഐഡന്റിക്കൽ ക്വാണ്ടിറ്റികളുടെ റേഷ്യോ ആണ് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഫിസിക്സിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ സൈൻ ഫംഗ്ഷന് ഡയമെൻഷൻ മൊത്തത്തിലില്ല. അപ്പോൾ ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതിന് മുഴുവൻ ഡയമെൻഷൻ ഇല്ല. പക്ഷെ എനർജി ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് ആൽഫ ബൈ ബീറ്റയ്ക്ക് ഡയമെൻഷൻ ഉണ്ടാവണ്ടേ? അപ്പോൾ എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷൻ ആയിരിക്കണം. ഞാൻ ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന്റെ അർത്ഥം അവർ ഈക്വൽ ആണെന്നല്ല, അവരുടെ ഡയമെൻഷൻസ് ഈക്വൽ ആണ്. ദേ ആർ ഡയമെൻഷനലി ഇക്വിവാലന്റ്. ദേ ആർ ഡയമെൻഷനലി ഇക്വിവാലന്റ്. ഓക്കെ, റൈറ്റ്? സോ ഡയമെൻഷൻ ഓഫ് എനർജി ഡെൻസിറ്റി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആൽഫ ബൈ ബീറ്റ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ബീറ്റയുടെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ ഡയമെൻഷൻ ഓഫ് എനർജി ഡെൻസിറ്റി ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആൽഫയുടെ ഡയമെൻഷൻ അറിയില്ല. അതാണ്, നേരിട്ട് കിട്ടുന്ന രീതിയിലല്ല തന്നിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം എന്നറിയാമോ? അടുത്ത പാർട്ട് എടുക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് സൈൻ ആൽഫ എക്സ് ബൈ കെ ടി എന്നാണ്. അതിന് ഡയമെൻഷൻ ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. സൈൻ ആൽഫ എക്സ് ബൈ കെ ടിക്ക് ഡയമെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ആൽഫ എക്സ് ബൈ കെ ടിക്കും ഡയമെൻഷൻ ഉണ്ടാവരുത്, ഡയമെൻഷൻലെസ് ആയിരിക്കണം. ദാറ്റ് ഈസ് ആൽഫ എക്സിനും കെ ടിക്കും ഒരേ ഡയമെൻഷൻ ആണെങ്കിലല്ലേ ആൽഫ എക്സ് ബൈ കെ ടി ഡയമെൻഷൻലെസ് ആവും. ഡയമെൻഷൻ ലെസ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ, ഒരു ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്സ് ഡയമെൻഷൻ? 1. എന്താ 1 എന്ന് എഴുതാൻ കാരണം മനസ്സിലായോ? m⁻0, l⁻0, t⁻0. ഒരു ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻ 1 ആണെന്നാണ്. m⁻0, l⁻0, t⁻0. അതായത് ആൽഫ എക്സിനും കെ ടിക്കും ഒരേ ഡയമെൻഷനാണ് അല്ലേ? അപ്പോൾ ആൽഫയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? കെ ടി ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ? നമുക്ക് വേണ്ടത് ബീറ്റയുടെ അല്ലേ? ദാറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു എന്താണ്? ആൽഫ ബൈ യു, ദാറ്റ് ഈസ് 1 ബൈ യു ഇൻറ്റു ആൽഫ എന്താണ്? കെ ടി ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് അവസാനം ഡയമെൻഷൻ എഴുതിയാൽ മതി. ഇനി നോക്കൂ, ഇനി ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എഴുതിയാലും മതി, ഡയമെൻഷൻ എഴുതണം നിർബന്ധമില്ല കേട്ടോ. ഒന്നുകിൽ ഡയമെൻഷൻ എഴുതാം, അല്ലെങ്കിൽ യൂണിറ്റ് എഴുതാം. എനർജി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ നമുക്കറിയാം. എനർജി ഡെൻസിറ്റി ജൂൾ ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ് ആണ്. മനസ്സിലായോ എഴുതിയത്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ വോളിയം. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ്. ഇപ്പൊ യു അടിയിലായതുകൊണ്ട് ജൂൾ ബൈ മീറ്റർ ക്യൂബ് ഇൻറ്റു കെ എന്താണെന്നറിയാമോ? കെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് യൂണിറ്റ് എന്താ? ജൂൾ പെർ കെൽവിൻ. അതിന്റെ വാല്യൂ ഓർമ്മയുണ്ടോ? 1.38 × 10⁻⁻23 ജൂൾ പെർ കെൽവിൻ. ഈ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നിർബന്ധമായിട്ട് അത് നോട്ട് ചെയ്തോളൂ. ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ അതേ ഡയമെൻഷനുള്ള വേറൊരു ക്വാണ്ടിറ്റി പറയാമോ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ചോദ്യമാണ്. എൻട്രോപ്പി. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇത് വന്നിട്ടുണ്ടാവും, എൻട്രോപ്പി. എന്നാൽ ഒരെണ്ണം കൂടി ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അതൊന്ന് ട്രൈ നോക്കൂ. ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ അതേ ഡയമെൻഷൻ വരുന്ന ഒരു ക്വാണ്ടിറ്റി കൂടി പറയാൻ പറ്റും. ഒന്ന് എൻട്രോപ്പി പറഞ്ഞു, രണ്ടാമത് എനിബഡി കമന്റ് ചെയ്യാം.
എൻട്രോപ്പി കൂടാതെ ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് തെർമൽ കപ്പാസിറ്റി, ജൂൾ പെർ കെൽവിൻ. തെർമൽ കപ്പാസിറ്റി, എൻട്രോപ്പി, എന്താണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. തെർമൽ കപ്പാസിറ്റി, എൻട്രോപ്പി, ബോൾസ്മാൻ കോൺസ്റ്റന്റ്, ഇതിന് മൂന്നിനും ഒരേ ഡയമെൻഷനാണ് കേട്ടോ. അതേപോലെ ഓർമ്മിക്കേണ്ട വേറൊരു കാര്യമാണ് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരുന്ന നമുക്കൊരു 7 ക്വാണ്ടിറ്റീസിനെ ഒറ്റയടിക്ക് പറയാൻ പറ്റും. പറയാമോ? 7 ഒന്ന് എണ്ണി നോക്കിക്കോളൂ. എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരുന്ന 7 ക്വാണ്ടിറ്റികൾ കേട്ടോളൂ. പ്രഷർ, സ്ട്രെസ്, ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. അപ്പോൾ എനർജി ഡെൻസിറ്റി ഉണ്ട്, പ്രഷർ ഉണ്ട്, എല്ലാം കൂടി 7 ഉണ്ട്. എനർജി ഡെൻസിറ്റി ഉണ്ട്, പ്രഷർ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. എനർജി ഡെൻസിറ്റി, പ്രഷർ, സ്ട്രെസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ജനറൽ. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ അതേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റിയാണ് ബോൾസ്മാൻ കോൺസ്റ്റന്റ്. എൻട്രോപ്പി, മൂന്നാമത്തത് തെർമൽ കപ്പാസിറ്റി അഥവാ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, തെർമൽ കപ്പാസിറ്റി എങ്ങനെയാണെന്ന് മറന്നോ? ഹീറ്റ് കപ്പാസിറ്റി, തെർമൽ കപ്പാസിറ്റി ഒക്കെ ഒന്ന് തന്നെയാണ്. എന്താണത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നല്ല ഓർമ്മയുണ്ട് അല്ലേ? ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത്രയേ ഉള്ളൂ. ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയും ഡയമെൻഷനലി ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. എനർജി ഡെൻസിറ്റി എഴുതിയല്ലോ. കെ ബോൾസ്മാൻ കോൺസ്റ്റന്റാ, അതിന്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ്. പിന്നെ ടി ടൈം അല്ല കേട്ടോ, അവിടെയൊക്കെ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അത് കെൽവിനാണ്. അറിയാം, ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾ പോലും ടി എന്ന് കാണുമ്പോഴേ ടൈം എന്ന് ആൻസർ ചെയ്ത് കളയും. ടി ടെമ്പറേച്ചർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, ലെങ്ത് ആണ്. ആ കെ ക്യാൻസൽ ചെയ്യാം, ഈ ജെ ക്യാൻസൽ ചെയ്യാം. മീറ്റർ ക്യൂബ് ബൈ മീറ്റർ സ്ക്വയർ അല്ലേ? മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഇനി ഏരിയ തപ്പണം ഇതിനകത്ത് അല്ലേ? എൽ സ്ക്വയർ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എനിക്ക് ഇത്രയും സമയമൊന്നും എടുക്കില്ല, നമുക്ക് സമയമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സ്ലോയിൽ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ഒപ്പം പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ഓർമ്മ വന്ന ചോദ്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരേ ഡയമെൻഷനുള്ള ഒട്ടനവധി ക്വാണ്ടിറ്റികളുണ്ട്, അതിൽ ചിലതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡയമെൻഷൻസ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡയമെൻഷൻസ് പരമാവധി കാണാതെ പഠിക്കണം കേട്ടോ. മാക്സിമം ഡയമെൻഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ 1-2 ഇങ്ങനെ പറയാം. പ്രഷറിൻ്റെ ഡയമെൻഷൻ പറയാമോ? ഇപ്പോൾ പഠിച്ചതല്ലേ? യങ്സ് മോഡുലസ് സെയിം, ml-1 T-2. ഓക്കെ, അതേപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ G, m ഇൻവേഴ്സ് L³ T-2 ആണ്. m⁻⁻⁻1 L³ T⁻². പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. കഴിഞ്ഞ 2024 മെയിൻസിന്റെ ഒരു പേപ്പറിൽ ആംഗുലർ ഇമ്പൾസിന്റെ ഡയമെൻഷൻ ചോദിച്ചിരുന്നു. ആംഗുലർ മൊമെന്റ് ആണ്. ആംഗുലർ ഇമ്പൾസിനും ആംഗുലർ മൊമെന്റത്തിനും ഒരേ ഡയമെൻഷനാണ്. ലീനിയർ ഇമ്പൾസിനും ലീനിയർ മൊമെന്റത്തിനും ഒരേ ഡയമെൻഷനാണ്. ആംഗുലർ ഇമ്പൾസ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആംഗുലർ മൊമെന്റം ഒക്കെ ഒരേ ഡയമെൻഷനാണ്. ഏതായിരുന്നു ഡയമെൻഷൻ? ml² T⁻⁻1 ജൂൾ സെക്കൻഡ് ആണ്. ആംഗുലർ മൊമെന്റം ജൂൾ സെക്കൻഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. പെർമിയബിലിറ്റി അറിയോ? ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. എന്നോട് ചോദിച്ചോളൂ, അത് ഏത് വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റും. ഏത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. മാഗ്നറ്റിക് ഫ്ലക്സ് പറയാമോ? മാഗ്നറ്റിക് ഫ്ലക്സ് വോൾട്ട് സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ വോൾട്ട് മീറ്റർ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേറൊരു യൂണിറ്റ് ജൂൾ പെർ ആംപിയർ ആണ്. ml² T⁻², A⁻². അതുകൊണ്ട് അങ്ങനെ അത് ഫ്ലുവൻ്റ് ആവണം. കാരണം അതിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ ആ 4 മാർക്ക് നമ്മൾ വളരെ പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ ആൻസർ ചെയ്യാൻ കഴിയണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 8ാമത്തെ ചോദ്യമാണ്. SI യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് പാസ്കൽ സെക്കൻഡ്. ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ ക്വാണ്ടിറ്റീസ്. ഈ പാസ്കൽ സെക്കൻഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിറ്റുകളിൽ ഒന്നാണ് പാസ്കൽ സെക്കൻഡ്. കാരണം ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ പാസ് എന്ന് പറയാമല്ലോ അല്ലേ? പാസ്കൽ സെക്കൻഡ്. SI യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി പാസ്കൽ സെക്കൻഡ്. വേറൊരു പേരുണ്ട്, ആർക്കെങ്കിലും അറിയാമോ? പോയ്സെല്ലി. നല്ല പേര് അല്ലേ? ഒരാളുടെ പേരാണ് പോയ്സെല്ലി. നെയിംഡ് ആഫ്റ്റർ പോയ്സെല്ലി ആണ്. പോയ്സെല്ലി എന്തിന്റെ യൂണിറ്റ് ആണ്? പോയ്സെല്ലി ഒരു SI യൂണിറ്റ് ആണ്.
പോയിസെല്ലി. 1 പോയിസെല്ലി ഈക്വൽ ടു 10 പോയിസ് ആണ്. 10 പോയിസ്. പോയിസ് ആണ് CGS. വിസ്കോസിറ്റി അഥവാ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ക്വാണ്ടിറ്റി. വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് പോയിസെല്ലി കേട്ടോ. സോ പോയിസെല്ലി മീൻസ് വാട്ട്? 1 പോയിസെല്ലി is 10 പോയിസ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അഥവാ വിസ്കോസിറ്റി, വിസ്കസ് കോഎഫിഷ്യന്റ്, അത് വരുന്ന ഏതെങ്കിലും ഒരു ഫോമിൽ ഓർമ്മയുണ്ടോ? സ്റ്റോക്സ് ലോ. Viscous force acting on a metallic ball falling through a viscous liquid with constant velocity. ആ വെലോസിറ്റി, ടെർമിനൽ വെലോസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബിഫോർ അറ്റൈനിങ് ടെർമിനൽ വെലോസിറ്റി, വെലോസിറ്റി വേരീസ്. വിസ്കസ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റി ഡബിൾഡ്, വിസ്കസ് ഫോഴ്സ് ഓൾസോ ഡബിൾഡ്. വെലോസിറ്റി ഡിപ്പെൻഡന്റ് ഫോഴ്സ് ആയതുകൊണ്ട് വിസ്കസ് ഫോഴ്സ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കുറേ കാര്യങ്ങൾ നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്കൽ സെക്കൻഡ് ആണ് പോയിസെല്ലി. ഓക്കെ, പാസ്കൽ സെക്കൻഡിനെയാണ് പോയിസെല്ലി എന്ന് വിളിക്കുക. പാസ്കൽ സെക്കൻഡ്. അതാണ് വിസ്കോസിറ്റി. വിസ്കസ് കോഎഫിഷ്യന്റ് അഥവാ വിസ്കോസിറ്റി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. പിന്നെ ഡയമെൻഷൻ കാണാതെ അറിയണം കേട്ടോ. ml-1 T-1 ആണ്. ml-1 T-1 ആണ് വിസ്കോസിറ്റി. ml-1 T-1. ഇതിൽ ml² T-1 വന്നിട്ടുണ്ട് അല്ലേ? ml² T-1 അതെന്താന്ന് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ml² T-2 ആണ് എനർജി. ml² T-1 ആണ് എനർജി ഇൻടു ടൈം, ജൂൾ സെക്കൻഡ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ആംഗുലർ മൊമെന്റം, ആംഗുലർ ഇമ്പൾസ് അല്ലേ? ml-1 T-1 ആണ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, അത് വരുന്ന ഒരു ഇക്വേഷൻ എഴുതി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. F is equal to 6 pi eta RV. So eta is equal to F divided by RV. F എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ് ഫോഴ്സ്, R ഡിസ്റ്റൻസ് ആണ് മീറ്റർ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഫോഴ്സ് ബൈ ഏരിയ പാസ്കൽ. പ്രഷർ ആണ് ഫോഴ്സ് ബൈ ഏരിയ. സോ പാസ്കൽ സെക്കൻഡ് എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. ഇതൊക്കെ ഈ മെയിൻസ് പരീക്ഷകൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അധികവും ചോദിച്ചിരുന്നത് നീറ്റ് പരീക്ഷയ്ക്കാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് 2020, 21, 22, 23, 24 ഒക്കെ കാലയളവിൽ നീറ്റ് പരീക്ഷ പൊതുവെ എളുപ്പം. ആ സമയത്താണ് ചോദിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നീറ്റ് പരീക്ഷയ്ക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്, ക്വാണ്ടിറ്റി ഏതാണെന്ന് പറയില്ല. പക്ഷെ ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ. പക്ഷേ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും ചെയ്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളത് കാണാതെ അറിയണം. മാക്സിമം അത് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ച് കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പേപ്പറിൽ വെറുതെ ഒരു A4 ഷീറ്റിലെടുത്ത് അതിൽ കുറേ ഡയമെൻഷൻസ് നിരത്തി എഴുതുക. ആ ഡയമെൻഷൻസിൻ്റെ കൂട്ടത്തിൽ ഏതാണ് ക്വാണ്ടിറ്റി എന്ന് എഴുതരുത്. ഓക്കെ, എന്നിട്ട് അത് ഓരോ ദിവസവും അത് മറിച്ച് നോക്കി തനിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് MLT-2 A-2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് പെർമിയബിലിറ്റി അതാണ് എന്ന് ആദ്യം ഒരിക്കൽ നിങ്ങൾ നോക്കി, പിന്നീട് ആ പേപ്പറിൽ നോക്കുമ്പോൾ അത് കാണുമ്പോൾ പെർമിയബിലിറ്റി ഓർമ്മ വരണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകട്ടോ. മെയിൻസിന് നിങ്ങൾക്ക് അറിയാമല്ലോ 25 ചോദ്യം ആൻസർ ചെയ്താൽ മതി. അത് വളരെ ക്വിക്കായി ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ചോദ്യപേപ്പർ വരുന്നത്. ഒരു 5-6 ചോദ്യങ്ങൾ മാത്രമേ ഇത്തിരി ന്യൂമറിക്കൽ ടൈപ്പ് പോലും ഉള്ളൂ. ബാക്കിയൊക്കെ ടിപ്പിക്കൽ കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വേഗം ചെയ്യാൻ പറ്റും. നന്നായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര പേപ്പറുകളിൽ ഇത് കണ്ടിട്ടെന്നറിയോ? P മൊമെന്റ് ആണ്. അതൊക്കെ മാറിപ്പോകും. P പ്രഷർ അല്ല കേട്ടോ, ഇവിടെ മൊമെന്റ് ആണ്. A ഏരിയ, T ടൈം, taken as fundamental quantities. Then dimensional formula for energy is, ഈ ടൈപ്പ് എങ്ങനെയാണ് ബേസിക്കലി ചെയ്യാം? എനർജി E ആണ് ഈക്വൽ ടു ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓർഡർ നോക്കൂ, PAT. ആ ഓർഡറിൽ അത് എഴുതുകയാണ് ബെറ്റർ. PAT എന്ന് എഴുതുക. ഇതൊരു NCERT സ്റ്റാൻഡേർഡ് മെത്തേഡാണ്. ഇപ്പോൾ അഡ്വാൻസിന് വരെ അഡ്വാൻസിന് വരെ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. PAT ഈക്വൽ ടു Pയുടെ പവർ X, Aയുടെ പവർ Y, Tയുടെ പവർ Z എന്ന് എഴുതാം. എനർജിയുടെ ഡയമെൻഷൻ എഴുതുക ml² T⁻². P എന്താണെന്ന് പറഞ്ഞത് മൊമെന്റ് ആണ്, തെറ്റിപ്പോകരുത്. MLT-1 ഏരിയ എന്താണ്? A ഏരിയ ആണ്, L² ആണ്, Y T ടൈം. അപ്പോൾ അതിന് Z എഴുതാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ?
ഒരു ഫിസിക്കൽ ഇക്വേഷനിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മാസിന്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ മാസുകളുടെ ഡയമെൻഷൻസും ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മാസിന്റെ ഡയമെൻഷൻ, മാസിനെ നമ്മൾ ട്രൈ ചെയ്യുന്നു കേട്ടോ. ലെഫ്റ്റിൽ 1 ആണ്, റൈറ്റിൽ എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എക്സ് 1 കിട്ടുമ്പോഴേ ഓപ്ഷൻസിൽ ട്രൈ ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ പിയുടെ പവർ ആണ്. പിയുടെ പവർ 1 വരുന്നതേ ആൻസർ വരൂ. അപ്പോൾ ഓപ്ഷൻ സിയും ഡിയും ആൻസർ ആവില്ല. എ ആണോ ബി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ തന്നെ ഈ അടുത്തത് എയുടെ പവർ വൈ ആണ്. വൈ കണ്ടുപിടിച്ചാൽ ആൻസർ തിരിച്ചറിയപ്പെട്ടു. ഓക്കെ, ഇനി വൈ കാണാൻ വേണ്ടിയിട്ട് എല്ലിന്റെ പവർ നോക്കൂ, 2 എൽ. എല്ലിന്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്രയാണ് നോക്കൂ, എക്സ് പ്ലസ് എത്രയുണ്ട് 2y എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. 2y ടീയുടെ അവിടെ ആണെങ്കിൽ എല്ലില്ലല്ലോ, അപ്പോൾ അത് എളുപ്പമായി. 2 ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 2y, ദാറ്റ് ഈസ് 2y ഈക്വൽ ടു 1 ആൻഡ് y ഈസ് ഈക്വൽ ടു 1/2. y 1/2 ആണ്. y 1/2 ആയാൽ എയുടെ പവർ 1/2 ആണ്. എയുടെ പവർ 1/2 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ ബി അല്ല. എന്നാലും നമുക്ക് ഇവിടെ സമയമുണ്ട്, പ്രാക്ടീസ് ആയതുകൊണ്ട് അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് സമയമുണ്ട്. ടിയുടെ പവർ -2, -2 ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ -x പ്ലസ് z. ഓക്കെ, സോ -2 ഈക്വൽ ടു എക്സ് എത്രയാണെന്ന് കിട്ടിയത്, x1 ആണ്, പ്ലസ് z. That is z equal to -2 plus 1, that is equal to -1. അപ്പോൾ അതുകൂടി ജസ്റ്റിഫൈ ചെയ്യും ഓപ്ഷന്. ഈ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ്. പലപ്പോഴും ഇത് മുഴുവനൊന്നും ചെയ്യേണ്ടി വരില്ല, ഇങ്ങനെ കുറച്ച് ഇത് തന്നെ മുഴുവൻ ചെയ്യേണ്ടി വന്നില്ല, അതിന് മുമ്പ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് മെത്തേഡ് കേട്ടോ. ഇതുപോലെ ഡയമെൻഷൻസ് പരമാവധി കാണാതെ പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. സമയമുണ്ടെങ്കിൽ എല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞ് സമയമുണ്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം മുതൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ കണ്ടന്റ് ഞാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഡയമെൻഷൻസ് ഓഫ് b²/2μ0. ഇതൊക്കെ എത്ര എളുപ്പമുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ചോദിച്ചത് 2020 മെയിൻസിന്. b²/2μ0 എന്തിന്റെ ഫോർമുലയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് എനർജി ഡെൻസിറ്റി ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, ഈ ഫീൽഡുകളിലാണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഒക്കെയാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ആ ഫീൽഡിന്റെ എനർജി സ്റ്റോർ ചെയ്ത വോളിയം ചെയ്താൽ കിട്ടുന്നതാണ് എനർജി ഡെൻസിറ്റി അല്ലേ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലും മാഗ്നറ്റോ സ്റ്റാറ്റിക്സിലും ഒക്കെ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. b²/2μ0 എന്ന് പറഞ്ഞാൽ എന്താ, എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ ആണ് ml-1 T-2. പ്രഷർ സ്ട്രെസ് ഒക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ ഡി ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്നാലും വെറുതെ അത് നമുക്കൊന്ന് ഡയമെൻഷൻ എഴുതി നോക്കാം. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്താണ്, നമുക്ക് ഓരോന്ന് പഠിക്കുകയാണല്ലോ, റിവിഷൻ അല്ലേ. ഒരു ക്രാഷിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ കിട്ടണം. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിൻ്റെ പേര് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അതിൻ്റെ വിളിപ്പേരെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് അതൊന്നുമല്ല കേട്ടോ. അതിൻ്റെ പേര് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ശരിക്കും വേറൊരു പേര് കൂടിയുണ്ട്, അതിൻ്റെ പേര് ഇൻഡക്ഷൻ എന്നാണ്. അതിൻ്റെ യൂണിറ്റ് അറിയാമോ, ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ. ഇനിയുണ്ടോ വേറെ ഏതെങ്കിലും യൂണിറ്റ്? ടെസ്ല, അതാ കിടക്കുന്നു ടെസ്ല. അതിന്റെ CGS യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു? ഗോസ്. ഒരു ടെസ്ല എത്ര ഗോസ് ആയിരുന്നു? 10⁴ ഗോസ്. ഒരു ഗോസ് എത്ര ടെസ്ലയാണ്? തെറ്റിപ്പോവും. 1 ഗോസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ല. ടെസ്ലയാണ് SI, ഗോസ് ആണ് CGS. ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ, ടെസ്ല. ഇനി ഏതെങ്കിലും യൂണിറ്റ്, ഇതൊരു പോപ്പുലർ യൂണിറ്റ് ഉണ്ടോ? ഇതിന്റെ പേര് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണല്ലോ. അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലക്സ് പെർ ഏരിയ. ഫ്ലക്സ് എന്തായിരുന്നു? വോൾട്ട് സെക്കൻഡ്. സോ വോൾട്ട് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? എഴുതിക്കോളൂ, വോൾട്ട് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും കിട്ടുമല്ലോ. വോൾട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെബർ അല്ലേ? ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. വോൾട്ട് സെക്കൻഡ് വെബർ ആണ്. അപ്പൊ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് ഉപയോഗിക്കാൻ തിരക്കേടില്ല അല്ലേ, ഇഷ്ടംപോലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് മെയിൻസിന് ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യമായി മാറുകയാണ്. അപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ, ഓക്കെ, അല്ലെങ്കിൽ വോൾട്ട് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോം മീറ്റർ ഒക്കെ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിറ്റുകളാണ്. ഇതിൽ നിന്നൊക്കെ അതിന്റെ ഡയമെൻഷൻ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. എന്താണ് അതിന്റെ ഡയമെൻഷൻ?
ഇതാണ് ഡയമെൻഷൻ എഴുതാൻ എളുപ്പം അല്ലേ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ MLT-2. ഈ എ എന്താ? ആംപിയർ ആണ്. ഇവിടെ ഒരു എല്ലും കൂടി ഉണ്ട്. മീറ്റർ ആണ് കേട്ടോ. എം മാസല്ല, മീറ്റർ ആണ്. ആ എല്ല് കട്ടായി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കൂ, MT-2 A-1 അല്ലേ. അപ്പൊ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡയമെൻഷനിൽ എല്ലില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷനകത്ത് എല്ലില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിന് എല്ലില്ല എന്ന് ഓർമ്മിച്ചാൽ മതി. നമ്മൾ മലയാളികൾക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. കാരണം എല്ലില്ല, മാഗ്നറ്റിക് ഫീൽഡിന് എല്ലില്ലാത്തവനാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് വളരെ ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് വളയും. മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, വിത്തൗട്ട് എനി ബ്രേക്ക് കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കുന്നത് ഇതുവരാണ്. പൊട്ടിൽ ബ്രേക്ക് ഇല്ല ഇടയ്ക്ക്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കണ്ടക്ടറിന്റെ നിയർ എൻഡിൽ അത് ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് അതർ എൻഡിൽ നിന്ന് അത് ഒറിജിനേറ്റ് ചെയ്യുക വീണ്ടും. കണ്ടക്ടർക്കകത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇങ്ങനെ ഒന്നും ഒരു ഇതില്ല, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഒരു സോഫ്റ്റ് അയണിന് അടുത്തുകൂടി കടന്നു പോയാൽ, സോഫ്റ്റ് അയണിന് അകത്തുകൂടി കടത്തിവിടാൻ ശ്രമിച്ചാൽ സോഫ്റ്റ് അയണിന് അകത്തുകൂടി കടന്നു പോവുകയാണ് ചെയ്യുക അല്ലേ. സോഫ്റ്റ് അയണിന് അകത്തുകൂടി, സോഫ്റ്റ് അയണിന് പെർമിയബിലിറ്റി കൂടുതലാണ്, കൂടുതൽ ഫീൽഡ് ലൈൻസിനെ അത് കടത്തിവിടുകയാണ് ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് എല്ലില്ല എന്ന് പറയാം, എല്ലില്ല. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിന് എല്ലുണ്ട് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിന് എല്ലുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കാണാതെ പഠിക്കുക. MT-2 A-1. നമുക്കിവിടെ വേണ്ടത് B²/2μ0 ആണ് അല്ലേ. B²/2μ0 എഴുതി നോക്കാം. ഞാനിത് ആൻസർ എളുപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. വളരെ എനർജി ഡെൻസിറ്റി ആണെന്ന് അറിയാം, സമയമുള്ളത് കൊണ്ട്. ഇതിൽ നിന്ന് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതി പറയുകയാണ് കേട്ടോ. എങ്കിലും ഇത് കാണുന്നവർക്ക് ഹെൽപ്ഫുൾ ആയാലോ. B²/2μ0. ബി എന്തായിരുന്നു? ന്യൂട്ടൺ പെർ ആംപിയർ മീറ്റർ. B² എഴുതി. ഇനി വേണ്ടത് പെർമിയബിലിറ്റിയാണ്. പെർമിയബിലിറ്റി ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ ആണ്. ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. പെർമിയബിലിറ്റി ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. അപ്പോൾ ആംപിയർ സ്ക്വയർ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം. ഒരു ന്യൂട്ടനും കൂടി കട്ട് ചെയ്ത് കളയാം. ദാറ്റ് മീൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ പാസ്കൽ, പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. ആ പാസ്കലാണ്, പ്രഷറാണ്, എനർജി ഡെൻസിറ്റി ML-1 T-2. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, ഇലാസ്റ്റിക് മോഡുലസ്, എനർജി ഡെൻസിറ്റി, സ്ട്രെസ്, പ്രഷർ. അങ്ങനെ 7 ക്വാണ്ടിറ്റികൾക്ക് ഒരേ ഡയമെൻഷൻസ് ആണ്. ഓക്കെ, B²/2μ0. അതേപോലെ ഇലക്ട്രിസിറ്റിയിൽ ഒരു കൗണ്ടർ ഇക്വേഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 12ε0 E². അതും എനർജി ഡെൻസിറ്റി തന്നെയാണ്. 12ε0 E²നും B²/2μ0യ്ക്കും ഒക്കെ ഡയമെൻഷൻ സെയിം ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മിക്ക പേപ്പറുകളിലും കണ്ട വളരെ പോപ്പുലർ ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ചോദ്യമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് എനർജി ഡെൻസിറ്റിയുടെയും മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റിയുടെയും റേഷ്യോ എന്താണെന്ന്. ദാറ്റ് ഈസ് 1:1. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുറച്ചധികം ചോദ്യങ്ങൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 11ാമത്തെ ചോദ്യം. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. നമ്മൾ ചാപ്റ്റർ ഒന്ന് മാറി, കൈനമാറ്റിക്സ് ആയിട്ടുണ്ട്, പറയാൻ വിട്ടു. ഹെഡിങ് ഉണ്ട് കൈനമാറ്റിക്സ്. Particle starts with initial velocity 10 meter per second along x direction and accelerates uniformly at the rate of 2 meter per second square. Time taken by particle to reach the velocity 60 meter per second. നിങ്ങൾക്ക് തോന്നുന്നു ഇത്ര എളുപ്പമുള്ള ചോദ്യമൊക്കെയാണോ? നോക്കൂ, 2023 ഏപ്രിലത്തെ ചോദ്യമാണ്. ഇതിനേക്കാളും എളുപ്പമുള്ള ചോദ്യമല്ലേ 24 ചോദിച്ചത്. അപ്പൊ ചോദ്യങ്ങൾ വളരെ സിമ്പിളായി വരികയാണ്. പക്ഷെ കുഴപ്പം എന്താ അറിയാമോ? ഉത്തരങ്ങളൊക്കെ കുട്ടികൾ തെറ്റിക്കാനും തുടങ്ങുകയാണ്. ചോദ്യങ്ങൾ സിമ്പിളാവും, ഉത്തരങ്ങൾ തെറ്റിക്കും. എന്തായാലും സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം അവിടെ നന്നായി നടത്താൻ കഴിയുന്നുണ്ട്, ചോദ്യം എളുപ്പമായാലും. അതുകൊണ്ട് തന്നെ ചോദ്യം എളുപ്പമാണെന്ന് കരുതി അങ്ങനെ സില്ലിയാക്കി കളയൊന്നും വേണ്ട. പെർഫെക്റ്റായി ചെയ്താൽ തന്നെ മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. ചെയ്ത് നോക്കാം. ആക്സലറേഷന്റെ ഡെഫിനിഷൻ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്ന ഫോർമുല അല്ലേ. A=dv/dt v-u/t. ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ ആണ്, സെറ്റ് ഓഫ് ഇക്വേഷൻസിലെ. അതിൽ ടി ആണ് നമുക്ക് വേണ്ടത്. T=v-u/a എന്ന് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. നോക്കൂ, ടൈം ടേക്കൺ ബൈ പാർട്ടിക്കിൾ ടു റീച്ച് വെലോസിറ്റി 6 meter per second. Particle starts with initial velocity 10 meter per second along x direction and accelerates uniformly എന്നൊക്കെ പറയുമ്പോൾ അതിൽ തെറ്റിക്കുന്ന കുറെ എലമെന്റുകൾ കൂടെ വന്നുകൂടായില്ല. ഇത് എളുപ്പമായിരുന്നേ ഉള്ളൂ. ആക്സലറേറ്റ്സിന് പകരം റിട്ടാർഡ് എന്നായിരുന്നെങ്കിൽ ആൻസർ മാറിയിരുന്നേനെ. നോക്കൂ, 10 meter per second സ്റ്റാർട്ട് ചെയ്ത പാർട്ടിക്കിള്
2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷനിൽ പോവാണ്, റെസ്റ്റിൽ നിന്നല്ല. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആ ഇനീഷ്യൽ വെലോസിറ്റിയാണ് +10. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക, +10. പക്ഷെ ആ ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ടല്ലോ, അതവിടെ കിടന്നോട്ടെ. വി ഫൈനൽ വെലോസിറ്റി, ആക്സലറേറ്റ് ചെയ്ത വെലോസിറ്റിയും ആക്സലറേഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അങ്ങനെ സ്പീഡ് കൂടിയത് 60 മാറി, ഡിവൈഡഡ് ബൈ ആക്സലറേഷൻ 2 ആണ്. ദാറ്റ് ഈസ് 50/2 25. സോ 25 സെക്കൻഡ്സ്. നോക്കൂ എത്ര എളുപ്പമുള്ള ചോദ്യമാണെന്ന് നോക്കൂ. അപ്പൊ നമ്മളാരും ടെൻഷൻ അടിക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തെറ്റാതെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. യെസ്, ഓക്കെ, വിൽ ചെക്ക് ദാറ്റ് ലിങ്ക്. ഓക്കെ, ലിങ്കിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചില കുട്ടികൾ. ഹായ് അശ്വിൻ രവിചന്ദ്രൻ ഫ്രം ചെന്നൈ. I will try to speak in both languages because many Malayali students are also attending the class afterwards also. Okay, afterwards also they used to see the classes. That's why. Okay, I will try to speak in both languages. Ashwin Ravichandran, are you able to understand in Malayalam? You can comment. Okay. Is it clear now? This question is clear. So formula A is equal to dv by dt A equal to v minus u by t. Okay, right? Okay, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ question. Question number 12. A passenger sitting in a train A moving at 90 km/h observes another train B moving in opposite direction for 8 seconds. If the velocity of the train B is 54 km/h, length of the train is. So there are two trains, train A and B. Oh, Ashwin, you are Malayali, right? Okay, welcome. I'm a passenger sitting in train A. Okay, അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസ് ഇവിടെ വന്നതിൽ സന്തോഷം. ട്രെയിൻ A മൂവിങ് 90 km/h observes another train B മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അശ്വിൻ അറിയാമോ, ഇത് 2 ട്രെയിനുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒബ്സർവർ ഇരിക്കുന്നത് ഏത് ട്രെയിനിലാണ്? ട്രെയിൻ എയിലാണ്. അയാൾ ഒബ്സർവ് ചെയ്യുന്നത് ട്രെയിൻ ബി ആണ്. ആ ട്രെയിൻ ബി അയാൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബോത്ത് ദ ട്രെയിൻസ് ആർ അപ്രോച്ചിങ്. സോ ദ ഒബ്സർവർ ഇൻ ട്രെയിൻ എ സീസ് ദാറ്റ് ദ ട്രെയിൻ അപ്രോച്ചിങ് ഈസ് ഫാസ്റ്റർ. Because the relative velocity in opposite direction, we used to say that VA minus VB, that's equal to VA plus VB. The approaching train seen to be faster as per relativity theories. For that observer, so speed or velocity, that's relative. The approaching train is appeared to be faster. That's what is the velocity? Passenger sitting in A, velocity of B for A equal to VB minus VA, but they are in opposite direction. That's why VA plus VB. What is VA plus VB? Let us convert that into km/h into meter per second. 90 km/h, how to convert into meter per second? 90 into 5 divided by 18. 18 and 90 goes 5 times 5, 25. So 25 meter per second. Also one more is there, 54. Let us convert that also. 54 times 5 by 18. 18, 54 goes 3 times 5, 15 meter per second. So what's the, adding all this, you get 25 plus 15, 40. So velocity of train B 54. Then length of the train B is, length of the train B is equal to velocity of train B with respect to A into time taken by B to cross A. It's given. Moving, it observes, the observer in A, passenger in A observes train B for 8 seconds. That's 40 times 8, that is 320 meter is the right answer. Okay, right. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇൻ സെയിം ഡയറക്ഷൻ
VA minus VB, opposite direction, VA plus VB, that's one-dimensional relativistic effects. Relative velocity in one dimension. അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ചോദ്യമാണ്. Two buses P and Q start from a point same time and move in straight line. Their positions are represented by xp alpha t plus beta t square, xq ft minus t square. At what time both buses have same velocity? ഈ രണ്ട് ബസ്സുകളുടെയും വെലോസിറ്റികൾ സെയിം ആവുന്നത് എത്രാമത്തെ ടൈമിലാണ്, ഏത് ടൈമിലാണ്? അപ്പോൾ എങ്ങനെ ചെയ്യും? വെലോസിറ്റികൾ സെയിം ആവണം. അപ്പോൾ പൊസിഷൻസ് ടൈമിനനുസരിച്ച് തന്നിട്ടുണ്ട്. രണ്ട് ബസ്സുകളുടെയും പൊസിഷൻസ് ടൈമിനനുസരിച്ച് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് ബസ്സുകളുടെയും വെലോസിറ്റികൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് പി? ദാറ്റ് ഈസ് ഈക്വൽ ടു d by dt of xp. That is equal to d by dt of alpha t plus beta t square. That implies vp is equal to alpha plus 2 beta t. അതേപോലെ similarly vq equals f minus 2t. Similarly derivative of xq with respect to t, f minus 2t. Given that vp equal to vq, that is alpha plus 2 beta t equal to f minus 2t. Let us bring that terms having t together. 2 beta t plus 2t equal to f minus alpha, that is t into 2 plus 2 also can be taken common, right? 2t into beta plus 1 equal to f minus alpha, that is t equal to f minus alpha divided by 2 into 1 plus beta. So what's the correct answer? Minus alpha by 2 into 1 plus beta. F minus alpha, even when you have a answer, you just see the other options and mark the correct answer. Okay, minus alpha by 2 into 1 plus beta. In case any chance of mistake, we have to avoid. Okay. Prince Anthony, a problem is solved. Prince Anthony, a problem is solved or not? Please respond. And also Gracie Maria, are you clear? Are you clear? മനസ്സിലായിട്ടുണ്ടോ? You can respond. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14. Question number 14 എടുക്കാം. Velocity displacement graph describing the motion of a bicycle is shown in figure. Acceleration displacement graph of the bicycle's motion is best described by. Velocity displacement graph is mentioned in this picture. Okay, അതാണ് ആദ്യം തന്നിരിക്കുന്നത്. Velocity displacement graph is mentioned there. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രാഫ് ഒന്ന് വരയ്ക്കുകയും കൂടി ചെയ്യാം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് നോക്കൂ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. വെലോസിറ്റി ഏത് ആക്സിസിലാണെന്ന് നോക്കൂ. വൈ ആക്സിസിൽ, ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആക്സിസിലാണ്. ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലും വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലുമാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ഡാറ്റ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡാറ്റയൊക്കെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഏതൊക്കെ ഡാറ്റകൾ തന്നിട്ടുണ്ട്? 200 ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 200 ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ഇപ്പോൾ ഇത് കാണാൻ പറ്റിയല്ലോ. 50 ഉണ്ട് ഇവിടെ. പിന്നെ ഒരു വാല്യൂ ഉള്ളത് 10 ആണ് അല്ലേ? അപ്പോൾ ആദ്യം 0 മുതൽ 200 മീറ്റർ വരെ. ലെറ്റ് us examine the change in velocity over 0 to 200 meter. 0 മീറ്റർ മുതൽ 200 മീറ്റർ വരെ, 0 മീറ്റർ മുതൽ 200 മീറ്റർ വരെയുള്ള പൊസിഷന്റെ മാറ്റത്തെ ഒന്ന് എക്സാമിൻ ചെയ്യാം. ആ സമയത്ത് വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? വെലോസിറ്റി എക്സിന് ലീനിയർ ആയിട്ട് മാറുകയാണ്. വെലോസിറ്റി എക്സ് ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഓവർ 200 മീറ്റർ ഫ്രം 0 മീറ്റർ മുതൽ 200 മീറ്റർ വരെ വെലോസിറ്റി പൊസിഷൻ അനുസരിച്ച് ലീനിയർ ആയി മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടത് ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫാണ്. അപ്പോൾ ഈ 0 to 200 മീറ്ററിലെ ആക്സലറേഷൻ എങ്ങനെ എഴുതാം? വെലോസിറ്റി മെൻഷൻഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ.
അപ്പോൾ തന്നെ നമുക്ക് ആ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോമുല ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ പറയാം. ആക്സലറേഷൻ്റെ ഡെഫിനിഷൻ ഫോമുല dv/dt അല്ലേ, അതിനെ ഒരു dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, dx കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക, അപ്പം തന്നെ വെട്ടിക്കളയരുത്. a ഈസ് ഈക്വൽ ടു dx/dt എന്ന് പറഞ്ഞാൽ v ആണ്, ഇൻറ്റു dv/dx. a ഈക്വൽ ടു v dv/dx ആണ്. ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ v dv/dx. ഈ ഫോമുല ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ v dv/dx ആണ് ആക്സലറേഷൻ. നോക്കൂ, ഇതിൽ v എന്ന് പറയുന്നത് പൊസിഷൻ അനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, ലീനിയർ ആയി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. dv/dx എന്താണ്? dv/dx എന്ന് പറയുന്നത് vx ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ. dv/dx ഇംപ്ലൈസ് സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഓവർ 200 മീറ്റർ മാത്രമാണ് ശ്രദ്ധിക്കുക കുട്ടികളെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 0 to 200 മീറ്ററിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ്, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. 0 to 200 മീറ്ററിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ dv/dx കോൺസ്റ്റന്റ് ആണ്, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് വൈ dv/dx ഈസ് എ കോൺസ്റ്റന്റ്. പക്ഷെ വെലോസിറ്റി കൂടുന്നുണ്ടല്ലോ, അപ്പോൾ ആക്സലറേഷനും കൂടിക്കൊണ്ടിരിക്കണം. വെലോസിറ്റി ലീനിയറായി കൂടുമ്പോൾ ആക്സലറേഷനും ലീനിയറായി തന്നെ കൂടണം. എന്നാൽ കുറച്ചുകൂടി നമുക്കതിനെ, അപ്പോൾ ലീനിയറായി കൂടുന്നത് ഗ്രാഫ് ആൻസർ വരുള്ളൂ. അപ്പോൾ എ വരില്ല, ബി വരില്ല. അപ്പോൾ സിഒ ഡിഒ ആണ് കറക്റ്റ് ആൻസർ എന്ന് അതിന് വ്യക്തമായി അല്ലേ. ഇനി ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്കത് കുറച്ചുകൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇനി 200-ന് ശേഷം എന്താണ് സംഭവിക്കുക? അപ് ടു 400 ആണ് അല്ലേ. അടുത്ത പാർട്ട് നോക്കൂ, ഇവിടെ ആക്സലറേഷൻ ഇൻക്രീസസ് ലീനിയർലി ആണ് വരേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻസ് സി ആണോ ഡി ആണോ എന്നാണ് നമുക്ക് സംശയം. അപ്പോൾ അതിൽ നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 200 മീറ്റർ മുതൽ 400 മീറ്റർ വരെയുള്ള ദൂരം നോക്കൂ. 200 മീറ്റർ 400 മീറ്റർ വരെയുള്ള പൊസിഷന്റെ മാറ്റം ഒന്ന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ. അവിടുത്തെ dv/dx 0 ആയിരിക്കും, കാരണം വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. dv/dx ഈസ് 0. dv/dx 0 ആയതുകൊണ്ട് ആക്സലറേഷൻ 0 ആയിരിക്കണം. അപ്പോൾ തന്നെ കിട്ടിയ ഓപ്ഷൻ സി അല്ല. സിയിൽ ആക്സലറേഷൻ 0 അല്ല, സിയിൽ ആക്സലറേഷൻ നോൺ 0 ആണ്. 18 എന്ന് എഴുതിയിട്ടുണ്ട്, 18 അല്ല. അപ്പോൾ ആൻസർ ഡി ആണെന്ന് വ്യക്തമായി. ആൻസർ ഈസ് ഡി. എന്നാലും നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ്. ആദ്യത്തെ പാർട്ടിലേക്ക് തിരിച്ചു വരിക. 0 to 200 മീറ്റർ നോക്കൂ. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതുക. എന്താണ് ഈ പാർട്ടിന്റെ സ്ലോപ്പ്? സ്ലോപ്പ് dy/dx അല്ലേ. ദാറ്റ് ഈസ് 50 minus 10 divided by 200. That is 40 divided by 200. That is 1/5. സ്ലോപ്പ് 1/5 ആണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയൂ. y is equal to mx plus c അല്ലേ. ആ y ആക്സിസിൽ എന്താണ്? v. സ്ലോപ്പാണ് m. m എത്രയാ? 1/5 ഇൻറ്റു എക്സ് ആക്സിസിൽ x അല്ലേ, പ്ലസ് y ഇന്റർസെപ്റ്റ് എത്രയാ? y ഇന്റർസെപ്റ്റ് 10 ആണ്. സോ v is equal to x/10, x/5 plus 10 ആണ്. v equal to മേലെ v equal അവിടെ അല്ലേ, ഇവിടെ അല്ലേ. v equal to x/5 plus 10 ആണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ x equal to 0-യിൽ വിയുടെ വാല്യൂ എത്രയായിരിക്കും? 10 ആയിരിക്കുമല്ലോ. x equal to 0-യിൽ 10 ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി ഈക്വൽ ടു x/5 plus 10. ഓക്കെ, ഇനി ഇതിന്റെ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കുക? v into dv/dx. അപ്പോൾ അതിന് dv/dx എഴുതുക. വാട്ട് ഈസ് dv/dx? dv/dx is equal to what? 1/5 ആണ് അല്ലേ. dv/dx 1/5 ആണ്. dv/dx 1/5. സോ a equal to v into dv/dx ആണ്. v എത്രയാ? x/5 plus 10 അല്ലേ, into 1/5. That implies a equal x/25 plus അല്ലേ, 5 കൊണ്ട് എടുക്കുക. x/25 plus 10/5 2 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല കിട്ടി. a equal to x/25 plus 2. ഇനി x-ന് 0 കൊടുക്കുക. x-ന് 0 കൊടുത്താൽ a-യുടെ വാല്യൂ എത്ര കിട്ടും? 2 കിട്ടും. ശരിയല്ലേ? a-യുടെ വാല്യൂ 2 ആണല്ലോ. ആണ്. ഓക്കെ, അത് പക്ഷെ ഓപ്ഷൻ സിയിലും ഡിയിലും ഉണ്ട്. പക്ഷെ ഡി മാത്രം കറക്റ്റ് ആവാൻ കാരണം 200 മുതൽ 400 വരെയുള്ള പൊസിഷന്റെ മാറ്റത്തിൽ ആക്സലറേഷന്റെ വാല്യൂ 0 ആയതുകൊണ്ടാണ്. മനസ്സിലായല്ലോ?
നല്ല ചോദ്യമാണ് കേട്ടോ, നന്നായിട്ട് അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കൂ. അടുത്ത പാർട്ട് എളുപ്പമാണല്ലോ, ഡി വി ബൈ ഡി എക്സ് ആണ് വി എക്സ് ഗ്രാഫിന്റെ സ്ലോപ്പ്. സ്ലോപ്പ് ഇല്ലാത്തത് കൊണ്ട് ആക്സലറേഷൻ 0. ഓക്കെ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15ാമത്തെ ചോദ്യം അടുത്ത കേട്ടോ. വെലോസിറ്റി ഓഫ് ബോഡി റിലേറ്റഡ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗിവൺ ബൈ x is equal to x is given by v equal to root of 5000 plus 24x, then acceleration in meter per second square. ഇതും വളരെ നല്ലൊരു ചോദ്യമായിട്ട് തോന്നി. വെലോസിറ്റി ഈക്വൽ ടു പലതരത്തിൽ ചെയ്യാം. 5000 പ്ലസ് 24x. ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, എക്സും വിയും റിലേഷൻ നോക്കൂ. വിയുടെ പവർ 1, എക്സിന്റെ പവർ 1/2 ആവില്ല അല്ലേ? അതിനൊന്ന് സ്ക്വയർ ചെയ്താലോ, വി സ്ക്വയർ ഈക്വൽ ടു 24x പ്ലസ് 5000 അല്ലേ? അപ്പൊ ഇത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax ഫോർമാറ്റ് അല്ലേ? എന്ന് വെച്ചാൽ ഇതെന്താ? ഇത് കൈനമാറ്റിക് ഇക്വേഷൻ ആണ്. കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വിയും എക്സും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കണം. ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് ആൻസർ കിട്ടി കഴിഞ്ഞു. 2a ആണ് 24. 2a ഈക്വൽ ടു 24. സോ a ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി അതല്ലാതെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു മുമ്പ് ചെയ്ത ചെയിൻ റൂൾ ഫോർമുല ഡി വി ബൈ ഡി എക്സ്. വി എത്രയാ? റൂട്ട് ഓഫ് 5000 പ്ലസ് 24x ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്താ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് അല്ലേ? 1/2 റൂട്ട് എക്സ് ഇൻറ്റു എക്സിന്റെ കോയഫിഷ്യന്റ് വേണ്ടേ? എക്സിന്റെ കോയഫിഷ്യന്റ് എത്രയാ? 24. അപ്പൊ തന്നെ ഇത് ക്യാൻസലായി. 24/2 12 അല്ലേ? അപ്പോഴും 12 കിട്ടി. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ കമ്പയർ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെ ചെയ്യാം. നല്ല ചോദ്യമാണ് കേട്ടോ, 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി തന്ന് അതിൽ നിന്ന് വി ഡി വി ബൈ ഡി എക്സ് യൂസ് ചെയ്ത് ആക്സലറേഷൻ കണ്ടുപിടിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഒത്തിരി കാലമായിട്ട് ഒരുപാട് പേപ്പറുകളിൽ കാണുന്ന ചോദ്യമാണ്. ബലൂൺ മൂവിങ് അപ്വേർഡ് വിത്ത് യൂണിഫോം വെലോസിറ്റി 10 meter per second. Object of finite mass is dropped from the balloon when it was at a height of 75 meter. 75 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ കോൺസ്റ്റന്റ് വെലോസിറ്റി 10 meter per second ബലൂൺ ഇങ്ങനെ പൊന്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് 75 മീറ്റർ എത്തുമ്പോൾ ഒരു കല്ല് അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ്. ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു, അത് ഗ്രൗണ്ടിൽ വന്ന് വീഴാണ്. അപ്പോഴും ശ്രദ്ധിക്കണം, ബലൂൺ 10 meter per second സ്പീഡിൽ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കല്ല് ബലൂണിൽ നിന്ന് ഇടുന്ന മൊമെന്റിൽ കല്ലിന്റെ വെലോസിറ്റി 10 meter per second ആയിരിക്കും. ബലൂണിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ആ ഇൻസ്റ്റന്റിൽ കല്ലിന്റെ വെലോസിറ്റി ബലൂണിന്റെ വെലോസിറ്റിയോട് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. ബലൂൺ 10 meter per second മുകളിലേക്ക് പോകുമ്പോൾ ബലൂണിനോടൊപ്പം കല്ലും 10 meter per second മുകളിലേക്ക് പോയി തുടങ്ങും. പക്ഷേ പ്ലാറ്റ്ഫോം നഷ്ടപ്പെട്ട കല്ല് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ താഴേക്ക് ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. എർത്തിന്റെ സെന്ററിലേക്ക്, ഗ്രൗണ്ടിലേക്ക് ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്ക് ആയതുകൊണ്ട്, ഇനേർഷ്യ ഉള്ളത് കൊണ്ട് അത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് വെലോസിറ്റി, ഇനീഷ്യലി വെലോസിറ്റി മുകളിലേക്കും ആക്സലറേഷൻ താഴേക്കുമായിരിക്കും. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് വെലോസിറ്റി കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ റെസ്റ്റിലായിരിക്കും. ആ ഇൻസ്റ്റന്റിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ അപ്പോഴും അതിന്റെ ആക്സലറേഷൻ താഴേക്ക് തന്നെ ആയിരിക്കും. മനസ്സിലായോ? പിന്നീട് അങ്ങോട്ട് വെലോസിറ്റിയും ആക്സലറേഷനും ഒരേ ഡയറക്ഷനിലായിരിക്കും. കണ്ടോ, ഇങ്ങനെ കീറി മുറിച്ച് ഓരോ സ്റ്റെപ്പും പരിശോധിച്ച് പഠിച്ചാൽ അടുത്ത പേപ്പർ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. പക്ഷെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? കമന്റ് ചെയ്യൂ. ഇടയ്ക്ക് തംസപ്പ് ഒക്കെ തരൂ, നിങ്ങളുടെ പ്രസൻസ് അറിയിക്കൂ. അപ്പോൾ ബലൂൺ ഒന്നുകൂടി പറയാം, 10 meter per second ബലൂൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 75 മീറ്റർ മുകളിലെത്തുമ്പോൾ ആ ബലൂണിൽ നിന്നൊരു കല്ലിനെ കയ്യിൽ നിന്ന് വിടുന്നു. ഓക്കെ, ആ കല്ല് ബലൂണിനോടൊപ്പം തുടക്കത്തിൽ മുകളിലേക്ക് പോകാൻ തുടങ്ങുമെങ്കിലും അത് റിട്ടാർഡ് ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ട് അത് മുകളിൽ പോയി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വീഴും. ഈ അവസരത്തിൽ എത്ര സമയം കൊണ്ടാണ് കല്ല് താഴെ വീഴുക എന്ന് കണ്ടുപിടിച്ചാൽ അത്രയും സമയം കൊണ്ട് ബലൂൺ എത്ര ദൂരം മുകളിലേക്ക് എത്തി എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല.
അപ്പോൾ എത്ര സമയം കൊണ്ട് കല്ല് താഴെ വീണു എന്ന് നമുക്ക് ആ കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് കാണുമായിരിക്കും എളുപ്പം. ഏത് ഫോമിൽ യൂസ് ചെയ്യണം? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ തരത്തിലുള്ള ചോദ്യമൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? ബലൂണും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇങ്ങനെയാണ് ബലൂൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിലെത്തിയപ്പോഴാണ് കല്ലിനെ വിടുന്നത്. കല്ല് പക്ഷെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് താഴേക്ക് വീഴുക. ഇവിടെ കല്ല് വിടുന്ന സമയം 0 ആണെങ്കിൽ T0th സെക്കൻഡിലാണ് കല്ല് ഗ്രൗണ്ടിൽ വീഴുക. ആ സമയമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആ കല്ലിന്റെ ജേണി എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് താഴേക്കാണ്. ഫൈനലി താഴേക്ക് എത്തും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. -75 ആണ് T=0 മുതൽ T=T0 വരെ കല്ലിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. +75 അല്ല, യു ഗെറ്റ് -75. താഴേക്കുള്ള മെഷർമെന്റുകളെല്ലാം കാർട്ടീഷ്യൻ കൺവെൻഷൻ ഉപയോഗിച്ച് മൈനസ് കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. -75 യു എന്ന് പറഞ്ഞാൽ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് മുകളിലേക്ക് ആയതുകൊണ്ട് +10 എന്ന് എഴുതണം. ആ ടി സെക്കൻഡ് കൊണ്ട് ആ കല്ല് താഴെ വീഴുക. T0 സെക്കൻഡ്. ഓക്കെ, പ്ലസ് ഹാഫ് എ മൈനസ് ജി ആണ്. ആക്സലറേഷൻ താഴേക്കാണ്. ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മൈനസ് ഉള്ളത് കൊണ്ട് -12 × 10 × T സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് -75 ഈക്വൽ ടു 10T0 -5T0 സ്ക്വയർ. റീഅറേഞ്ച് ചെയ്താൽ 5T0 സ്ക്വയർ -10T0 -75 അല്ലേ? 5T0 സ്ക്വയർ -10T0 -75 ഈക്വൽ ടു 0 എന്നാണ് കിട്ടിയത് അല്ലേ? ദാറ്റ് ഈസ് T0 സ്ക്വയർ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2T0 -15 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ പ്രോഡക്റ്റ് -5ഉം സമ്മ് -2 കിട്ടണം. ഏതൊക്കെയാ എങ്ങനെ എഴുതാം? T 5 and 3 അല്ലേ? T പ്ലസ് 5 × T -3 ഈക്വൽ ടു 0 എന്ന് എഴുതണം അല്ലേ? +5 -3 തിരിച്ച് ഇത് മൈനസ് ഇത് പ്ലസ്. സോറി, T + 5 T -3 വേണം അല്ലേ? 5 × -3 -15 +5 -3 -2 വരില്ലല്ലോ. ഇത് മൈനസ്. ഞാൻ എഴുതി വീണ്ടും അത് തന്നെ എഴുതി അല്ലേ? ആദ്യത്തേത് മൈനസ്, രണ്ടാമത്തേത് പ്ലസ്. -5 + 3 -2 -5 × +3 -15. അപ്പോൾ T ക്യാൻ ബി ഐദർ 5 ഓർ T ക്യാൻ ബി -3. ഈ ടൈമിന്റെ നെഗറ്റീവ് റൂട്ട് ഫിസിക്സ് അനുവദിച്ചു തരുന്നില്ല. മാത്തമാറ്റിക്സ് നമ്മളോട് പറയുന്നുണ്ട് 2 റൂട്ട് ഉണ്ട്, 2 ടൈം പോസിബിൾ ആണ്. പക്ഷെ ഫിസിക്സിൽ ആ ടൈം നെഗറ്റീവ് പോസിബിൾ അല്ല. കാരണം 0-യിലാണ് ടൈം തുടങ്ങുന്നത് നമ്മുടെ അസംഷൻ. അപ്പോൾ T = 5 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ടാണ് അത് താഴത്ത് വീഴുക. ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് വരാം. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചത്. ഗ്രൗണ്ടിൽ നിന്ന് കല്ല് നിലത്ത് വീഴുമ്പോൾ ബലൂൺ എത്ര ഉയരത്തിലാണ്? ബലൂൺ അപ്പോഴേക്കും ഇതാ ഇത്ര ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദൂരം എത്രയാ? അഡീഷണൽ ദൂരം എത്രയാ? അത് 10 × ഇവിടെ നിന്നല്ലേ കല്ല് വിട്ടത്. കല്ല് വിട്ടപ്പോൾ മുതൽ 5 സെക്കൻഡ് കൊണ്ട് കല്ല് താഴത്തെത്തി. ആ 5 സെക്കൻഡ് കൊണ്ട് ബലൂൺ എത്ര ദൂരം പോയി? 10 × 5 50 മീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, അടിയിൽ നിന്ന് എത്ര ഉയരത്തിൽ നിന്നാണ് വിട്ടത്? 75 അല്ലേ? അപ്പോൾ 50ഉം 75ഉം കൂടി ആഡ് ചെയ്യണം. 125 മീറ്റർ ഉയരം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലത്തെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. 16ാമത്തെ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 17. ബോൾ ഈസ് ത്രോൺ അപ്പ് വിത്ത് സർട്ടൻ വെലോസിറ്റി സോ ദാറ്റ് ഇറ്റ് റീച്ചസ് ഹൈറ്റ് h. ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു, അത് h ഉയരം വരെ എത്തുന്നു എന്ന് പറഞ്ഞാൽ h ഉയരത്തിൽ എത്തുമ്പോൾ അത് നിന്നു പോകുന്നു എന്നാണ്. ഇറ്റ് സ്റ്റോപ്സ് അറ്റ് ഹൈറ്റ് h വെൻ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് സർട്ടൻ സ്പീഡ് ഫ്രം ഗ്രൗണ്ട്. Find the ratio of 2 different times of the ball reaching h/3 in both direction. ഇത് 2021 ചോദിച്ച ചോദ്യമാണെന്ന് പറയുന്നു. 22-ലാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. 22-ലും ചോദിച്ചിട്ടുണ്ട്. 22-ൽ എന്തായാലും ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി 21-ലും ഉണ്ട് എന്നതിൽ കാണുന്നുണ്ട്. ഇത് 2017 APMDക്ക് ചോദിച്ചതായിട്ട് എനിക്കറിയാം. സെയിം ചോദ്യം. ഇത് എളുപ്പം ചെയ്യുന്ന ഒരു വഴി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കാൽക്കുലേഷൻസ് ആവശ്യമില്ല. നമുക്ക് ആ ഷോർട്ട് കട്ട്, 1-2 ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചാൽ മതി. അതിന് വേണ്ട ചില കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തുനിന്ന് ഒരു കല്ല്
മുകളിലേക്ക് എറിയണം. ഇവിടെ വരെ ആ ടോട്ടൽ ഹൈറ്റ് ആണ് h. അതിനെ നിങ്ങൾ ആദ്യം 3 ഡിവൈഡ് ചെയ്യുക, 3 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. h/3 h/3 h/3. അപ്പൊ ഇത് ഫസ്റ്റ് h/3, ഇതാണ് സെക്കൻഡ് h/3. ഇതൊന്നും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരില്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതേ ടൈപ്പ് ചോദ്യം വന്നാൽ നല്ല പെർഫെക്റ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കല്ല് ഇവിടുന്ന് മുകളിലേക്ക് എറിഞ്ഞു, അത് ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു സമയത്ത്, പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിയപ്പോൾ അത് റസ്റ്റിലായി, വെലോസിറ്റി 0 ആയി. ഇവിടുന്ന് u സ്പീഡിൽ എറിഞ്ഞു, തിരിച്ച് താഴെ വരുമ്പോൾ അതേ സ്പീഡ് തന്നെ വരിക. തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അതേ സ്പീഡാണ്. നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ് പരിഗണിച്ചാൽ സ്പീഡ് കുറയും, അത് വേണ്ട, പരിഗണിക്കേണ്ട കാര്യമില്ല ഇവിടെ. അപ്പോൾ ഇവിടെയും കണ്ട ഓരോ സ്ഥലത്തും ഒരേ വെലോസിറ്റി ആയിരിക്കും, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്കുമാണെന്ന് മാത്രം. ഓക്കെ, ഒരേ ദൂരം കവർ ചെയ്യുന്ന ടൈം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ആദ്യം പറയാം. റസ്റ്റിൽ നിന്ന് താഴേക്ക് വീഴുകയാണെന്ന് ചിന്തിക്കുക, ഞാൻ ഷോർട്ട് കട്ട് പഠിപ്പിക്കുകയാണ്. റസ്റ്റിന് താഴേക്ക് വീഴുന്നു, ഇവിടുന്ന് ഇവിടെ വരെ എത്ര സമയം എടുക്കുക? ഇവിടുന്ന് h/3 ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? √2h/g അല്ലേ? ഈ സമയങ്ങളുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ വരെ എടുക്കാനുള്ള സമയം 1 ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇവിടെ വരെ റസ്റ്റിൽ നിന്ന് കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോവാം. ടോട്ടൽ ഡിസ്റ്റൻസിനെ 3 ഈക്വൽ പാർട്ടുകളായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ NCERT സോൾഡ് എക്സസൈസ് ഉണ്ട് NCERT-ക്കകത്ത്. ഓക്കെ, ഗലീലിയൻ ലോഡൊക്കെ ചേർന്ന് എഴുതിയിട്ടുണ്ട്. നോക്കുക, ആദ്യത്തെ പാർട്ട് സഞ്ചരിക്കാൻ 1 സെക്കൻഡാണ് എടുത്തതെങ്കിൽ അടുത്ത പാർട്ട് സഞ്ചരിക്കാൻ √2 - √1 സെക്കൻഡ്സ് ആണ് എടുക്കുക. അടുത്ത പാർട്ട് സഞ്ചരിക്കാൻ √3 - √2 ആണ് എടുക്കുക. അത് തന്നെയാണ് മേലേക്ക് പോകുമ്പോഴും എടുക്കുക. √3 - √2, √2 - √1, 1. ഇത്രയേ ഉള്ളൂ. ഇനി ടൈം ഇത് നമ്മുടെ മനസ്സിലുണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഉത്തരാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് എത്ര സമയം എടുക്കും? √3 - √2. ആ ടൈമിന്റെ റേഷ്യോ നമുക്ക് വേണ്ടത് നോക്കൂ. ഫൈൻഡ് റേഷ്യോ ഓഫ് 2 ഡിഫറെന്റ് ടൈംസ് ഓഫ് ദി ബോൾ റീച്ചിങ് h/3 ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ആദ്യം h/3 ഇവിടെ എത്തി അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം, അതാണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. ഇനി ഇവിടെ നിന്ന് പോയി തിരിച്ച് വീണ്ടും ഇവിടെ എത്തുന്നത് വരെയുള്ള ടോട്ടൽ ടൈം. അപ്പോൾ ഈ ടൈമുകളെല്ലാം കൂടി ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണം? ഇവിടുന്ന് ആഡ് ചെയ്യാൻ തുടങ്ങും. √3 - √2 വേണം, പിന്നെയോ √2 - +√2 - √1 1 എന്ന് എഴുതി. ഇവിടെ ഒരു 1 ഉണ്ട്, +1. അത് പോരാ കേട്ടോ, തിരിച്ചു വരുമ്പോൾ വീണ്ടും +1 എടുക്കണം. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, വീണ്ടും ഒരു +1 ഉണ്ട്. ഇനിയോ വീണ്ടും +2 - -1 ഉണ്ട്. അത്രയും മതി. ഇനി ആഡ് ചെയ്ത്, കാരണം ഇവിടെ വരെ എത്തിക്കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോൾവ് ചെയ്യൂ. അടിയിലത്തെ ഈ +√3 ഇവിടെ നിൽക്കും, -√2 +√2 ക്യാൻസൽ, -1 +1 ക്യാൻസൽ, +1 -1 ക്യാൻസൽ. അപ്പോൾ എത്ര കിട്ടുക? √3 - √2 ഡിവൈഡഡ് ബൈ √3 + √2. നോക്കൂ, എത്ര രസമുള്ള ഒരു ആൻസറാന്ന് നോക്കൂ. ഇത് വീണ്ടും ഈ കൺസെപ്റ്റ് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഓർമ്മിച്ചിരിക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റ് റസ്റ്റിൽ നിന്ന് ഫ്രീ ഫോൾ ആണെങ്കിൽ, ആണെങ്കിൽ അത് സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെ തുല്യമായ ഡിസ്റ്റൻസുകളാക്കി ഡിവൈഡ് ചെയ്യുക. മൊത്തം 10 മീറ്റർ ഉണ്ടെങ്കിൽ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ, അല്ലെങ്കിൽ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസിനെ തുല്യമായ ഡിസ്റ്റൻസ് ഇന്റർവെല്ലുകൾ ആക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ ഓരോ ഡിസ്റ്റൻസ് ഇന്റർവെല്ലിൽ, ഈക്വൽ ഡിസ്റ്റൻസ് ഇന്റർവെല്ലിലും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം റസ്റ്റിൽ നിന്നായിരിക്കണം. എങ്കിൽ 1:√2 1 √3 √2. അടുത്തതോ √4 1 √2 - √1 √3 - √2 √4 - √3 √5 - √4. അങ്ങനെ എഴുതിപ്പോ കേട്ടോ. അതായിരിക്കും ആ റേഷ്യോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഷോർട്ട് കട്ട് പോലത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. When a vector a equal to 2i plus 3j plus 2k is subtracted from a vector b. A vector a equal to 2i plus 3j plus 2k is subtracted from vector b. So vector is subtracted from vector b. Vector b minus vector a gives a vector equal to 2j cap. So vector b എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അതാണ് ചോദിച്ചത്. മൈനസ് വെക്ടർ എ എന്താണ്? 2y plus 3j plus 2k.
ഓക്കെ, അപ്പോൾ വെക്ടർ ബി ഈക്വൽ ടു 2j അങ്ങനെ തന്നെ ഇടുക. ഇവിടെ -2y അതർ സൈഡിൽ എത്തുമ്പോൾ +2y ആയി. -3 ആണ് ഓൾറെഡി ഉള്ളത്, അത് +3j ആവും അല്ലെ. -2k ആണ്, അത് +2k അല്ലെ. ദാറ്റ് ഈസ് 2y + 5j 5 ആണ് +2k വരും. 2j മാത്രമല്ലേ മാറുള്ളൂ, അത് 5j ആവും. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ബിയുടെ മോഡുലസ് ആണ് ചോദിച്ചത്. ഒരു വെക്ടറിന്റെ മോഡുലസ് എങ്ങനെ എഴുതുക? സ്ക്വയർ റൂട്ട് ഓഫ് ax² + ay² + az² 2² + 5² + 2². That implies square root of 4 + 25 + 4. That implies square root of 25 4 29 4 33 √33 എന്നാണ് ആൻസർ വരുന്നത്. √33. ഇതിൽ നിർഭാഗ്യവശാൽ ഇതിൽ ഓപ്ഷൻസിൽ ഇല്ല. ഇത് ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ആൻസർ കറക്റ്റ് ആൻസർ √33 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ മാറ്റി √33 നോക്കാം, പ്രശ്നം തീർന്നു. ഓക്കെ, അതിൽ ശ്രദ്ധിച്ചില്ല, അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സാരമില്ല, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. താങ്ക് യു. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. 2 vectors, vector p and vector q, are perpendicular to each other. 2 vectors perpendicular ആണ്. They are called orthogonal vectors. Value of m will be. ഇതിൽ വെക്ടർ p എന്താണെന്ന് നോക്കൂ. വെക്ടർ p i + 2mj + mk, q 4i - 2j + mk ആണ്. ഈ 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ 2 വെക്ടേഴ്സിനെ നമുക്ക് ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒക്കെ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേപോലെ, ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ പി ആൻഡ് വെക്ടർ ക്യൂ ആർ പെർപെൻഡിക്കുലർ, സോ ദെയർ ഡോട്ട് പ്രോഡക്റ്റ് ഇസ് 0. അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? i + 2mj + mk എഴുതിക്കോളൂ. ഡോട്ട് 4i - 2j + mk = 0. ഇനി ഡോട്ട് എടുക്കാം. i dot i 1 × 4 4. 2m dot -2j അല്ലേ, j dot j 1 ആണ്. 2m × -2 -4m. ഇനി mk ഉണ്ട്, ഇവിടെ mk ഉണ്ട്, പ്ലസ് m² = 0 ആണ് അല്ലേ. ദാറ്റ് ഈസ് m² - 4m + 4 = 0. അപ്പൊ എന്താ ഇത് വരിക? m - 2 × m - 2, that is m - 2 whole square = 0 എന്നല്ലേ ഇത് എന്റെ ഇക്വേഷൻ അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +4ഉം ആഡ് ചെയ്യുമ്പോൾ -4. അപ്പോൾ m - 2 × m - 2 ആണ്, ഹോൾ സ്ക്വയർ ആണ്. ശരി, ദാറ്റ് ഈസ് m - 2 = 0 ആൻഡ് m is equal to +2. m is equal to +2. So option B is the right choice. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 20ാമത്തെ ചോദ്യം. Question 20. Vector P and vector Q are given. Unit vector in the direction of vector P cross vector Q is 1/x × √3i + j - 2√3k. Value of x is. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് എനി വെക്ടർ. ഇപ്പോൾ വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ a cap is equal to vector a by mod vector a. നമുക്കിവിടെ വേണ്ടത് പി ക്രോസ് ക്യൂവിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ പി ക്രോസ് ക്യൂ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ പി ക്രോസ് ക്യൂ ചെയ്താൽ മതി. സോ യൂണിറ്റ് വെക്ടർ n cap is equal to പി ക്രോസ് ക്യൂ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ പി ക്രോസ് ക്യൂ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം പി ക്രോസ് ക്യൂ ചെയ്യണം. പിയും ക്യൂ അറിയാം. പി ക്രോസ് ക്യൂ എങ്ങനെ എഴുതാം നോക്കൂ. പി ക്രോസ് ക്യൂ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതാം i j k. പി ആദ്യം എഴുതാൻ മറക്കില്ലല്ലോ. 3x കോഎഫിഷ്യന്റ്, അത് y-യുടേത് √3 ആണ്, z-ന്റേത് 2 ആണ്. പിന്നെയാണ് ക്യൂ എഴുതേണ്ടത്. x-ന്റേത് 4, y-യുടേത് വീണ്ടും √3, z-ന്റേത് 2.5. ഒക്കെ പ്ലസ് ആണെന്നുള്ള ഉറപ്പിക്കുക, എഴുതിയത് തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പിക്കുക. ദാറ്റ് ഈസ് പി ക്രോസ് ക്യൂ ഈക്വൽസ് ഐ ഉൾക്കൊള്ളുന്ന, വേഗം ചെയ്യുമ്പോൾ അതൊക്കെ വേഗം അങ്ങ് ചെയ്തു പോവാം. ഞാനത് പറയുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ,
ഐ ക്യാപ് ഉൾക്കൊള്ളുന്ന കോളവും ഐ ക്യാപ് ഉൾക്കൊള്ളുന്ന റോയും ഹൈഡ് ചെയ്യുക. ബാക്കിയുള്ളതിനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാമല്ലോ മെത്തേഡ്. √3 into 2.5, that is 2.5 √3. 2.5 √3 minus 2 √3. അടുത്തത് എഴുതുമ്പോൾ മൈനസ് ജെ ക്യാപ് ഇൻറ്റു ഓൾട്ടർനേറ്റ്ലി പ്ലസ് ആൻഡ് മൈനസ് ആണല്ലോ. ജെ ഉൾക്കൊള്ളുന്ന കോളം റോ ഹൈഡ് ചെയ്യുക. 3 into 2.5 23 എഴുതുന്നു. 7.5 minus 4 into 2 8 ആണ് കേട്ടോ. പ്ലസ് കെ ക്യാപ് ഇൻറ്റു അത് ഉൾക്കൊള്ളുന്ന കോളവും റോയും ഹൈഡ് ചെയ്തു. 3 √3. 3 √3 minus 4 √3. മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരാണ്. അടുത്ത് 2.5 √3 minus 2 √3. √3 കോമൺ ആണ്. 2.5 2.5 നിന്ന് 2 പോയി, അരയാണ് അല്ലേ. ദാറ്റ് ഈസ് √3/2 ഐ ക്യാപ് എന്ന് കിട്ടി. ഇവിടെ ഒരു മൈനസ് അധികം വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ് ആവുക. ഇത് 7.5 ആണ്, ഇത് 8 ആണ്. അപ്പൊ അരയല്ലേ. അപ്പോൾ 1/2 ജെ ക്യാപ് പ്ലസ് ആണ്. അടുത്തത് 3 √3 minus 4 √3 ആണ്. മൈനസ് വരും അല്ലേ. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കെ അല്ലേ. കെ 3 √3 minus 4 √3. ശരി. അപ്പോൾ -1 √3 -1 √3 കെ ക്യാപ് അത് കിട്ടി. അപ്പോൾ പി ക്രോസ് ക്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? മോഡുലസ് ഓഫ് പി ക്രോസ് ക്യൂ വേണം അല്ലേ. അതെങ്ങനെ ചെയ്യാം? മോഡുലസ് ഓഫ് പി ക്രോസ് ക്യൂ ഈക്വൽസ് ദ റൂട്ട് ഓഫ് ax² plus ay² plus az², കോഎഫിഷ്യന്റ് സ്ക്വയർ, റൂട്ട് ഓഫ് √3/2 whole square, that is 3/4, plus 1/2 square, that is 1/4, plus √3 square, that is 3. That implies 3/4. 3 1 1 plus 3 4 2 എന്ന് കിട്ടി. മോഡ് പി ക്രോസ് ക്യൂ 2 ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഇനി തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. മോഡ് ഡയറക്ഷൻ ഈസ് എന്താണ് നോക്കാം. അതിനെ എഴുതാം. പി ക്രോസ് ക്യൂ ബൈ മോഡ് പി ക്രോസ് ക്യൂ എന്തായിരിക്കും? √3/2 ഐ ക്യാപ് പ്ലസ് 1/2 ജെ ക്യാപ് മൈനസ് √3 കെ ക്യാപ് ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ മോഡ് പി ക്രോസ് ക്യൂ 2 അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വെക്ടർ പി ക്രോസ് ക്യൂ ഡിവൈഡഡ് ബൈ മോഡ് പി ക്രോസ് ക്യൂ ഈക്വൽസ് ഇന്റിജർ ടൈപ്പ് ആകുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. 1/x റൂട്ട് √3 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് 2 √3 കെ ക്യാപ് ആണ്. 2 √3 കെ ക്യാപ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? ഇത് കമ്പാരബിൾ ഫോമിൽ അല്ലല്ലോ. ഇത് √3 ഐ ആണ്. ഇവിടെ √3/2 ഉണ്ട്. ഇത് 1 ആണ്. ഇവിടെ 1/2 ഉണ്ട്. ഇവിടെ അപ്പൊ എളുപ്പമുണ്ടല്ലോ. ആ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ത്രൂ ഔട്ട് അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണെന്നാ ചോദ്യം. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി എന്നറിയാം. ഒരു 2 ഇവിടെ ത്രൂ ഔട്ട് ഇടുക. ഇവിടെ ഒരു 2 ഇടുക. ഇവിടെ ഒരു 2 ഇടുക. ഇവിടെ ഒരു 2 ഇടുക. അപ്പൊ ഇത് ക്യാൻസൽ ആയല്ലോ. ഇത് ക്യാൻസൽ ആയി. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര? x is equal to 2 into 2, x equal to 2 into 2, 4. Diagonally multiply by x equal to 4. So correct answer is 4. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ചോദ്യം. 2 vectors A and B have equal magnitudes. Magnitude of vector A plus vector B is n times magnitude of vector A minus vector B. Angle between vectors A and B is. രണ്ട് വെക്ടേഴ്സ് എയും ബിയും ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയുടെയും ബിയുടെയും വെക്ടർ സമ്മിന്റെ മാഗ്നിറ്റ്യൂഡ്, എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ അല്ലേ. അതിൽ എയും ബിയും മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈക്വൽസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് തന്നിട്ടുണ്ട്. അതിന് ഞാൻ എ എന്ന് എഴുതുകയാണ് കേട്ടോ എളുപ്പത്തിന്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് ബി എങ്ങനെ എഴുതാം? അപ്പോൾ എ പ്ലസ് ബി എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2a² cos θ. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി നിങ്ങൾ എങ്ങനെ എഴുതും? റൂട്ട് ഓഫ്
എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സെയിം ആണല്ലോ, എയും ബിയും സെയിം അല്ലേ, മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ എന്ന് എഴുതണം. പ്ലസ് 2ab കോസ് തീറ്റ, മറ്റേത് ഡിഫറൻസ് ആയതുകൊണ്ട് മൈനസ് 2ab കോസ് തീറ്റ. അപ്പൊ മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ. ഇനി എന്താ തന്നിരിക്കുന്നത്? മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽസ് n ടൈംസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി എന്നാണ് ഉറപ്പിക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഇസ് n ടൈംസ് ആണ്, n സ്ക്വയർ ആണോ? n ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മൈനസ് ബി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി n ടൈംസ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ആണ്. ത്രൂ ഔട്ട് ഒന്ന് സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോഡ് എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ 2a square into 1 plus cos theta. That is 2a square into 1 plus cos theta equal to n square times 2a square into 1 minus cos theta. Okay, that is 2a square n square into 2a square. That is 2a square plus 2a square cos theta equals 2a square n square. First time open ചെയ്തു minus 2a square n square cos theta. ത്രൂ ഔട്ട് a square ക്യാൻസൽ ചെയ്യാം. നമുക്ക് വേണ്ടത് എന്താണ്? തീറ്റയാണ്, കോസ് തീറ്റയാണ്. അപ്പോൾ 2 cos theta ഹിയർ, 2 cos theta ഉണ്ട് ഹിയർ, മൈനസ് 2n square cos theta ഉണ്ട് അല്ലേ? So 2 cos theta plus 2n square cos theta equal to 2n square. ആ മൈനസ് ലെഫ്റ്റിൽ വരുമ്പോൾ പ്ലസ് ആയി, ആഡ് ചെയ്തു, ഈക്വൽ ടു 2n square മൈനസ് 2 എന്ന് എഴുതാം അല്ലേ? ഇത് കഴിഞ്ഞല്ലോ. കോസ് തീറ്റ കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. 2 cos theta into 2 cos theta into 1 plus n square equal to 2 into n square minus 1. 2 gets cancelled. So cos theta equal to n square minus 1 by n square plus 1. Cos inverse n square minus 1 by n square plus 1. So correct answer is option A. Okay. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. 21ാമത്തത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ 22. A girl standing on road holds her umbrella at 45 degree with the vertical to keep the rain away. A girl standing on road എന്തിനായിരിക്കും? മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ 45 ഡിഗ്രി കുട ചരിക്കുന്നവർ കാറ്റടിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഗേളിനനുസരിച്ച് മഴ പെയ്യുന്നത് ചെരിഞ്ഞിട്ടായതുകൊണ്ടാണ് കുട ചെരിച്ചു പിടിച്ചത്. If she starts running without umbrella with a speed of 15√2 km/h, raindrops hit her vertically. അപ്പോൾ റെയിൻ ഡ്രോപ്പ് വെർട്ടിക്കലായി ഹിറ്റ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് സെയിം ആയിരിക്കണം. അതായത് മഴയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് എത്രയാണോ അതിലായിരിക്കണം ഈ ഗേൾ ഓടുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. മഴയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റിലായിരിക്കണം ഈ പെൺകുട്ടി ഓടുന്നത്. മഴയുടെ വെലോസിറ്റിക്ക്, മഴ ചെരിഞ്ഞാണ് കുട്ടിക്കനുസരിച്ച് പെയ്യുന്നത്. അതിന് 2 റെക്ടാങ്കുലർ കോമ്പോണൻസ് ഉണ്ട്, ഒന്ന് വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലും. 45 ഡിഗ്രിയിലായതുകൊണ്ട് ആ 2 കോമ്പോണന്റുകളും സെയിം ആയിരിക്കും. അതിൽ ഇനി ഓടുമ്പോൾ വെർട്ടിക്കൽ കോമ്പോണന്റ് മാത്രമേ കാണാൻ പാടുള്ളൂ എങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ വെലോസിറ്റി മഴയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ആയിരിക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഓഫ് റെയിൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഗേൾ ആണ്. ഓക്കെ, തീറ്റ 45 ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പോണന്റ് ആർ സെയിം. അപ്പോൾ കുട്ടിയുടെ വെലോസിറ്റി തന്നെയാണ് മഴയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റ്. കുട്ടിയുടെ വെലോസിറ്റി 15√2 ആണ്. മഴയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കോമ്പോണന്റും 15√2 ആണ്. ആംഗിൾ 45 ആയതുകൊണ്ട് വെർട്ടിക്കൽ കോമ്പോണന്റ് 15√2 ആണ്. ആ വെർട്ടിക്കൽ കോമ്പോണന്റ് മാത്രമേ കുട്ടി കാണുന്നുള്ളൂ. സോ ആൻസർ ഈസ് ഓൾസോ 15√2. നല്ല ചോദ്യമാണ്, 2022 ചോദ്യമാണ്. 15√2 തന്നെയാണ് ആൻസർ. പക്ഷെ 15√2 നോക്കുമ്പോൾ ഒറ്റയടിക്ക് ആൻസർ കാണുന്നില്ല. അത് 30/√2 ആണ്. 30/√2. സോ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ചോയ്സ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നുകൂടി പറയണോ? നോക്കൂ, മഴ പെയ്യുന്നത് വരയ്ക്കാം. മഴ പെയ്യുന്നത് കുട്ടിക്കനുസരിച്ച് ചെരിഞ്ഞാണ്. അതാണ്
വെലോസിറ്റി ഓഫ് റെയിൻ. കുട്ടിയെ സംബന്ധിച്ച് മഴ പെയ്യുന്ന അത് അബ്സല്യൂട്ട് വെലോസിറ്റിയാണ്. മഴ ശരിക്കും പെയ്യുന്നത് എങ്ങനെയാണ്? അത് റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദ റെയിൻ ആണ് ഫോർ ദാറ്റ് ഗേൾ, അല്ലേ? ആ ഗേളിന് മാത്രമല്ല, ആ ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം കാറ്റടിക്കുക എന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ടി മാത്രമല്ലല്ലോ കാറ്റടിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടി സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശരി, ആ കുട്ടിക്ക് മാത്രം മഴ പെയ്യുന്നത് ചെരിഞ്ഞിട്ടായിരിക്കും, അവിടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കുത്തനെയായിരിക്കും പെയ്യുക. അതുകൊണ്ടാണല്ലോ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കാറ്റൊന്നും ഇല്ലെങ്കിൽ പോലും കുട മുമ്പോട്ട് പിടിക്കുന്നത് നനയാണ്ടിരിക്കാൻ. അവിടെ നിൽക്കുന്നവർ കുട കുത്തനെയല്ല പിടിക്കുക. കുട്ടി ചെരിച്ചല്ലോ എന്ന് കരുതി അവിടെ നിൽക്കുന്നവർ കുട ചെരിച്ചു കഴിഞ്ഞാൽ അവർ നനയുക ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മഴയുടെ ശരിക്കും വെലോസിറ്റി തന്നെയാണ്. അതിനെ 2 റെക്ടാങ്കുലർ കോമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യും. ഒന്ന് വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലുമാണ്. ഒന്ന് വെർട്ടിക്കലും മറ്റൊന്ന് ഹൊറിസോണ്ടലും. ഓക്കെ, അപ്പൊ കുട്ടിക്കനുസരിച്ച് ഏത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? വെർട്ടിക്കൽ കോമ്പോണന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് 45 ആണ്, 45 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും 45 അതുകൊണ്ട്. അപ്പോൾ ഈ കോമ്പണന്റ് ഈക്വൽ ആയിരിക്കണം. ഈ കോമ്പണന്റ് വി ആണെങ്കിൽ ഇത് V0 ആണെങ്കിൽ ഇതും V0 ആയിരിക്കണം. ഇരിക്കണ്ടേ? അതിൽ കുട്ടി ഓടുന്നത് എത്ര സ്പീഡിലാണ് ഇത് മാത്രമേ കാണുന്നുള്ളൂ. അത് 15√2 ആണല്ലോ. അപ്പൊ ഇതും 15√2 തന്നെ ആയിരിക്കണം. അതാ ചോദിച്ചത്. സോ ആൻസർ 15√2 30/√2 ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. 23ാമത്തെ ചോദ്യം. സ്പീഡ് ഓഫ് സ്വിമ്മർ 4 km/h in still water. Swimmer makes his strokes normal to flow of river of width 1 km. He reaches the point 750 meter downstream opposite bank. Speed of river. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്വിമ്മർ മേക്സ് ഹിസ് സ്ട്രോക്സ് നോർമൽ ടു ദി റിവർ ഫ്ലോ എന്നാണ്. ആ റിവർ ഫ്ലോയ്ക്ക് നോർമൽ ആയിട്ടാണ് സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നത്. സ്വിമ്മർ സ്ട്രോക്സ് അപ്ലൈ ചെയ്യുക റിവർ ഫ്ലോയ്ക്ക് നോർമൽ ആയിട്ടാണ്. റിവർ ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണെന്ന് വിചാരിക്കുക കേട്ടോ. അവിടെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. റിവർ ഫ്ലോ വെസ്റ്റിൽ നിന്നും ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണ് റിവർ ഫ്ലോ ചെയ്യുക. ദാറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് റിവർ വെലോസിറ്റി. ഇനി ഈ കുട്ടി സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ സ്ട്രോക്സ് അപ്ലൈ ചെയ്യുക? നോർമൽ ടു ദ റിവർ കറന്റ്. ദാറ്റ് ഈസ് ദ വെലോസിറ്റി. സ്ട്രോക്സ് അപ്ലൈ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സ്വിമ്മിങ് എഫിഷ്യൻസിയാണ്. സ്റ്റിൽ വാട്ടറിൽ എത്ര വേഗതയിൽ അയാൾക്ക് റിവറിലൂടെ ആ സ്റ്റിൽ വാട്ടറിലൂടെ നീങ്ങിപ്പോകാൻ കഴിയും, എത്ര വേഗതയിലാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക, സ്റ്റിൽ വാട്ടറിൽ എത്ര വേഗത്തിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളത് സ്റ്റിൽ വാട്ടറിൽ എത്ര വേഗതയിലാണ് സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ മെഷറാണ്. അതാണ് സ്റ്റിൽ വാട്ടർ വെലോസിറ്റി അഥവാ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ അയാളുടെ ബോഡി ഇങ്ങനെയാണ് വെച്ച് സ്ട്രോക്സ് അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് അയാൾ സ്ട്രോക്സ് അപ്ലൈ ചെയ്യുക. പക്ഷെ നമുക്കറിയാം പുഴയ്ക്ക് വെലോസിറ്റി ഉള്ളത് കൊണ്ട് അയാള് നീന്തപ്പെടുക ഇങ്ങനെ ഒരു ഡയറക്ഷനിലായിരിക്കും. പക്ഷെ അയാൾ അപ്പോഴും അയാളുടെ ബോഡി വെച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കും കേട്ടോ. സോറി, നോക്കൂ, ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെയല്ലേ നിന്നിരുന്നേ? അപ്പോൾ അയാളുടെ ബോഡി ഇങ്ങനെയാണ് നിന്നിരുന്നത്. അയാൾ സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നത് അങ്ങോട്ടാ, പക്ഷെ അയാൾ ഇങ്ങനെയായിരിക്കും തുഴഞ്ഞു പോയി ഇവിടെ എത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് അയാൾ നിന്നിരുന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് സ്റ്റിൽ വാട്ടർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോയിരുന്നേനെ. ഇത് സ്റ്റിൽ വാട്ടർ അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് അയാൾ പോവുക. ഓക്കെ, അല്ല അവിടെ നിൽക്കട്ടെ. അപ്പോൾ എത്ര സമയം കൊണ്ടായിരിക്കും ഇയാള് അതർ സൈഡിലേക്ക് എത്തുക? Time to cross is equal to width of the river divided by velocity of man with respect to river ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ നോർമൽ റിവർ കറണ്ടിന് നോർമൽ ആയിട്ടാണ് മെഷർ ചെയ്യുക. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ 2 ബാങ്ക്സ് ആണ് വിഡ്ത്ത്. VMR എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കോമ്പണന്റ് ആണ്. അതാണ് VMR തന്നിരിക്കുന്നത്. എത്രയാ VMR? സ്പീഡ് ഓഫ് സ്വിമ്മർ ഈസ് 4 km/h in still water. വിഡ്ത്ത് എത്രയാ? 750 ആണ്. 750 എന്ന് പറഞ്ഞാൽ എത്രയാ? 750 മുക്കാലല്ലേ? 75% അല്ലേ? 3/4 അല്ലേ? അപ്പൊ 3/4 ഡിവൈഡഡ് ബൈ 4. 3/4 ഡിവൈഡഡ് ബൈ 4 ആണ്. 750 അല്ലേ ഇത്? 750 മീറ്റർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി 4 km/h. 4 കിലോ. ഇത് 750 എന്നുള്ളത് കിലോമീറ്ററിലേക്ക് മാറ്റണം. 0.75 ആണ് അല്ലേ? മീറ്റർ 750 മീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്
0.75. That divided by 0.75 is 3/4 ആണ്. Divided by VMR എത്ര? 4 km/h. 4 km/h. ടൈം ടു ക്രോസ് കിട്ടി. ഇനി സ്പീഡ് ഓഫ് ദ റിവർ ആണ്. എത്ര സ്പീഡിലാണ് റിവർ ഫ്ലോ ചെയ്യുക, എത്ര ദൂരം അയാൾ ഡ്രിഫ്റ്റ് ചെയ്തു. ഡ്രിഫ്റ്റ് ഡി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു ടൈം ക്രോസ്. സോ പ്രശ്നമുണ്ടല്ലോ, ഈ റീച്ച് 750 ആണ്. അപ്പൊ സോറി, അതല്ല, വിഡ്ത്ത് 1 കിലോമീറ്റർ ആണ് കേട്ടോ. ഞാനത് തെറ്റായി എഴുതി, അതുകൊണ്ടാണ്. വിഡ്ത്ത് 750 മീറ്റർ അല്ല, 1 കിലോമീറ്റർ. അപ്പൊ എളുപ്പമായി. 1 കിലോമീറ്റർ ബൈ 4 km/h ആണ്. സോ കിലോമീറ്റർ ക്യാൻസൽസ്, 1/4 അവർ ആണ് കേട്ടോ. ടൈം ടു ക്രോസ് 1/4 അവർ. പ്രശ്നമില്ല. 750 അല്ലേ, 750 അല്ലേ. 750 എന്ന് പറഞ്ഞാൽ 3/4, 750 മീറ്റർ 3/4 കിലോമീറ്റർ. 3/4 കിലോമീറ്റർ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു 1/4 അവർ അല്ലേ. സോ വെലോസിറ്റി ഓഫ് റിവർ ഇസ് ഈക്വൽ ടു 4 ക്യാൻസൽസ് 3 km/h. സോ 3 km/h ആണ് കറക്റ്റ് ആൻസർ. 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻറ്റിജർ ടൈപ്പ് ആണ്. അപ്പൊ ഇത് ഷോർട്ടസ്റ്റ് പാത്തിലാണ് അയാൾ അതർ ബാങ്കിലേക്ക്, ഷോർട്ടസ്റ്റ് ടൈമിലാണ് അയാൾ അതർ ബാങ്കിലേക്ക് എത്തുക. ഷോർട്ടസ്റ്റ് ടൈമിൽ അതർ ബാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് റിവർ ഡയറക്ഷനുമായി 90 ഡിഗ്രിയിൽ സ്ട്രോക്സ് അപ്ലൈ ചെയ്യുന്നത്. റിവറിന്റെ ഫ്ലോയുടെ ഡയറക്ഷനുമായി 90 ഡിഗ്രിയിൽ സ്ട്രോക്സ് അപ്ലൈ ചെയ്താൽ അയാൾ ഡയറക്ട്ലി അതർ ബാങ്കിൽ എത്തില്ല, അയാൾ ഒഴുകി താഴേക്ക് പോവുക ചെയ്യും. അപ്പോൾ അയാൾ ഷോർട്ടസ്റ്റ് ടൈമിലാണ് അതർ ബാങ്കിൽ എത്തുക. എന്നാൽ ഷോർട്ടസ്റ്റ് പാത്തിൽ അതർ ബാങ്കിൽ എത്തണമെങ്കിൽ അയാൾ ഇങ്ങനെ സ്ട്രോക്സ് അപ്ലൈ ചെയ്യണം. അങ്ങനെ അയാൾ ഈ ഡയറക്ഷനിലേക്ക് നേരെ ഓപ്പോസിറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ 2 തരത്തിലാണ് പൊതുവെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മെയിൻസിനൊക്കെ ചോദിക്കാറുള്ളത്. ഒന്നുകിൽ ഷോർട്ട് പാത്ത് അല്ലെങ്കിൽ ഷോർട്ട് ടൈം. ഇതൊരു ഷോർട്ട് ടൈം പ്രോബ്ലമാണ്. നേരെ പുഴയ്ക്ക് അക്കരയ്ക്ക് സ്ട്രോക്സ് അപ്ലൈ ചെയ്താൽ അതിന് താഴേക്ക് ഇത്തിരി ഒഴുകി പോകും, ഡ്രിഫ്റ്റ് ചെയ്ത് പോകും താഴേക്ക്, റിവർ വെലോസിറ്റി ഡയറക്ഷൻ. എത്ര സമയം കൊണ്ട് ക്രോസ് ചെയ്യുന്നു, എത്ര ദൂരം ഒഴുകിപ്പോകുന്നു, അങ്ങനെയൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. രണ്ടാമത്തെ തരത്തിൽ ചെരിഞ്ഞ് മുകളിലേക്ക് നീന്തിയാൽ അയാൾക്ക് നേരിട്ട് അക്കരെ എത്താം. അങ്ങനെ നേരിട്ട് അക്കരെ എത്തിയാൽ, ഡയറക്ട്ലി അറ്റ് ദി അതർ ബാങ്ക് എത്തിയാൽ അയാൾ ഷോർട്ട് പാത്തിലാണ് അയാൾ സ്വിം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് സമയം നഷ്ടമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സമയം ലാഭമാണ്, എന്നാലും ദൂരം കൂടുതലാണ്. അയാൾ നീന്തുന്ന ഡയറക്ഷൻ ഇതാ, അയാൾ ഒഴുകി പോകുന്ന ഡയറക്ഷൻ ഇതാണ് അല്ലേ. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ദൂരം നീന്തി, പക്ഷെ സമയം കുറവാണ്, എഫർട്ടും കുറവാണ്. ഇങ്ങനെ പോയാൽ അധികം സ്ട്രെയിൻഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ചോദ്യമാണ്. 24. A boy can throw stone to maximum height 10 meter. Maximum horizontal distance that the boy can throw the same stone up will be. ഒരാൾക്ക് പരമാവധി 10 മീറ്റർ ഉയരത്തിൽ എറിയാം, അയാൾക്ക് എത്ര ദൂരത്തിൽ എറിയാം, അതിൻ്റെ ഇരട്ടിയായിരിക്കും 20 മീറ്റർ എന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇത് എങ്ങനെയാ ചെയ്യാന്ന് പറയാം. പരമാവധി ഉയരത്തിൽ എറിയണമെങ്കിൽ നേരെ മുകളിലേക്ക് 90 ഡിഗ്രിയിൽ എറിയണം. അപ്പോൾ എച്ച് മാക്സിന്റെ ഫോർമുല എച്ച് മാക്സിമം ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇത് മാക്സിമം ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 90 ആവണം. സൈൻ 91 ആണ്. അപ്പോൾ യു സ്ക്വയർ ബൈ 2g ആണ് കിട്ടുക. എന്നാൽ അയാൾ പരമാവധി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ എറിയണമെങ്കിൽ 45 ഡിഗ്രിയിൽ എറിയേണ്ടത്. ഇത് കുത്തനെ മുകളിലേക്കാണ് ത്രോ. രണ്ടാമത്തെ ത്രോ 45 ഡിഗ്രിയിൽ വേണമെന്ന്, 45 ഡിഗ്രിയിൽ എറിയണം. അപ്പോൾ അതൊരു ഒബ്ലിക് പ്രൊജക്ഷനായി. അതിന്റെ മാക്സിമം ഉയരം ആണ് എച്ച് മാക്സ്. ആ എച്ച് മാക്സ് എത്രയാ? അത് 45 ഡിഗ്രിയിൽ എറിയുമ്പോൾ എച്ച് മാക്സ് അല്ലേ. ആ യു സ്ക്വയർ സൈൻ സ്ക്വയർ 45 ബൈ 2g. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ യു സ്ക്വയർ ബൈ 2g ഇൻറ്റു സൈൻ സ്ക്വയർ 45 1/2 അല്ലേ. യു സ്ക്വയർ ബൈ 2g അല്ലേ ആദ്യത്തെ എച്ച് മാക്സ്, അതിന്റെ പകുതി. ശരിയല്ലേ? അപ്പോൾ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ, നേരെ മുകളിലേക്ക് എറിയുമ്പോൾ അയാൾ എത്ര ഉയരത്തിൽ എറിഞ്ഞു? യു സ്ക്വയർ ബൈ 2g ഉയരത്തിൽ എറിഞ്ഞു. അപ്പോൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ അയാൾക്ക് എത്ര ഉയരത്തിലേ എറിയാൻ കഴിയൂ? അതിന്റെ പകുതി ഉയരത്തിലേ എറിയാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാ ചോദിച്ചത്. എ ബോയ് ക്യാൻ ത്രോ സ്റ്റോൺ അപ് ടു മാക്സിമം ഹൈറ്റ് ഓഫ് 10 മീറ്റർ. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബോയ് ക്യാൻ ത്രോ ദ സെയിം സ്റ്റോൺ അപ് ടു വിൽ ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാള്
തന്നെ മുകളിലേക്ക് എറിയുന്നു. ബോയ് ക്യാൻ ത്രോ സ്റ്റോൺ അപ് ടു മാക്സിമം ഹൈറ്റ് ഓഫ് 10 മീറ്റർ. അപ്പോൾ ആംഗിൾ തീറ്റ 90 ആയിരിക്കണം അല്ലേ? എച്ച് പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റയാണ്. രണ്ടാമത് മാക്സിമം ദൂരത്തിൽ എറിയണമെങ്കിൽ ആ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോഴത്തെ മാക്സിമം ഹൈറ്റ് ആണ് H2, ഇവിടുത്തെ മാക്സിമം ഹൈറ്റ് ആണ് H1. അങ്ങനെ രണ്ട് കേസുകളാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബോയ് ക്യാൻ ത്രോ ദ ബോൾ. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, റേഞ്ച് ആണ്. റേഞ്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. പക്ഷെ തീറ്റ 45 ആണ്, അതുകൊണ്ട് യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 45 ബൈ ജി, ദാറ്റ് ഈസ് യു സ്ക്വയർ ബൈ ജി. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തേത് യു സ്ക്വയർ ബൈ 2g ആണ്, രണ്ടാമത്തെ യു സ്ക്വയർ ബൈ ജിയേ ഉള്ളൂ റേഞ്ച്. അതായത് ആദ്യത്തതിൻ്റെ ഇരട്ടിയാണ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇത് കിട്ടുക. അപ്പോൾ 10ന്റെ ഇരട്ടി ആയിരിക്കും ആൻസർ 20, ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ പലപ്പോഴായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം കൂടി ഉണ്ട്. എ പേഴ്സൺ ക്യാൻ ത്രോ മാക്സിമം 100 മീറ്റർ ഹൊറിസോണ്ടലി, ഹൗ ഹൈ ഹി ക്യാൻ ത്രോ, ദാറ്റ് ഈസ് 50 മീറ്റർ. ആ ചോദ്യമാണിത്, തിരിച്ചു ചോദിച്ചു. രണ്ടാമതൊരു ചോദ്യം ഇന്ന് വേറെ ഉണ്ട്. എ പേഴ്സൺ ക്യാൻ ത്രോ 100 മീറ്റർ ഹൊറിസോണ്ടലി മാക്സിമം, ഹൗ ഹൈ ഹി ഹാസ് ത്രോൺ. അയാൾ എത്ര ഉയരത്തിൽ എറിഞ്ഞിട്ടുണ്ടാവും. അത് ഒരേറേ ഉള്ളൂ. 100 മീറ്റർ ഹൊറിസോണ്ടലി എറിഞ്ഞാൽ ആ എയറിന്റെ മാക്സിമം ഉയരം എത്രയാണ്? 25 മീറ്റർ ആണ് കേട്ടോ. 25 1/4 ആയിരിക്കും. അതിന് ആർ ടാൻ തീറ്റ ഈക്വൽ ടു 4h എന്ന് പറഞ്ഞ് ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കും. റൈറ്റ്. 25ാമത്തെ ചോദ്യം. എ വാട്ടർ ഫൗണ്ടൻ ഓൺ ദി ഗ്രൗണ്ട് സ്പ്രിങ്കിൾസ് വാട്ടർ ഓൾ അറൗണ്ട് ഇറ്റ്. ഇറ്റ്സ് സ്പീഡ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് ഫൗണ്ടൻ ഇസ് v. ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദി ഫൗണ്ടൻ ഈസ്. അപ്പോൾ ഏരിയ കവർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫൗണ്ടൻ സാധാരണ 45 ഡിഗ്രിയിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. കാരണം മാക്സിമം ദൂരത്തിലേക്ക് ആ വെള്ളത്തിന് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി മാക്സിമം ദൂരത്തിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് വാട്ടർ എത്തിക്കണം. ഇപ്പോൾ റേഞ്ചിൻ്റെ ഫോമുല മാക്സിമം ആണ്. റേഞ്ചിൻ്റെ ഫോമുല എന്താ? മാക്സിമം റേഞ്ചിൻ്റെ ഫോമുല മാക്സിമം റേഞ്ച് ഇസ് ഈക്വൽ ടു, ഫോമുല ഏതായിരുന്നു? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി അല്ലേ? അപ്പോൾ വി സ്ക്വയർ സൈൻ 2 തീറ്റ 1 ആവും, ഡിവൈഡഡ് ബൈ ജി. വി സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. സോ വി സ്ക്വയർ ബൈ ജി ആണ് മാക്സിമം റേഞ്ച്. അപ്പം മാക്സിമം ഏരിയ വേണം. മാക്സിമം ആയിരിക്കും ഏരിയ 45 ആയതുകൊണ്ട്. പൈ ആർ സ്ക്വയർ ആണല്ലോ, സർക്കിൾ ആയിരിക്കും. അപ്പം നടുക്കാണ് നോസിലെങ്കിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ പൈ ആർ സ്ക്വയർ ആണ് അതുണ്ടാക്കുന്ന മാക്സിമം സർക്കിൾ ഏരിയയുടെ വാല്യൂ. അപ്പോൾ പൈ ആർ സ്ക്വയർ ആണ് വേണ്ടത്. പൈ ഇൻറ്റു വി സ്ക്വയർ ബൈ ജി ഹോൾ സ്ക്വയർ. സോ പൈ വി റൈസ് ടു 4 ബൈ ജി സ്ക്വയർ ആണ്. പൈ വി റൈസ് ടു 4 ബൈ ജി സ്ക്വയർ. പൈ വി റൈസ് ടു 4 ബൈ ജി സ്ക്വയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 26ാമത്തെ ചോദ്യം. പ്രൊജക്ടൈൽ ഈസ് ഗിവൺ I+2j initial velocity, I along ground, j along vertical, G10, equation of the trajectory. Equation of trajectory. എത്ര ചോദ്യം ഉണ്ട്? ഒരെണ്ണം കൂടി. 26. പ്രൊജക്ടൈൽ ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റി. ഇതിൽ ഉപയോഗിക്കാവുന്ന ഒരു ഷോർട്ട് കട്ട് ഫോമിൽ ഞാൻ ആദ്യം പറയാം, സമയം ഉണ്ടെങ്കിൽ എല്ലാം പറയാം. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ. 2022 ഒക്കെ ഇത് ഉപയോഗിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ ആണ് കേട്ടോ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഇത് എക്സ് ഇൻറ്റു ടാൻ തീറ്റ. ഇതിൽ നിന്ന് ടാൻ തീറ്റ എഴുതുക. ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിൽ റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക കേട്ടോ. റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിൽ I+2j ആണ്. I+2j റൈറ്റ് ട്രയാങ്കിൾ I+2j. I2j. ഈ ആംഗിള് തീറ്റ. ടാൻ തീറ്റ എത്ര നോക്കൂ? ടാൻ തീറ്റ ഈക്വൽ ടു 2 ആണ്. 2/1 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ എക്സ് ഇൻറ്റു ടാൻ തീറ്റ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റേഞ്ചിൻ്റെ ഫോമുല ഇതാണ് 2ux uy ബൈ ജി. ആ ഫോമുല തന്നെയാണ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു ux 1 uy 2 divided by 10, that is 4 divided by 10. 4 by 10, that is 4 by 10, that is like 2x minus 20x square by 4, that is 2x minus 5x square. 2x minus 5x square ആണ് ആൻസർ. ഓപ്ഷൻ സി. മനസ്സിലായല്ലോ? ഇതാണ് പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ്റെ ഒരു ഷോർട്ട് കട്ട് ഫോമുല. ഒരു ഫോമുല കൂടി, 1-2 ഫോമുല കൂടി ഓർമ്മിക്കുക.
എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ബൈ 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് വേറൊരു ഫോർമുല. ഇതാണ് ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ എന്നറിയപ്പെടുന്നത്. ഇതും ട്രജക്ടറി ഇക്വേഷൻ തന്നെയാണ്, ഷോർട്ട് കട്ട്. 2022 ഇത് ഡയറക്റ്റായി കമ്പയർ ചെയ്യുന്ന ഒരു ഫോർമുല, ഒരു ചോദ്യം വന്നിരുന്നു. അത് നിങ്ങൾ നോക്കൂ, 2022 പേപ്പർ നോക്കിയാൽ മതി. എന്നിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ വേണം, ഈ ഫോർമുലയും കൂടി ചേർത്താൽ പെട്ടെന്ന് ചെയ്യാം. 27ാമത്തെ ചോദ്യം. പാർട്ടിക്കിൾ മൂവിങ് അലോങ് സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ്. What is the magnitude of change in velocity if it moves through 60 degree around the center of the circle? Change in velocity. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ചേഞ്ച് എന്ന് വെച്ചാൽ വെക്ടർ ഡിഫറൻസ് ആണ് വേണ്ടത്. ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സിന്റെ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്ന ഒരു എളുപ്പവഴിയുണ്ട്. 2v സൈൻ തീറ്റ ബൈ 2. ഇത് യൂസ് ചെയ്താൽ മതി ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ഡെൽറ്റ വി 2v സൈൻ തീറ്റ ബൈ 2. 2 ഇൻറ്റു വി എത്രയുണ്ട്? 10 ഇൻറ്റു സൈൻ തീറ്റ 60 ബൈ 2 എടുക്കാൻ മറക്കരുത്. സോ 2 ഇൻറ്റു 10 ഇൻറ്റു സൈൻ 30. സൈൻ 30 1/2 ആണ്. 2 ക്യാൻസൽ ആവും. അങ്ങനെ ആൻസർ 10 എന്ന് കിട്ടും. സോ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് റൈറ്റ് ചോയ്സ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാനൊന്ന് പതിവ് പോലെ ആദ്യം മുതലൊന്ന് വേഗം പറയാം. ഫസ്റ്റായിട്ടൊന്ന് പറയാം, ഒന്ന് കണ്ടുപോവാം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 1 പെർസെൻറ്റേജ് എററിൻ്റെ ചോദ്യമാണ്. ഓക്കെ, പെർസെൻറ്റേജ് എറർ. അപ്പോൾ ന്യൂമറേറ്ററിലെ പെർസെൻറ്റേജ് എറർ പ്ലസ് ഡിനോമിനേറ്ററിലെ പെർസെൻറ്റേജ് എറർ ആണ് നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അതും പെർസെൻറ്റേജ് എറർ തന്നെ, ഇതും അതേ മെത്തേഡ് തന്നെയാണ്. മൂന്നാമത്തേത് പെർസെൻറ്റേജ് എറർ തന്നെയാണ്, ടൈം പീരീഡ് ഓർമ്മിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ പെൻഡിൽ ഇത് തെറ്റിക്കുന്ന കുറച്ച് എലമെന്റുകൾ ഉണ്ട്, അതെല്ലാം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലെ ലീസ്റ്റ് കൗണ്ട്, വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് കാണുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിക്കാൻ മറക്കരുത്. 1 MSD മൈനസ് 1 VSD യൂസ് ചെയ്യുക. അങ്ങനെ അതുവഴി ഡയമീറ്റർ കൃത്യമായി കണ്ടുപിടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ്. ഇതും വളരെയധികം ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓരോ ടേംസിനും ഫിസിക്കൽ എക്സ്പ്രഷനിൽ ഒരേ ഡയമെൻഷൻ ആയിരിക്കും. ഒരേ ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പാടുള്ളൂ. അടുത്തത് അത് തന്നെയാണ്, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഒപ്പം ട്രിഗനോമെട്രിക്കൽ ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല. അതോടൊപ്പം ഓർമ്മിക്കേണ്ടത് ലോഗരിതമിക് ഫംഗ്ഷൻസിനും ട്രിഗനോമെട്രിക്കൽ ഫംഗ്ഷൻസിനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനും ഒന്നും ഡയമെൻഷൻസ് ഇല്ല. അടുത്തതിലേക്ക് വന്നാൽ ഡയമെൻഷൻസ് ചോദിക്കുന്നതാണ്. പാസ്കൽ സെക്കൻഡ്, പോയിസെല്ലി വിസ്കോസിറ്റിയാണ്. ഓക്കെ, പോയിസ് ആണ് CGS. ഡെക്കാ പോയിസ് ഒരു പോയിസെല്ലിയ. 1 ഡെക്കാ പോയിസ് ഈസ് 1 പോയിസെല്ലി. ഒരുപാട് ഡയമെൻഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കുറേയധികം ഡയമെൻഷൻസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇൻഡക്റ്റൻസ്, സെക്കൻഡ് ഇയറിൽ പഠിച്ച ഇൻഡക്റ്റൻസ്, ഹെൻറിയാണ് യൂണിറ്റ്. ഇൻഡക്റ്റൻസ് അതിന് ഡയമെൻഷൻ ഓർമ്മിച്ചിരിക്കുക എളുപ്പമുണ്ട്. ജൂൾ പെർ ആംബിയർ സ്ക്വയർ എന്ന് ഓർമ്മിച്ചാൽ മതി. ജൂൾ പെർ ആംബിയർ സ്ക്വയർ ml സ്ക്വയർ T⁻², A⁻², ആണ്. ml സ്ക്വയർ T⁻², A⁻². കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്, സമയമില്ല. നമുക്ക് ഒന്നുകൂടി പറയാം. ml സ്ക്വയർ T⁻², A⁻². ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് കേട്ട് നോക്കുക. ml സ്ക്വയർ T⁻², A⁻². ഇനി അത് ചെറിയ മാറ്റം, ml സ്ക്വയർ T⁻3, A⁻² ആണെങ്കിൽ മാറി, അത് റെസിസ്റ്റൻസ് ആയി മാറി. ഓക്കെ, ഒപ്പം തന്നെ വീണ്ടും ഓർമ്മ വന്നു, ml സ്ക്വയർ T⁻3, A⁻−1 ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യൂ, അത് പൊട്ടൻഷ്യൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ വോൾട്ടേജ്. ഇതെല്ലാം ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, പരമാവധി നോക്കുക, പഠിക്കാൻ വേണ്ടി നോക്കുക, കാണാതെ പഠിക്കാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് 2020 ചോദിച്ചു, 2024 ഈ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ചോദ്യമാണ്. അടുത്തത് ഡയമെൻഷൻ, B²/2 μ0 ഡയമെൻഷൻ എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി പറയുമ്പോൾ 7 ഓർമ്മയുണ്ടല്ലോ. എനർജി ഡെൻസിറ്റി, പ്രഷർ, സ്ട്രെസ്, ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, 7 ആയിരുന്നു. അടുത്തത് കൈനമാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ, V = U+AT. അടുത്ത റിലേറ്റീവ് വെലോസിറ്റിയുടെ ചോദ്യമാണ്. അത് ഓർമ്മ വരുന്നുണ്ടാവും. അടുത്തത് 2 ബസ്സുകളുടെ പൊസിഷൻ ടൈം റിലേഷൻ തന്നു. ഒരേ വെലോസിറ്റി ആവാൻ എടുക്കുന്ന സമയം എത്ര? പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് രണ്ടും ഇക്വേറ്റ് ചെയ്തു, ടൈം കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ
വെലോസിറ്റി പൊസിഷൻ ഗ്രാഫാണ്. ആദ്യത്തെ 200 മീറ്റർ വെലോസിറ്റി പൊസിഷൻ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ലീനിയർ ആണ്. അവിടെ ആക്സലറേഷൻ ലീനിയർ ആയി മാറുന്നു. പക്ഷെ ഗ്രാഫ് ഒറിജിനിൽ കൂടി അല്ല പാസ് ചെയ്യുന്നത്. AX ഗ്രാഫ് ആക്സലറേഷൻ്റെ ഇനീഷ്യൽ വാല്യൂ എത്രയാണ്, എക്സ് 0 ആയിരിക്കുമ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ 2 എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റെപ്സ് എല്ലാം നോക്കുക. സ്റ്റെപ്സ് എല്ലാം ഒന്നുകൂടി നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് നോക്കിയാൽ മതി. നല്ല ചോദ്യമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചോദ്യങ്ങളിൽ ഒന്ന്. അടുത്തത് ഇതും വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. ഇതാ കമ്പയർ ചെയ്താൽ മതി, കൈനമാറ്റിക് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. അടുത്തത് ബലൂൺ മുകളിലേക്ക്, അതും എക്സലന്റ് ചോദ്യമാണ് കേട്ടോ. ഒരുപാട് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതും എക്സലന്റ് ആണ്. 2022, 2021 അതുപോലെ 2017 APMTയിലും ചോദിച്ചിട്ടുള്ള ഒരു നല്ല ചോദ്യമാണ്, പഠിക്കുക. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ തെറ്റിപ്പോവും ചെയ്യുമ്പോൾ. ഇതിനകത്ത് ഓപ്ഷനിൽ തന്നെ അത് വന്നിരുന്നില്ല. അത് റൂട്ട് 33 ആണ് കറക്റ്റ് ആൻസർ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇയർ എഴുതിയിട്ടുണ്ട് 2023. അടുത്ത ക്വസ്റ്റ്യനിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് ഓർത്തോഗണൽ ആണെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്ത് സ്റ്റെപ്സ് ഉൾപ്പെടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടി കണ്ടു നോക്കൂ. അടുത്തത് 2 വെക്ടേഴ്സിന് ഒരേ മാഗ്നിറ്റ്യൂഡാണ്. ഇത് നിങ്ങൾക്ക് ഒരേ മാഗ്നിറ്റ്യൂഡുള്ള, ഇത് വേറെ രീതിയിലും കൂടെ ചെയ്യാം, നിങ്ങൾ ട്രൈ നോക്കൂ. ഒരേ മാഗ്നിറ്റ്യൂഡുള്ള 2 വെക്ടേഴ്സിൻ്റെ സമ്മിൻ്റെ വാല്യൂ മോഡുലസ് 2a cos theta by 2 ഡിഫറൻസ് 2a sin theta by 2. അപ്പോൾ 2a cos theta by 2 ഈക്വൽ ടു n ടൈംസ് 2a sin theta by 2 എന്ന് എഴുതി അതൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താം. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. റെസൊല്യൂഷൻ, വെക്ടർ റെസൊല്യൂഷൻ ഉപയോഗിച്ചാൽ യാതൊരു സ്റ്റെപ്സും ആവശ്യമില്ല. റിവർ ക്രോസിംഗ് പ്രോബ്ലം ഷോർട്ട് ടൈം പാത്താണിത്. ഷോർട്ട് പാത്ത് വേറെയുണ്ട്, ഷോർട്ട് പാത്ത് വേറെയാണ്. ഇത് ഷോർട്ട് ടൈം പാത്താണ്. കുറഞ്ഞ സമയം കൊണ്ട് അക്കരെ എത്താൻ നേരെ ക്രോസ് ചെയ്യണം. അപ്പോൾ എത്ര സമയം കൊണ്ട് ക്രോസ് ചെയ്തു എന്നും എത്ര ദൂരം ഒഴുകിപ്പോയി എന്നുമുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറ്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമുള്ളതാണ്. ഈ പ്രൊജക്ടൈലിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി നോക്കണം കേട്ടോ. x tan theta minus gx square by 2u square cos square theta അല്ലെങ്കിൽ x tan theta into 1 minus x by r. 2022 ചോദിച്ച ചോദ്യം ഒന്ന് പറയാം, 1 മിനിറ്റ് എടുത്ത് പറയാം. ആ ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത്? ഒരു പാർട്ടിക്കിള് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 5x into 1 minus x ആണ് എങ്കിൽ അതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണ്, റേഞ്ച് എന്താണ്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ tan theta 5 ആണ്, റേഞ്ച് r equal to 1 മീറ്റർ ആണ്. അങ്ങനെ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം 22. 27ാമത്തത് ചേഞ്ച് ഇൻ വെലോസിറ്റി 2v sin theta by 2 ആണ്. ഒരേ മോഡുലസ് ഉള്ള 2 വെക്ടേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ മോഡുലസ് കാണാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കാറുള്ള ഫോമുല. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഫിസിക്സിൻ്റെ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു. Hello children, let us start. നമ്മളിപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിന് സ്ഥിരമായിട്ട് 2 ചോദ്യം ഉറപ്പായിട്ടും വരും. ഉറപ്പായിട്ടും 2 questions will be there. ഓക്കെ, അപ്പോൾ ഞാനിന്ന് 20 around 20 questions ഡിസ്കസ് ചെയ്യുക. 20 questions are 20 concepts.
ആൻഡ് ദിസ് കൺസെപ്റ്റ്സ് വിൽ റിപ്പീറ്റ് 100% ഷുവറാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ്സ് നിങ്ങൾ എഴുതിയെടുക്കണം, എന്നിട്ട് ഒന്നുകൂടി ചെയ്തു നോക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഇംപ്രൊവൈസ്ഡ് വേയിൽ ഒന്ന് തിങ്ക് ചെയ്തിട്ട് ചെയ്തു നോക്കണം. ഓക്കെ, അപ്പം വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. This is a equation. This is a question connected with equating the real and imaginary parts on both sides. ഈ റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഇക്വേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സംഭവം. Z പറയുന്നത് ഹാഫ് മൈനസ് 2y ആണ്, സച്ച് ദാറ്റ് മോഡ് z പ്ലസ് 1 is alpha z plus beta into 1 plus I. Alpha beta is a real number. Then what is the value of alpha plus beta? അതാണ് ചോദ്യം. അപ്പം what we do here is this. Z-ന്റെ വാല്യൂ ഹാഫ് മൈനസ് 2y ആണ്. അപ്പോൾ വാട്ട് ഇസ് Z പ്ലസ് ഹാഫ്? Z പ്ലസ് ഹാഫ് അല്ല, Z പ്ലസ് 1 വിൽ ബി ഒരു 1 ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 3/2 മൈനസ് 2y. അപ്പോൾ വാട്ട് ഇസ് മോഡുലസ് ഓഫ് Z പ്ലസ് 1? It is 9/4. You know, modulus of a plus ib is root of a square plus b square. But it is 9/4 plus 4 root. So what happens to this? Mod z plus 1. The mod z plus 1 is the value on root of 9/4 plus 4 is equal to alpha into z in the half minus 2y. Plus beta into 1 plus I. 1 plus I. That's all. അപ്പോൾ അത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ റിയൽ പാർട്ട് ഹിയർ? ജസ്റ്റ് alpha/2 ഇസ് ദ റിയൽ പാർട്ട്. ഇവിടെ ബീറ്റ ഉണ്ടാവും. പിന്നെ ഇവിടെ എന്താ വാല്യൂ വരിക? 9 + 16. 9 + 16 എന്ന് പറയുന്നത് 25 ആണ്. 5/2 വരും. ഇത് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യും. ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 is equal to, ഇവിടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് 0 ആണ്. What's the imaginary part on the right side? Minus 2 alpha plus beta. ഇതൊരു സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 2 ആൽഫ കിട്ടും. 2 ആൽഫ ഇവിടെ കൊടുത്താൽ രണ്ടും വരും 2.5. ഇറ്റ് ഇസ് 5/2 ആൽഫ വരും. അപ്പോൾ 5/2 ആൽഫയാണ് 5/2. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1 വരും. ആൽഫയുടെ വാല്യൂ 1 ആയാൽ ബീറ്റ 2 ആൽഫ അല്ലേ? അപ്പോൾ ബീറ്റയുടെ വാല്യൂ 2 എന്ന് വരും. ആൻസർ ഇസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് 3. അപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ചോദ്യമാണ്. Real and imaginary part on both sides equate. It's very simple question. രണ്ടാമത്തെ ചോദ്യം, മോഡുലസ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ഒരു കോംപ്ലക്സ് നമ്പർ വന്നാൽ അതിൻ്റെ മോഡുലസും ആംപ്ലിറ്റ്യൂഡും എങ്ങനെ കാണാം? ഇതിലെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ, കൺസെപ്റ്റ് ഇതാണ്. കോസ് തീറ്റ പ്ലസ് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ആണെങ്കിൽ we call r as the modulus and theta is called the amplitude. R into cos theta plus I. ഇതിൻ്റെ നമ്മൾ ഓയിലേഴ്സ് ഫോർമുലയിലും കൂടി പറയാറുണ്ട്. R into e power I theta. R is the modulus, theta is the amplitude. It should be written in the form R into cos theta plus I sin theta. Okay. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? Z is equal to എന്താണ്? 2 minus I into 2 into tan 5π/8 നമുക്ക് sin by cos ആക്കി എഴുതാം. അപ്പോൾ it is sin 5π/8 plus cos 5π/8. But this can be written as cos 5/2 can be taken outside. It is cos 5π/8 minus I into 2 sin 5π/8 divided by cos 5π/8. അല്ലേ? അപ്പോൾ cos 2 by cos 5/8 can be taken outside. 2 by cos 5π/8 പുറത്തേക്ക് എടുക്കാം. Into cos 5π/8 ആണ്. 5π/8 minus I sin 5π/8. But this is of the form R into cos theta plus I sin theta. അപ്പോൾ ഇവിടെ മോഡുലസ് എന്താ? ഇതിൻ്റെ മോഡുലസ് എന്താ? ഇത് മോഡുലസ് ആണ്. 2 by cos 5π/8 മോഡുലസ് ആണ്. And you can see that the complex number, ഇത് നമുക്ക് cos of minus 5π/8 plus I sin minus 5π/8 എഴുതാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതിൻ്റെ മോഡുലസ് എന്താ? മോഡുലസ് ഈസ്
2 secant 5 pi by 8. ഇത് മോഡുലസ് ആണ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ്, യു ക്യാൻ സീ ദ ആംപ്ലിറ്റ്യൂഡ് ഇസ് -5 pi by 8. അപ്പം 2 secant 5 pi by 8 മോഡുലസ് ആണ്, ആംപ്ലിറ്റ്യൂഡ് ഇസ് -5 pi by 8. അത് ഇതിൽ ചോയ്സ് ഇല്ല, കണ്ടോ, ഇതിൽ ചോയ്സ് ഇല്ല. വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻ ടു സംതിങ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഹൗ വിൽ യു കൺവേർട്ട് ദിസ്? എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാം? ഈ കോസ് 5 pi by 8 നമുക്ക് യു ക്യാൻ ഇക്വേറ്റ് ദിസ് ടു 2 by കോസ് ഓഫ് പൈ മൈനസ് തീറ്റ വെച്ചാൽ എന്താ കേട്ടാ, പൈ മൈനസ് 5 pi by 8 വെച്ചാൽ മൈനസ് കോസ് 5 pi by 8. അപ്പോൾ പുറത്തൊരു മൈനസ് ഇട്ടാൽ പോരെ. ഇൻ ടു cos 5 pi by 8 can be written as cos 5 pi by 8 നമുക്ക് cos of ഇവിടെ cos pi minus 5 pi by 8 എഴുതിയാൽ പുറത്തൊരു മൈനസ് ഇട്ടാൽ പോരെ, ഒരു മൈനസ് ഇടാം. പിന്നെ മൈനസ് ഇവിടെ സൈൻ പൈ മൈനസ് 5 pi by 8 is sin of pi minus 5 pi by 8 is pi by 8 sin 5 by 8 itself. But this is minus sin pi minus 5 pi by 8. അങ്ങനെ എഴുതാം. കാരണം സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് സൈൻ തീറ്റ ഇറ്റ്സെൽഫ്. കോസ് ഓഫ് പൈ മൈനസ് തീറ്റ ഈസ് മൈനസ് കോസ്. അപ്പോൾ പുറത്തൊരു മൈനസ് ഇട്ടാൽ മതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഈ മൈനസും ഈ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഇറ്റ് ഇസ് 2 secant പൈ മൈനസ് 5 pi by 8 is 3 pi by 8 അല്ലേ, 3 pi by 8 into cos 3 pi by 8 plus I sin 3 pi by 8. But what you can see that is argument is 3 pi by 8 and the modulus is ഇത് മോഡുലസ് ആണ്. ഈ സാധനം മോഡുലസ് ആണ്. അപ്പോൾ 2 sec 3 pi by 8 മോഡുലസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഇസ് 3 pi by 8. ആംപ്ലിറ്റ്യൂഡ് 3 pi by 8 ആണ്. അപ്പോൾ ദിസ് ഇസ് ആൻസർ. ദിസ് ഇസ് ആൻസർ 2. അപ്പോൾ ഇതും ആൻസർ ആണ് കേട്ടോ. 2 secant 5 pi by 8 തീറ്റ ഈക്വൽസ് -5 pi by 8 ആൻസർ ആണ്. പക്ഷേ അത് ചോയ്സ് അനുസരിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കൺസെപ്റ്റ് എന്താ? എനി കോംപ്ലക്സ് ഓഫ് ദ ഫോം r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയിൽ r ആണ് മോഡുലസ്, തീറ്റയാണ് ആംപ്ലിറ്റ്യൂഡ്. അത്രയേ ഉള്ളൂ. അപ്പോൾ r ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ r ആണ് മോഡുലസ്, മൈനസ് തീറ്റയാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഈ ചോദ്യം ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടെ 1+ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ആൽഫ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് 1 minus I modulus raised to x equals 2 power x. Number of solutions are, and beta equals this mod z by argument of z, and z is equal to this. The distance of the point alpha beta to the line 4x minus 3y equals 7. ഒരു പോയിന്റ് നിന്ന് ലൈനിലേക്കുള്ള ദൂരത്തിന്റെ ഫോർമുല എന്താ? ഒരു പോയിന്റ് x1 y1 എന്നുള്ള പോയിന്റ് ax plus by plus c equals 0 എന്നുള്ള ലൈനിലേക്കുള്ള ദൂരത്തിന്റെ ഫോർമുല എന്താ? മോഡുലസ് ഓഫ് ax1 plus by1 plus c by under root a square plus b square. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ആൽഫ ബീറ്റയിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് വിൽ ബി എന്തായിരിക്കും? 4 ആൽഫ മൈനസ് 3 ബീറ്റ മൈനസ് 7. ഇതിപ്പോൾ ax1 plus by1 plus c by root of a square plus b square ആയിരുന്നു. അപ്പോൾ 4 ആൽഫ മൈനസ് 3 ബീറ്റ മൈനസ് 7 by under root 4 square plus 3 square. But the problem is done if you know the value of alpha and beta. Alpha beta കിട്ടിയ പണി കഴിഞ്ഞു. അപ്പോൾ ആൽഫയും ബീറ്റയും കാണാനുള്ള വഴിയാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ആൽഫ പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ്, നമ്പർ ഓഫ് റൂട്ട്സ് ആണ്. ഇതിൻ്റെ റൂട്ടല്ല, നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ദറ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വാലിഡ് ആവുക എപ്പോഴാണ്? നോക്കൂ, 1 minus I സ്ക്വയർ എന്താ അറിയോ? -2i ആണ്. 1 plus I സ്ക്വയർ എന്താ? 2i ആണ്. 1 plus I raised to 4, 1 plus I raised to 6, 1 plus I raised to 8 ഒക്കെ നോക്കിയാൽ ഇവിടെ കൊടുക്കുന്ന വാല്യൂവിന് അവിടെയും കൊടുക്കണമല്ലോ, ഇവിടെ കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂവിന് അവിടെയും കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെയും എക്സിന് ഒരേ വാല്യൂ കൊടുത്താൽ വർക്ക് ചെയ്യുന്ന ഒറ്റ വാല്യൂ ഉള്ളൂ. എന്താ? x equals 0 മാത്രം. x equals 0 is the only one solution. Is the only one solution. ഒറ്റ സൊല്യൂഷൻ. There's only one solution. അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ചോദിച്ചാൽ കേട്ടോ, നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ. അപ്പോൾ x equals 0 is the only one solution. അപ്പോൾ എത്ര സൊല്യൂഷൻസ് ഉണ്ട്?
only one solution. അപ്പോൾ alpha equals 1. അപ്പോൾ you get the value of alpha as 1. അപ്പോൾ alpha 1 കിട്ടി. അപ്പോൾ ഇവിടെ ആൽഫയ്ക്ക് പകരം 1 കൊടുക്കുക. ഇനി ബീറ്റയും കൂടി കിട്ടിയാൽ പണി കഴിഞ്ഞു. Now how will you find beta? ബീറ്റയുടെ വാല്യൂ എന്താ തന്നുള്ളത്? ബീറ്റ പറഞ്ഞാൽ മോഡ് സെറ്റ് ബൈ ഓഗ് സെറ്റ് ആണ്. എന്താ ഓഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് സെറ്റ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആർഗ്യുമെന്റ് ഓഫ് സെറ്റിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പം ഇതാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ, അപ്പം ഇതാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ we call this as argument of set. ഈ കോംപ്ലക്സ് നമ്പർ ഇവിടെ ആയാൽ പ്യൂർലി റിയൽ ആവും, തീറ്റ 0 ആവും. ഇവിടെ ആയാൽ തീറ്റ പൈ ആവും. അപ്പോൾ പ്യൂർലി പോസിറ്റീവ് റിയൽ ആയ ആർഗ്യുമെന്റ് 0 ആവും. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് 1, ആർഗ്യുമെന്റ് ഓഫ് 2, ആർഗ്യുമെന്റ് ഓഫ് 3 ഒക്കെ 0 ആണ്. ഇനി ഇവിടെ ആയാലോ -1, -2, -3 ആർഗ്യുമെന്റ് എന്താ? പൈ ആണ്. ഇവിടെ ആയാലോ, ഇവിടെ ആണെങ്കിൽ ആർഗ്യുമെന്റ് എന്തായിരിക്കും? ഇഫ് ദ പോയിന്റ് ഇസ് ഹിയർ പ്യൂർലി ഇമാജിനറി ആണ്. ഇമാജിനറി ആക്സിലായ സെറ്റ് പ്യൂർലി ഇമാജിനറി ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആർഗ്യുമെന്റ് π/2 ആകും. ഐ ആണെങ്കിലും 2i ആണെങ്കിലും 3i ആണെങ്കിലും 10i ആണെങ്കിലും ഒക്കെ ആർഗ്യുമെന്റ് π/2 വരും. ഇവിടെയാണെങ്കിലോ ഈ ആർഗ്യുമെന്റ് എടുക്കരുത്. ദിസ് ഇസ് നോട്ട് എ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ്. പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് ആർഗ്യുമെന്റ് ലൈങ് ബിറ്റ്വീൻ -π ആൻഡ് +π. അപ്പോൾ ഇവിടെയാണെങ്കിൽ -i, -2i, -3i ഈ പ്യൂർലി ഇമാജിനറി വിത്ത് നെഗറ്റീവ് ഇമാജിനറി പാർട്ട് ആണെങ്കിൽ വാട്ട് ഇസ് ആർഗ്യുമെന്റ്? -π/2 ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇവിടെയാണെങ്കിൽ 0, ഇവിടെയാണെങ്കിൽ പൈ. പ്യൂർലി റിയൽ ആണെങ്കിൽ ഒന്നുകിൽ 0 ആവും അല്ലെങ്കിൽ പൈ ആവും. എപ്പോഴാണ് 0 ആവുക? പോസിറ്റീവ് റിയൽ ആവും. എപ്പോഴാണ് പൈ ആവുക? നെഗറ്റീവ് റിയൽ ആവുമ്പോൾ. ഇവിടെ ആകുമ്പം പ്യൂർലി ഇമാജിനറി ആയാൽ ഒന്നുകിൽ π/2 ആവും അല്ലെങ്കിൽ -π/2 ആവും. ഈ ആർഗ്യുമെന്റ് ഓഫ് 0 is not defined. There is only one complex number where the argument of 0 is not defined. ഇനി നമ്മളൊരു കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് ചോളും. ഇവിടെയാണെങ്കിൽ ഏത് കോംപ്ലക്സ് നമ്പർ ആണെങ്കിലും x+i ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ tan ഇൻവേഴ്സ് mod y/x എടുക്കാം. അത് തീറ്റ ആയിട്ട് വിചാരിക്കാം. തീറ്റ ഈസ് tan ഇൻവേഴ്സ് mod y/x. പോസിറ്റീവ് നെഗറ്റീവ് മാറ്റിയിട്ട് ഇപ്പം x+i ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ, x+i ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ തീറ്റ ഈക്വൽസ് tan ഇൻവേഴ്സ് mod y/x വയ്ക്കാം. ഇവിടെ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ആർഗ്യുമെന്റ് തീറ്റ തന്നെയാണ്. സെക്കൻഡ് ക്വാർട്ടറിലാണ് പോയിന്റ് എങ്കിൽ, ആ കോംപ്ലക്സ് നമ്പർ എങ്കിൽ എപ്പോഴാണ് സെക്കൻഡ് ക്വാർട്ടറിലാവുക? എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആണെങ്കിൽ ആർഗ്യുമെന്റ് π - θ ആയിരിക്കും. ഇറ്റ് വിൽ ബി π - θ. ഓക്കെ, തേർഡ് ക്വാർട്ടറിലാണെങ്കിലോ? തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇറ്റ് ഇസ് -π + θ. -π + θ. ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിലോ ഇറ്റ് ഇസ് -θ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചൂടെ മക്കളെ? ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ തീറ്റ, സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ π - θ, തേർഡ് ക്വാർട്ടറിലാണെങ്കിൽ -π + θ, ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ തീറ്റ. ഇത് പോസ് ചെയ്തിട്ട് പഠിക്കണം. എന്നിട്ട് വേണം മോഡുലസ് എപ്പോഴും എങ്ങനെ എടുക്കുക? √(x² + y²). ഓക്കെ, എല്ലാ കോംപ്ലക്സ് നമ്പറും, എല്ലാ റിയൽ നമ്പറും കോംപ്ലക്സ് നമ്പറാണ്. പക്ഷെ എല്ലാ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പർ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് ബീറ്റയുടെ വാല്യൂ കാണാം. ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബീറ്റ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് ഒന്നുകൂടി പഠിക്കാം. ഇത് നമുക്ക് ബീറ്റയുടെ വാല്യൂ കാണാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ്? ആദ്യം സെറ്റിന്റെ വാല്യൂ കാണാം. സെറ്റ് ആർഗ്യുമെന്റ് സെറ്റ് അല്ലേ ചോദിച്ചാൽ, മോഡ് സെറ്റ് ബൈ ഓഗ് സെറ്റ് ചോദിച്ചാൽ ആദ്യം സെറ്റ് കാണാം. സെറ്റ് ഇസ് ഈക്വൽ ടു π/4 ഇൻറ്റു 1 + i raised to 4. നമുക്ക് 1 + i² 2i ആണ്. അപ്പോൾ 1 + i raised to 4 എന്താ? 2i² ആണ്. 2i² is 4 into i². 4 into -1 അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് -4 ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഇത് 1 + √πi, 1 - √πi, 1 + √πi. അപ്പോൾ എന്താ? a + ib × a - ib, a² + b² ആണ്. അപ്പോൾ 1 + π വരും. പ്ലസ് ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇറ്റ് ഇസ് π + 1 വരും അല്ലേ? ഡിവൈഡഡ് ബൈ യു മൾട്ടിപ്ലൈ ദ ഡിനോമിനേറ്റർ. LCM എടുക്കാം. ഇത് LCM എടുക്കാം. ദിസ് ഇൻറ്റു ദിസ് √π. റിയൽ പാർട്ട് എടുത്താൽ i into this. അപ്പോൾ it is -√π. പിന്നെ √π into 1, it is +√π plus i into this. അപ്പോൾ എന്താ കിട്ടുക? +i into this plus i into മൾട്ടിപ്ലൈ ആണേ. അപ്പോൾ it is plus √π i into √π, it is -√π. പിന്നെ π into this. അപ്പോൾ √π i ആകുമ്പോൾ √π i into √π into √π π plus i, it is π + 1. അപ്പോൾ ഈ പൈയും വെട്ടിപ്പോവും. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ഇറ്റ് ഇസ് 4 വെട്ടിപ്പോവും. ഇറ്റ് ഇസ് -π into 2 into 1 + π
divided by I into pi plus 1. അപ്പോൾ pi plus 1 ഉം 1 plus 5 ഉം വെട്ടിപ്പോവും. It is 2 pi by I. You know 1 by I, what is 1 by I? 1 by I is 1 by I into I divided by I. It is equal to minus I. 1 by I is minus I. But it is pi into 2 into minus I. It is 2 pi I. But Z in the value 2 pi I ആണ്. ഈ സെറ്റിൻ്റെ വാല്യൂ ഇത്രയും കോംപ്ലിക്കേറ്റഡ് തന്നതിന് വേണ്ടി വെറുതെ മൾട്ടിപ്ലൈ ആയിട്ട് വൃത്തിയിൽ എഴുതാം. സെറ്റ് ഇസ് ഇക്വൽ ടു 2 pi I ആണ്. അപ്പോൾ വാട്ട് ഇസ് ബീറ്റ? ഫോർ ബീറ്റ ഇസ് ഇക്വൽ ടു ബീറ്റ എന്താണ്? മോഡുലസ് ഓഫ് സെറ്റ് 2 pi ഐയുടെ മോഡുലസ് എന്താ? 2 pi ഡിവൈഡഡ് ബൈ ആർഗ്യുമെന്റ് ഓഫ് സെറ്റ് 2 pi ഐയുടെ ആർഗ്യുമെന്റ്. നമ്മൾ പഠിച്ചില്ലേ ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 is ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് 2 pi പറയുന്നത് 0 ആണ്. പോസിറ്റീവ് റിയൽ നമ്പറിന്റെ ആർഗ്യുമെന്റ് 0 ആണ്. അപ്പോൾ 2 pi i നമുക്കറിയാം 2i ആണെങ്കിലും 3i ആണെങ്കിലും 4i ആണെങ്കിലും ki ആണെങ്കിലും k പോസിറ്റീവ് ആണെങ്കിൽ ആർഗ്യുമെന്റ് വിൽ ബി pi by 2. അപ്പോൾ ദിസ് ഇസ് pi by 2. ഇത് 2 pi പറഞ്ഞാൽ 90 ഡിഗ്രി 360 ഡിഗ്രി അല്ല കേട്ടോ. 2 pi പറഞ്ഞാൽ ഏകദേശം 6.28 ആണ്. 6.28 അല്ല, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ വെച്ചോളൂ. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് 2 pi പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് 5 ആണ്. ആർഗ്യുമെന്റ് ഓഫ് എ പോസിറ്റീവ് റിയൽ നമ്പർ 0. അപ്പോൾ 2 pi ഐയുടെ ആർഗ്യുമെന്റ് ഓഫ് 5 ആണ്. ആർഗ്യുമെന്റ് ഓഫ് 5 എന്താ? pi by 2 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ സിംപ്ലിഫൈ ചെയ്താൽ 4 ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ. ബീറ്റ ഈസ് ഇക്വൽ ടു 4. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ? 1,4 എന്നുള്ള പോയിന്റ് ആണ്. 1,4 എന്നുള്ള പോയിന്റ് ആണ്. ആൽഫ ഈസ് 1, ബീറ്റ ഈസ് 4. അപ്പോൾ 1,4 എന്നുള്ള പോയിന്റിന് ഇതിലേക്കുള്ള ദൂരം കാണേണ്ടത്. അപ്പോൾ എന്താ? ആൽഫയുടെ വാല്യൂ 1 ആണ്, ബീറ്റയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക. യു പുട്ട് ദ വാല്യൂ ഹിയർ 1, ഇവിടെ 4 കൊടുക്കുക. ദാറ്റ്സ് ആൻസർ. അപ്പോൾ എന്താ ആൻസർ? 12, 12, 19, 19 5 പോയ 15, 15 by 5. ആൻസർ ഇസ് 3. അപ്പോൾ ഡി ഇസ് 3. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് know to find the argument of a complex number, modulus of a complex number. അത്രേ ഉള്ളൂ. ഇനി ഓയിലേഴ്സ് ഫോർമുല. എന്താ ഈ ഓയിലേഴ്സ് ഫോർമുല പറഞ്ഞാൽ? ഓയിലേഴ്സ് ഫോർമുല പറഞ്ഞാൽ what is Euler's formula? നോക്കൂ, Euler's formula. Alpha, beta are the roots of the equation x square minus root 6x plus 3 equals 0. Thus the imaginary part of alpha is bigger than imaginary part of beta. A and B are integers not divisible by 3 and n is a natural number such that alpha raised to 99. ഇതാണ് ചോദ്യം. Alpha raised to 99 by beta plus alpha raised to 98. ഇതിന്റെ വാല്യൂ 3 raised to n into a plus ib ആണ്. And what is the value of NAB? ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഒമേഗയിൽ, ചിലപ്പം ക്യൂബ് റൂട്ട് ഓഫ് ഇൻഡിയിൽ ചോദിക്കും, ചിലപ്പം ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ജനറലി ചോദിക്കും. അപ്പോൾ ഇവിടെ ജനറൽ ആയിട്ട് ചോദിച്ചാൽ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റ ദ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് 6x plus 3 equals 0. അപ്പം തീർച്ചയായിട്ടും ആൽഫ പ്ലസ് ബീറ്റ നിങ്ങൾക്ക് അറിയാം. ഇത് ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ റൂട്ട് 6 ആണ്. ആൽഫ ബീറ്റയുടെ വാല്യൂ 3 ആണ് അല്ലേ? C by. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ആൽഫ റേസ് ടു 99 ഒക്കെ വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എക്സിന്റെ വാല്യൂ ആണ്. എൻ്റെ എക്സിന്റെ വാല്യൂ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a. പഠിച്ചില്ലേ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇതിൽ റൂട്ട് 6 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac by 2a. 6 മൈനസ് 12 by 2a. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ വരിക? എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് 6 പ്ലസ് ഓർ മൈനസ് 6 മൈനസ് 12 എന്ന് പറഞ്ഞാൽ റൂട്ട് 6i വരും അല്ലേ? ദിസ് റൂട്ട് 6i ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആൽഫയുടെ വാല്യൂ നോക്കൂ, ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഈസ് ബിഗർ ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് ബീറ്റ. ഇപ്പോൾ രണ്ട് വാല്യൂസ്, ഇതിൽ രണ്ട് വാല്യൂസ് ആൽഫ ഈസ് റൂട്ട് 6 പ്ലസ് ഒരു രണ്ട് റൂട്ടാണ്, റൂട്ട് 6 പ്ലസ് റൂട്ട് 6i by 2 റൂട്ട് 6 മൈനസ് റൂട്ട് 6 by 2 ആണ്. അപ്പോൾ ഒന്നിൻ്റെ റിയൽ പാർട്ട്, രണ്ടിൻ്റെയും റിയൽ പാർട്ട് സെയിം ആണ്. ഇമാജിനറി പാർട്ട് എന്താ? പ്ലസ് റൂട്ട് 6 by 2 ഇമാജിനറി പാർട്ട് ഒന്നിൻ്റെ, മറ്റേത് മൈനസ് റൂട്ട് 6 by 2 ആണ്. അപ്പോൾ ഏതാ ആൽഫ? ആൽഫ ബിഗർ ആണല്ലോ. ആൽഫ ഇമാജിനറി പാർട്ട് ഓഫ് ആൽഫ ഈസ് ബിഗർ ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് ബീറ്റ ആണ്. അപ്പോൾ എന്തായാലും ആൽഫയുടെ വാല്യൂ എന്താ? അപ്പോൾ ആൽഫയുടെ വാല്യൂ ഇതാണ്, റൂട്ട് 6 പ്ലസ് റൂട്ട് 6i by 2 ആണ്. മറ്റേതാണ് ബീറ്റ. ഓക്കെ,
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് വൃത്തിയിൽ എഴുതാം. √6/2 ഇൻറ്റു 1 + i ആണ് അല്ലേ. ഈ 1 + iനെ നമുക്ക് ഓയിലേഴ്സ് ഫോർമുലയിൽ എഴുതാം, അല്ലെങ്കിൽ പോളാർ ഫോർമുലയിൽ എഴുതാം. 1 + iയുടെ മോഡുലസ് എന്താ മക്കളെ? a + ib ആണെങ്കിൽ മോഡുലസ് √(a² + b² ആണ്. അപ്പോൾ 1 + iയുടെ മോഡുലസ് √2 ആണ്. ഇറ്റ് ഇസ് √6 അല്ലേ, √6/2 ഇൻറ്റു √2 ഇൻറ്റു ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് 1 + iയുടെ ആർഗ്യുമെൻറ്റ് എന്താ? π/4 ആണ്. π/4 ആണ് ആർഗ്യുമെൻറ്റ്. 1 + i എന്ന് പറഞ്ഞാൽ ആർഗ്യം പ്ലെയിനിൽ വരച്ച് നോക്കുക. ഇത് π/4 ആണ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ നമുക്കറിയാലോ എന്താ ഓയിലേഴ്സ് ഫോർമുല? ഓയിലേഴ്സ് ഫോർമുല സേസ് ദിസ്: cos θ + i sin θ is, ഓയിലേഴ്സ് ഫോർമുല ഇതാണ്. cos θ + i sin θ എങ്ങനെ എഴുതാമെന്ന് പറയുന്നത്? e⁻i⁻. ഇതാണ് ഓയിലേഴ്സ് ഫോർമുല. അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കാം. cos θ + i sin θ can be written as e⁻i⁻. But this can be written as cos π/4 + i sin π/4 എഴുതാം. അത് e⁻i⁻4 എഴുതാം. ഇതാണ്. അപ്പോൾ ഇത് √6, ഇത് √3 ഇൻറ്റു √2 ആണ്. അപ്പോൾ 2 വെട്ടിപ്പോവും. ദ വാല്യൂ ഇസ് √3 ഇൻറ്റു e⁻i⁻4 ആണ് അല്ലേ. ഇതാണ് ആൽഫയുടെ വാല്യൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? അപ്പോൾ ദിസ് ഇസ് α⁻98 പുറത്തേക്ക് എടുക്കുക അല്ലേ, ഇൻറ്റു എന്ത് വരും? α + β ഡിവൈഡഡ് ബൈ β അല്ലേ. α⁻98 ഇൻറ്റു α + β ബൈ β. ഓക്കെ, ആൽഫയുടെ വാല്യൂ ആണത്. അപ്പോൾ ദിസ് ⁻98 എന്ന് പറഞ്ഞാൽ എന്താ? √3⁻98 ഇൻറ്റു α + β. ഇതിൽ α + β എന്താ? 6 ആണ്, √6 ആണ്, ഇൻറ്റു √6 അല്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ വാല്യൂ എന്താ? √3⁻98 ഇൻറ്റു e⁻i ഇൻറ്റു π/4 ഇൻറ്റു എന്താണ്? i⁻4 ⁻98. അപ്പോൾ ⁻98 ആകുമ്പോൾ ഇൻറ്റു 98 വരും, ഇൻറ്റു √3 ഇൻറ്റു √6 അല്ലേ. α + β √6 അല്ലേ, ബൈ β. വാട്ട് ഇസ് β? ആൽഫ ഇതാണെങ്കിൽ ബീറ്റ അതിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും. രണ്ട് വാല്യൂസ് ഇല്ലേ, √6 + √6/i/2 ആണ്. മറ്റേതായിരിക്കും √6 എന്തായിരിക്കും? ഇതേ സാധനം തന്നെ. √6 ഇവിടെ മൈനസ് ആയിരിക്കും, 1 - i ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എന്തായിരിക്കും? -i⁻4 ആയിരിക്കും. അപ്പോൾ ഇറ്റ് ഇസ് √6. നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. ബീറ്റ വിൽ ബി, ഇത് ആൽഫ ഇസ് √3e⁻i⁻4. വാട്ട് വിൽ ബി ബീറ്റ? വാട്ട് വിൽ ബി ബീറ്റ? ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കും മക്കളെ? ഇതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കില്ലേ. അപ്പോൾ ബീറ്റ ഈസ് ഇക്വൽ ടു, ബീറ്റ വിൽ ബി വാട്ട്? √3e⁻i⁻4. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? ദിസ് ഇസ് ബീറ്റയ്ക്ക് പകരം √3e⁻i⁻4. √2 വെട്ടിപ്പോ എല്ലാം റെഡിയാണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. അപ്പോൾ ദിസ് ഇസ്, നോക്കൂ, ഇവിടെ ഈ √3ഉം √6ഉം വെട്ടിപ്പോയാൽ ഇവിടെ √2 ഉണ്ടാവും. ഈ e⁻i⁻4 മുകളിലെത്തിയ എന്താവും? ഇവിടെ 98 becomes 99. √3⁻98 becomes 3⁻49 into e⁻i99π/4 അല്ലേ. ഇവിടെ -i⁻4 ആണ്. If it comes in numerator it becomes 99i⁻4. അത്രയും π/4, 99i⁻4. But this is 3⁻49 into 99π/4 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? 99π/4 എന്ന് പറഞ്ഞാൽ 99π/4. 99/4 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ് മക്കളെ? 24 + 3/4 അല്ലേ? കണ്ടോ, 96 + 3, 99π/4 ശരിയല്ലേ? അപ്പം 99π/4 വിൽ ബി 24π + 3π/4, റൈറ്റ് അല്ലേ? അപ്പം e⁻i99π/4 എന്ന് പറഞ്ഞാൽ e⁻i99π/4 എന്ന് പറഞ്ഞാൽ cos 99π/4 + i sin 99π/4 ആണ്. ആൻഡ് cos 24π + 3π/4 നിങ്ങൾക്കറിയാലോ, ഈ കോസും സൈനും പീരിയോഡിക് ആണ്. 2π കഴിഞ്ഞാൽ അത് തന്നെയാണ്. വാട്ട് ഇസ് cos 2π + θ?
But what is cos 24 pi plus 3 pi by 4? Cos 3 pi by 4. But this is actually e raised to I 3 pi by 4. And the value is 3 raised to 49 into cos 3 pi by 4. ഇവിടെ റൂട്ട് 2 ഉണ്ടാവും കേട്ടോ, ഇവിടെ റൂട്ട് 2 ഉണ്ടാവും, ഇൻറ്റു റൂട്ട് 2 ഉണ്ട്, ഇൻറ്റു കോസ് 3 പൈ ബൈ 4 പ്ലസ് ഐ സൈൻ 3 പൈ ബൈ 4. അപ്പോൾ വാട്ട് യു ഗെറ്റ്? കോസ് 3 ബൈ 4 എന്താ മക്കളെ? ഇറ്റ് ഈസ് മൈനസ് 1 ബൈ റൂട്ട് 2, സൈൻ 3 ബൈ 4 ഇസ് 1 ബൈ റൂട്ട്. അപ്പോൾ വാട്ട്സ് ദ വാല്യൂ? ഇറ്റ് ഈസ് 3 റേസ് ടു 49 ഇൻറ്റു ഈ റൂട്ട് 2, ഇവിടെ 1 ബൈ റൂട്ട് ഉണ്ടാകും, റൂട്ട് വെട്ടിപ്പോവും, ഇറ്റ് ഈസ് മൈനസ് 1 പ്ലസ് ഐ. നല്ല ചോദ്യം അത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താവണം? കണ്ടോ, ഇറ്റ് ഇസ് 3 റേസ് ടു n a പ്ലസ് ഐ ബി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 49 ആവണം, എയുടെ വാല്യൂ മൈനസ് 1 ആവണം, ബിയുടെ വാല്യൂ 1 ആവണം. വാട്ട് ഇസ് വാല്യൂ? n ഈക്വൽസ് 49, a ഈക്വൽസ് മൈനസ് 1, b ഈക്വൽസ് 1. അപ്പോൾ 1 മൈനസ് 1 വെട്ടിപ്പോവും, ആൻസർ വിൽ ബി 49. 49 ഇസ് ആൻസർ. ഇതൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ചോദ്യം പ്രതീക്ഷിക്കാം. ഓയിലേഴ്സ് ഫോർമുല അല്ലെങ്കിൽ ഒമേഗയിലും ഇത് പരിപാടി ഉണ്ട്, ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഒമേഗയിലെ ചോദ്യമാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. വാട്ട് ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി? ഇതിൽ എ ബി സി ഗ്രേറ്റർ ദാൻ 0 വേണ്ട കേട്ടോ, നമുക്ക് എ ബി സി ഗ്രേറ്റർ ദാൻ 0 വേണ്ട. അപ്പൊ ചോദ്യം ഇതാണ്, ഇഫ് ആൽഫ ഈസ് എ റൂട്ട്, ആൽഫ ഈസ് എ റൂട്ട് ഉണ്ടല്ലോ ഇവിടെ. If alpha is a root of the equation x square plus x plus 1 equals 0 and 1 plus alpha raised to 7 is equal to a plus b alpha plus c alpha square, then what is the value of 5 into 3a minus 2b minus c equals? That's a question. This problem is connected with cube roots of unity. What are the cube roots of unity? Cube roots of unity are omega and omega square. And you see that the omega is minus 1 plus I root 3 by 2. And omega square is minus 1 minus I root 3 by 2. ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആക്ച്വലി. എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ 0നെ നമുക്ക് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 എന്ന് എഴുതാം. അപ്പോൾ ഏതൊക്കെയാണ് വാല്യൂസ്? എക്സ് ഈക്വൽസ് 1 ഒരു റൂട്ടാണ്, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 ചെയ്താൽ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 3i ബൈ 2 എന്ന് വരും. അതിൽ ഒരു റൂട്ടാണ് മൈനസ് 1 പ്ലസ് റൂട്ട് 3i ബൈ 2, മറ്റേ റൂട്ട് മൈനസ് 1 മൈനസ് റൂട്ട് 3i ബൈ 2 ആണ്. മൈനസ് 1 പ്ലസ് റൂട്ട് 3i ബൈ 2നെ ഒമേഗ വിചാരിച്ചാൽ മറ്റേത് ഒമേഗ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1 ഒമേഗ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ എപ്പം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 കണ്ടാൽ ഉടനെ ദ റൂട്ട്സ് ആർ 1 minus 1 plus I root 3 by 2 and minus 1 minus I root 3 by 2, which is nothing but omega and omega square. Now what are the properties of omega and omega square? Omega square in complex cube roots of unity ആണ്. They are conjugates of each other. അതിൻ്റെ modulus value കേൾക്കുന്നേ മക്കളെ? റെഡി അല്ലേ? അതിൻ്റെ മോഡുലസ് വാല്യൂ 1 ആണ്. ഓർഗ്യുമെൻ്റ് ഒമേഗയുടെ ഓർഗ്യുമെൻ്റ് 2 പൈ ബൈ 3 ആണ്, മറ്റേൻ്റെ ഓർഗ്യുമെൻ്റ് 4 പൈ ബൈ 3 ആണ്. ഓർഗ്യുമെൻ്റ് വിൽ ഗെറ്റ് ആർ ഇൻ എ പി ആണ്. പിന്നെ അതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എപ്പോഴും 0 ആണ്. ഒമേഗ റേസ് ടു 3 1 ആണ്. ഒമേഗ റേസ് ടു എനി പവർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് ഓൾസോ 1. Omega raised to any power which is a multiple of 3. Multiple of 3 ആണെങ്കിൽ 1 ആണ്. Omega raised to any power which is a multiple of 3 is also 1. Omega raised to any power is not a multiple of 3. Not a multiple. ആണെങ്കിൽ അത് ഒന്നുകിൽ ഒമേഗ ആയിരിക്കും അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചൂടെ? ഒമേഗ സ്ക്വയർ ആർ കോൺജുഗേറ്റ്സ്. ഒമേഗയുടെയും ഒമേഗ സ്ക്വയറിൻ്റെയും മോഡുലസ് സെയിം ആണ്. 1 ഒമേഗ സ്ക്വയർ ലൈ ഓൺ ദ വെർട്ടിസ് ഓഫ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇൻ ദ ആർഗൻ പ്ലെയിൻ. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഒന്ന് ഓർക്കാം. ഓക്കെ, നൗ സ്റ്റാർട്ട്.
ഇനി വേറെ കാര്യം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 കണ്ട ഉടനെ തന്നെ നമ്മൾ എന്തായിട്ട് വിചാരിക്കണം? അത് ഒമേഗയും ഒമേഗ സ്ക്വയർ ആയിട്ട് വിചാരിക്കണം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 കണ്ട ഉടനെ എന്ത് വിചാരിക്കണം? മൈനസ് ഒമേഗയും മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. എവറിഥിങ് ഇസ് കണക്റ്റഡ് വിത്ത് ഒമേഗ. നൗ 1 പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ. വാട്ട് ഇസ് 1 പ്ലസ് ആൽഫ? മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പം ഇത് ആൽഫയുടെ സ്ഥാനത്ത് ഒമേഗയാണ് കേട്ടോ. അപ്പോൾ 1 പ്ലസ് ആൽഫ പറഞ്ഞാൽ മൈനസ് ആൽഫ സ്ക്വയർ ആണ് അല്ലേ? 1 പ്ലസ് ഒമേഗ പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ മൈനസ് ആൽഫ സ്ക്വയർ റേസ് ടു 7 ആണ് എന്ത്? എ പ്ലസ് ബി ആൽഫ പ്ലസ് സി ആൽഫ സ്ക്വയർ. ഇനി ഒമേഗ, ഇത് ഒമേഗയാണ്, ആൽഫ സ്റ്റാൻഡ്സ് ഫോർ ഒമേഗ. അപ്പോൾ ആൽഫ റേസ് ടു മൈനസ് ആൽഫ റേസ് ടു 14. വാട്ട് ഇസ് മൈനസ് ആൽഫ റേസ് ടു 14? It is minus alpha raised to 12 into alpha square. You know alpha raised to 12 is 1. But it is minus alpha square. And what is minus alpha square? This is alpha. This is 1 plus alpha square is 0. So what is minus alpha square? It is 1 plus alpha. But this is 1 plus alpha. But what you get is this. And then 1 plus alpha equals a plus b alpha plus c alpha square. അല്ലേ? 1 plus alpha. അപ്പോൾ യു ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്താൽ a ഈക്വൽസ് 1 വരും, b ഈക്വൽസ് 1 വരും, ആൻഡ് ആൽഫ സ്ക്വയർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സിയുടെ വാല്യൂ 0 വരും. അപ്പോൾ വെറുതെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? 5 into, അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? 5 into, ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇഫ് യു നോ ദാറ്റ്. 5 into 3 into എയുടെ സ്ഥാനത്ത് 1 minus 2 into ബിയുടെ സ്ഥാനത്ത് 1 minus 0. That's answer. So what is the answer? 3 minus 2, 1, 5. 5 is answer. Omega square. Okay. അപ്പോൾ ഈ കഴിഞ്ഞ പ്രോബ്ലം ഇതേപോലെ തന്നെ ഒമേഗയിലും ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ഇതേ പ്രോബ്ലം ഈ ചോദ്യമല്ലേ? ഈ ചോദ്യം ഈ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ എക്സ് പ്ലസ് ഇതിന് പകരം എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 ആണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. റൈറ്റ്? വാല്യൂ കാണാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 ആവും. അപ്പോൾ ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് ഒമേഗ വെച്ചോളൂ, ബീറ്റയുടെ സ്ഥാനത്ത് ഒമേഗ സ്ക്വയർ വെച്ചോളൂ. അതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, റൈറ്റ്. ഏകദേശം അതുപോലത്തെ ചോദ്യങ്ങൾ വരാം. ഇനി ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ്, ഇറാഷണൽ റൂട്ട്സ് ഓൾസോ ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർസ് ക്വാഡ്രാറ്റിക്കൽ. അപ്പോൾ ഇവിടെ ഇറാഷണൽ റൂട്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കൂ. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 64x പ്ലസ് 256 ഈക്വൽ 0 ആണ്. അതിൽ എക്സിൻ്റെ വാല്യൂ കാണും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും മക്കളെ? 64 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് അല്ലേ? റൂട്ടിനുള്ളിൽ നിന്ന് 64 പുറത്തെടുത്താൽ 8 വരും. ഉള്ളിൽ എന്താ വരിക? 64 മൈനസ് ഇവിടെ നമ്മൾ 16 പുറത്തെടുക്കുക. 16 into 4 64. 16 into 16 into 56. അപ്പോൾ 16 പുറത്തെടുത്താൽ അവിടെ 16 ബാക്കിയിട്ട് ഡിവൈഡഡ് ബൈ 2. ഇത് സിംപ്ലിഫൈ എന്താ കിട്ടുക? 64 പ്ലസ് ഓർ മൈനസ് 8 into 64 minus 16 is 48. 48 square root is 16 into 3, 4 root 3. It is 4 root 3 divided by 2. So you get the roots as 32. This is 32 plus or minus 16 root 3. Or the roots are 16 into 2 plus or minus root 3. ഇതാണ് വാല്യൂ. Alpha. അപ്പോൾ alpha can be written as, what is alpha? അപ്പോൾ alpha is 16 into 2 plus 2 plus root 3 and 16 into 2 minus root 3 അല്ലേ? അപ്പോൾ ആ 2 plus root 3 ഒന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ 2 plus root 3 ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? 2 plus root 3 into 2 minus root 3 എന്താ മക്കളെ? 4 minus 3, 1. അപ്പോൾ 2 plus root 3 into 2 minus root 3 is equal to 1 ആണ്. അപ്പോൾ 2 plus root 3 and 2 minus root 3 are reciprocals. അങ്ങനെ റെസിപ്രോക്കൽസ് ആയിട്ട് കുറേ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ √2 + 1, √2 - 1 കോൺജുഗേറ്റ്സ് അല്ലേ?
അതേപോലെ 5 പ്ലസ് 2 റൂട്ട് 6, 5 മൈനസ് 2 റൂട്ട് 6 മൾട്ടിപ്ലൈ ചെയ്താൽ 1 അല്ലേ കിട്ടുക. അപ്പോൾ ഇതൊക്കെ അതിൽ പിടുത്താണ്. അപ്പോൾ ഈ ക്വസ്റ്റിൽ പിടുത്തം 2 പ്ലസ്, ഈ ക്വസ്റ്റിൽ പിടുത്തം 2 പ്ലസ് റൂട്ട് 3 2 മൈനസ് റൂട്ട് 3 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ ക്യൂബ് ബൈ ബീറ്റ റേസ് ടു 5 ഹോൾ റേസ് ടു 1/8 പ്ലസ് ബീറ്റ ക്യൂബ് by alpha raised to 5 whole raised to 1/8. ഇതിന്റെ വാല്യൂ എന്താണ് ചോദ്യം. വാട്ട് ഈസ് ആൽഫ ക്യൂബ്? യു ക്യാൻ ടേക്ക് ആൽഫ ആസ് ഇത് പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ 2 പ്ലസ് റൂട്ട് 3 ആവാം, 16 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 ആൽഫ ആവാം, ബീറ്റ ഈസ് 16 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫയുടെ പകരം എന്താ പറയാം, 16 ക്യൂബ് ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 അല്ലേ, 16 into 2 plus root 3 raised to 3 divided by 16 raised to 5 into 2 minus root 3 raised to 5. Ready? Whole raised to 1/8. ഞാൻ മറ്റേത് എഴുതില്ല കേട്ടോ, മറ്റേതുണ്ട് ഞാൻ എഴുതില്ല. അപ്പം ഞാൻ ഇത് മാത്രം സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ, ഫുൾ എഴുതില്ല. നോക്കൂ, ഇവിടെ വെട്ടിയാൽ ഇവിടെ 2 വരില്ലേ, ഈ 2 മൈനസ് റൂട്ട് 3 മുകളിൽ വരുമ്പോൾ 2 പ്ലസ് റൂട്ട് 3 ആവില്ലേ, 1/2 മൈനസ് റൂട്ട് 3 ഈസ് 2 പ്ലസ് റൂട്ട് 3. അപ്പോൾ ഇത് 2 പ്ലസ് റൂട്ട് 3 ആവും. അപ്പോൾ റേസ് ടു 8 വരും, ഇവിടെ 1/8 വരും, വെട്ടി അങ്ങോട്ട് പോകും. അപ്പോൾ വാട്ട്സ് ദ ആൻസർ? 1/16 സ്ക്വയർ. 16 സ്ക്വയർ ഈസ് 2 റേസ് ടു 8 ആണ്. 2 റേസ് ടു 4 സ്ക്വയർ, 2 റേസ് ടു 8. അപ്പം ഇത് റേസ് ടു 8 ആകുമ്പോൾ 1/2 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 ആണ് വരിക. അതേ ലോജിക്ക് ഉപയോഗിച്ചിട്ട് അത് സിംപ്ലിഫൈ ചെയ്യാം. ബീറ്റ റേസ് ടു 3, ബീറ്റ റേസ് ടു 3 എങ്ങനെ ചെയ്യാം മക്കളെ? ബീറ്റ റേസ് ടു 3 ഇതേപോലെ എങ്ങനെ ചെയ്യാം? ഇതേപോലെ ബീറ്റ റേസ് ടു 3 എങ്ങനെ ചെയ്യാം? ഫുൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ബീറ്റ റേസ് ടു 3 ഞാൻ ചെയ്യാം. ഇറ്റ് ഈസ് 16 റേസ് ടു 5 അല്ലേ, 16 റേസ് ടു 5 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3 റേസ് ടു 5 അല്ല, റേസ് ടു 5 അല്ല, 3 ആണ്, ഇവിടെ 3 ആണ്. 16 റേസ് ടു 3 into 2 minus root 3 raised to 3 divided by 16 raised to 5 into 2 plus root 3 raised to 5 whole raised to 1/8. അപ്പോൾ what is the answer? ഇതേപോലെ സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? വെട്ടിപ്പോയി ഇത് മുകളിലെത്തും, 2 minus root 3 ആവും. യു ക്യാൻ സേ ഇറ്റ് ഇസ് ഹാഫ് ഇൻറ്റു 2 minus 3. മനസ്സിലായോ? വെരി സിമ്പിൾ. അപ്പം റൂട്ട് 3 വെട്ടിപ്പോവും. ആൻസർ വിൽ ബി 1 plus 1. ആൻസർ ഇസ് 2. 2 is answer. അപ്പം ഇതേ ക്വസ്റ്റ്യൻ എങ്ങനെ ഏത് സ്റ്റൈലിൽ ചോദിക്കാം? 5 minus 2 root 6, 5 plus 2 root 6 വരുന്ന ചോദിക്കാം, അല്ലെങ്കിൽ root 2 plus 1, root 2 minus root 3 ചോദിക്കാം. ഓക്കെ, ഈ 2 plus root 3, 2 minus root 3 വേറൊരു സാധനമായിട്ട് കണക്ട് ചെയ്യാം, tan pi 15 ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അതുപോലത്തെ വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതും അതെ ക്യൂബ് റൂട്ട്സ് എഫിഡിറ്റിയുടെ വേറൊരു കോൺസെപ്റ്റ് ആണ്. നോക്കൂ, ഒരു ഇക്വേഷൻ ഉണ്ട്, സെറ്റ് ക്യൂബ് പ്ലസ് 2z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 ഈക്വൽ 0 ഒരു ഇക്വേഷൻ ഉണ്ട്. വേറൊരു ഇക്വേഷൻ z റേസ് ടു 1985 പ്ലസ് z റേസ് ടു 100 പ്ലസ് 1. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള റൂട്ട് ഏതാണ്? കോമൺ റൂട്ട് എന്താ? ഇതിലും വർക്ക് ചെയ്യണം, രണ്ടിലും വർക്ക് ചെയ്യുന്ന റൂട്ട്. ഇപ്പം എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ 0, 2 in 3 റൂട്ട് അല്ലേ. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 4x പ്ലസ് 4 ഈക്വൽ 0, 2 റൂട്ട് അല്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള റൂട്ട് ഏതാ? 2 ആണ്. അതുപോലെ കോമൺ റൂട്ട്, രണ്ടിലും വർക്ക് ചെയ്യുന്ന റൂട്ട്. അപ്പം ഇതിലത്തെ റൂട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഇതിലത്തെ റൂട്ട് കാണാം. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ ആയിക്കൂടെ, സെറ്റ് ക്യൂബ് പ്ലസ് 1 പ്ലസ് 2z പുറത്തെടുത്താൽ 2z ഇൻറ്റു സെറ്റ് പ്ലസ് 1. സെറ്റ് പ്ലസ് 1 പുറത്തെടുത്തൂടെ നമുക്ക്? സെറ്റ് പ്ലസ് 1, ഇത് സെറ്റ് ക്യൂബ് പ്ലസ് 1 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? വാട്ട് ഇസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. സാധാരണ ഐഡൻറ്റിറ്റിയാണ്. സെറ്റ് ക്യൂബ് പ്ലസ് 1 can be written as സെറ്റ് പ്ലസ് 1 ഇൻറ്റു z സ്ക്വയർ മൈനസ് z പ്ലസ് 1 അല്ലേ, പ്ലസ് 2z ഇൻറ്റു സെറ്റ് പ്ലസ് 1 ഈക്വൽ 0. അത് ഫാക്ടറൈസ് ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് ഈസ് സെറ്റ് പ്ലസ് 1 can be taken outside into z സ്ക്വയർ മൈനസ് z പ്ലസ് 1 പ്ലസ് 2z ഈക്വൽ 0. നോക്കൂ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക?
z plus 1 into z square plus z plus 1 equals 0. അതിൻ്റെ അർത്ഥം എന്താ? z plus 1 പൂജ്യം ആവാം, z square plus z plus 1 equals 0 ആവാം. അപ്പോൾ -1 റൂട്ട് ആവാം, z square plus z plus 1 equals 0 റൂട്ട് ആവാം. നമ്മളിപ്പോൾ കണ്ടതാണ്, കുറച്ച് മുമ്പേ കണ്ടത്. നോക്കൂ ഈ പ്രോബ്ലത്തിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 equals 0. ഉടനെ എന്താ റൂട്ട്? ഒമേഗ ഒമേഗ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 equals 0. റൂട്ട് ഏതാ? മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഒമേഗയും ഒമേഗ സ്ക്വയർ ആണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒമേഗ സ്ക്വയർ ആണ്. ആക്ച്വലി ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1/2 പ്ലസ് √3/2 -1/2 -√3/2 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒമേഗ -1 ഇതിൽ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. കണ്ടോ? -1 കൊടുത്താൽ ഇതിൽ വർക്ക് ചെയ്യില്ല. ഒമേഗ ഇതിൽ കൊടുത്തു നോക്കൂ. സപ്പോസ് യു പുട്ട് ഒമേഗ ഹിയർ, omega raised to 1985 plus omega raised to 100 plus 1. Omega raised to 100 എത്രയാ? Omega raised to 99 into omega. It is omega. Right? Omega raised to any power is a multiple of 3 is 1. So omega raised to 99 is 1. So it is omega plus 1 plus. And this can be written as ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 83 വരെ പോവും. അപ്പോൾ omega സ്ക്വയർ വരും. Of course the value is 0. അത് വർക്ക് ചെയ്യും. ഒമേഗ അതിൽ കൊടുത്താൽ വർക്ക് ചെയ്യും. ഒമേഗ കൊടുത്താൽ വർക്ക് ചെയ്യും, ഒമേഗ സ്ക്വയറും വർക്ക് ചെയ്യും. കാരണം കോംപ്ലക്സ് റൂട്ട്സ് കോൺജുഗേറ്റ്സ് ആണ്. അപ്പോൾ രണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൽ ഒമേഗ വർക്ക് ചെയ്യും, ഒമേഗ സ്ക്വയറും വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടിലും വർക്ക് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള റൂട്ട് ഏതാ? ഒമേഗയും ഒമേഗ സ്ക്വയറുമാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കോമൺ ആയിട്ടുള്ള എത്ര റൂട്ട് ഉണ്ട്? 2 റൂട്ട്സ്. അതെ, 2 റൂട്ട്സ്. റൈറ്റ്. Therefore the common roots are, what are the common roots? Omega and omega square. ഒമേഗയും ഒമേഗ സ്ക്വയറും റൂട്ടാണ്. അതിനും ഇതിനും ഒമേഗ സ്ക്വയറും റൂട്ടാണ്. ഓക്കെ, ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയിൽ നിന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ മക്കളെ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 2024 ചോദിച്ചതാണ്. ഇതേ ചോദ്യം 2013 JEE അഡ്വാൻസ് ചോദിച്ചിട്ടുണ്ട്. അത് മോഡിഫൈ ആയിട്ട് ചോദിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലേശം പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസും കൂടി ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസിൽ നിങ്ങൾ പഠിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ വാട്ട് ഇസ് സൈൻ റൂൾ? എന്താ സൈൻ റൂൾ പറയുന്നത്? ഇത് എ ആണെങ്കിൽ ഇത് സ്മോൾ എ, ഇത് ബി ആണെങ്കിൽ ഇത് സ്മോൾ ബി, ഇത് സി ആണെങ്കിൽ ഇത് സ്മോൾ സി. സൈൻ റൂൾ പറയുന്നത് എന്താ? എ ബൈ സൈൻ എ, സ്മോൾ എ ബൈ സൈൻ ക്യാപിറ്റൽ എ, എ ബൈ സൈൻ എ is equal to b by sin b is equal to c by sin c equals 2r, where r is the radius of the circumcircle. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈൻ റൂൾ. There is a cosine rule. Cosine rule എന്താ പറയുന്നത്? Suppose it is cos b. Cos b is equal to, we call this as cosine rule. In any triangle ABC, cos b is ഈ b ഉള്ള ആംഗിളിന്റെ adjacent side സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. a സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എന്നിട്ട് ബി എന്നുള്ള വേർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഫേസിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ac. But likewise, what is cos c? Cos c will be a square plus b square minus c square by 2ab. What will be cos a? b square plus c square minus a square by 2bc. ഓക്കെ, അപ്പോൾ എളുപ്പമല്ലേ കോസൈനും സൈൻ റൂൾ? അപ്പോൾ സൈൻ റൂൾ എന്താണ്? സൈൻ റൂൾ ഇതാണ്, a by sin a ഈക്വൽസ് b by sin b is equal to c by sin c. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസിലെ എല്ലാ ചോദ്യം എല്ലാം ഡിലീറ്റഡ് ആണ്. പക്ഷേ ഈ രണ്ടെണ്ണം എന്തായാലും പഠിക്കണം, കൊസൈൻ റൂളും സൈൻ റൂളും. ആയിട്ട് JEE അഡ്വാൻസിന് എല്ലാം പഠിക്കണം, പക്ഷേ JEE മെയിൻസിന് കുറേ എണ്ണം ഡിലീറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാം, കൊസൈൻ റൂൾ സൈൻ റൂൾ പഠിക്കാം. അപ്പോൾ എന്താണ്? കോസ് ബി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ മൈനസ് ദിസ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ദിസ്. അഡ്ജസൻസ് ആ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് സൈഡ് സ്ക്വയർ ഇട്ട് ആഡ് ചെയ്യുക, വിത്ത് ഓപ്പോസിറ്റ് ഫേസിൻ്റെ സൈഡ് സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യുക by 2 into product of these two adjacent sides. But this is cosine form. Okay, ഇനി അതൊന്ന് geometrically വരയ്ക്കാം. നോക്കൂ, let the complex numbers alpha and 1 by alpha bar, ഇവിടെ ബാർ ഉണ്ട് കേട്ടോ, 1 by alpha bar, alpha and 1 by alpha bar, ഇത് 1 by alpha bar ആണ്, alpha and 1 by alpha bar lie on the circles mod z minus z naught square equals 4 and mod z minus z naught square equals 16. നോക്കൂ, അവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഈ mod z is equal to r. It's a circle centered at origin and radius r ആണ്. Mod z minus 1 is equal to
k 4 ആണെങ്കിൽ ഇറ്റ്സ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 1 1 പറഞ്ഞാൽ 1 0 കോംപ്ലക്സ് നമ്പറിൽ 1 പറഞ്ഞാൽ 1 പ്ലസ് 0 i ആണ്. പോയിന്റ് ഓർഡർ പെയർ ആകുമ്പോൾ 1,0 ആണ് ആൻഡ് റേഡിയസ് ഇസ് 4. അപ്പം മോഡുലസ് ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ഫിസിക്കലി ആർ എന്ന സെഡ് നോട്ട് സെൻറ്ററും റേഡിയസ് ആറും ആയിട്ടുള്ള സർക്കിളാണ്. ഇപ്പം മോഡ് സെഡ് പ്ലസ് 1 ഫിസിക്കലി 4 ആണെങ്കിലോ ഇസ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് -1 ആൻഡ് റേഡിയസ് 4. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചൂടെ. മോഡ് സെഡ് ഈക്വൽസ് ആർ എന്ന സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് ആർ. ഇവിടെ സെഡ് -0 ആയിട്ട് വിചാരിക്കാം. സെഡ് -1 ആണെങ്കിൽ 1 സെൻറ്റർ റേഡിയസ് 4. സെഡ് പ്ലസ് 1 ആണെങ്കിൽ -1 സെൻറ്റർ റേഡിയസ് 4. ഓർത്തൂടെ സെഡ് മൈനസ്. അപ്പോൾ ചുരുക്കത്തിൽ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽസ് ആർ മീൻസ് സെഡ് നോട്ട് ആണ് സെൻറ്റർ, റേഡിയസ് 6 ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, നൗ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞാൽ ആൽഫ 2 സർക്കിൾസ് ഉണ്ട് കേട്ടോ. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട്, മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഇസിക്കൽ ടു 4 എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് 2 ആണെന്ന് അർത്ഥം. സെഡ് നോട്ട് ആണ് സെൻറ്റർ. പിന്നെയോ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് സ്ക്വയർ ഈക്വൽ 16 എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് സെഡ് നോട്ട്, മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇസ് 4. ഓക്കെ, അപ്പോൾ 2 സർക്കിൾസ് ഉണ്ട്. ഈ 2 സർക്കിൾസിൻ്റെയും സെൻറ്റർ സെഡ് നോട്ട് ആണ്. ഇത് റേഡിയസ് 2 ആണ്, റേഡിയസ് 4 ആണ്. അപ്പോൾ 2 സർക്കിൾ വരയ്ക്കാം. യു ഡ്രോ 2 സർക്കിൾസ്. You draw 2 circles with center at ഒരു ചെറിയ സർക്കിളും ഒരു വലിയ സർക്കിളും. You draw 2 circles. 2 സർക്കിൾ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ സർക്കിൾ. രണ്ടും കോൺസെൻട്രിക് ആണ്. സെഡ് നോട്ട് ആണ് സെൻറ്റർ. അപ്പോൾ സെഡ് നോട്ട് സെൻറ്റർ ആണെങ്കിൽ ഈ പോയിന്റ് സെഡ് നോട്ട് ആണ്. അപ്പോൾ സെഡ് നോട്ടിൻ്റെ പോയിന്റ് എന്താ? വാട്ട് ഇസ് സെഡ് നോട്ട്? It is given that z naught is 1 plus i. അപ്പോൾ ഈ പോയിന്റ് 1 plus i ആണ്. 1 plus i ആണ്. റേഡിയസ്, ഇതിൻ്റെ റേഡിയസ് 2 ആണ്, ഇതിൻ്റെ റേഡിയസ് 4 ആണ്. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, നോക്കൂ. ആൽഫ 1/r, ഈ ആൽഫ പറയുന്നത് ഇതിന് മുകളിലാണ്. ആൽഫ ഇസ് എ പോയിന്റ് ഹിയർ ഓൺ ദിസ് സർക്കിൾ. 1/alpha bar is a point on that circle. ആൽഫ എന്നുള്ള പോയിന്റ്, അയ്യോ, alpha is a point on this circle and 1/alpha bar is a point on this circle. Okay, alpha ചെറിയ സർക്കിളിന്റെ മുകളിലെ പോയിന്റ് ആണ്. 1/alpha bar വേറെ മറ്റേ സർക്കിളിന്റെ മുകളിലെ പോയിന്റ് ആണ്. ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇതിലൊരു കൺസെപ്റ്റ് ഉണ്ട്, നോക്കൂ. 0 0 അല്ലെങ്കിൽ 1 1 2 2 3 3 4 4 ഇതൊക്കെ കൊളീനിയർ പോയിന്റ്സ് അല്ലേ മക്കളെ? 1 2 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 2 പിന്നെ ഇതിന് അതായത് 1 2 ഒരു പോയിന്റ് ആണ്. 1 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 4 പിന്നെ ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 6. വാട്ട് യു ക്യാൻ സേ അബൌട്ട് ദീസ് 3 പോയിന്റ്സ്? ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആയിരിക്കും. കാരണം ഇതിന് സ്കേലാർ മൾട്ടിപ്പിൾ ആണിത്, ഇതിന് സ്കേലാർ മൾട്ടിപ്പിൾ അത്. അപ്പോൾ സ്കേലാർ മൾട്ടിപ്പിൾ ആണെങ്കിൽ കൊളീനിയർ ആയിരിക്കും. അപ്പോൾ ഇത് Z1 ആണ്, ഇത് Z2 ആണ്, ഇത് 2Z1 ആണെന്നുള്ളൂ. 2Z1 ആണ്, ഇത് 3Z2 ആണ്, ഇത് 3Z1 ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ KZ1, ഇറ്റ് വിൽ ബി കൊളീനിയർ. അപ്പോൾ അതുകൊണ്ട് ഈ ഒറിജിൻ നോക്കൂ, ആൽഫ 1/alpha bar നമുക്കൊരറിയാം. മോഡ് Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് മോഡ് Z സ്ക്വയർ? മോഡ് Z സ്ക്വയർ Z bar. Z bar ആണ്. അപ്പം ഇവിടെ ഞാൻ മുകളിലും താഴെയും ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? ആൽഫ ബൈ ആൽഫ ബാർ. വാട്ട് ഇസ് ആൽഫ bar? What is alpha bar? Alpha bar is mod alpha square, right? It is mod alpha square. And 1/mod alpha square is k. അപ്പോൾ ആൽഫ k ആൽഫയിലേത്. അതിൻ്റെ അർത്ഥം എന്താ? ഒറിജിനും ആൽഫയും ഇതും കൊളീനിയർ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. എന്താ കൺസെപ്റ്റ്? ഒറിജിനും ആൽഫയും 1/alpha ബാറും കൊളീനിയർ ആയിരിക്കും. അതാണ് ഈ പ്രോബ്ലത്തിലെ പിടുത്തം. ഒറിജിനും ആൽഫയും 1/alpha ബാറും ഇതായിരിക്കും. അപ്പം ഇത് അങ്ങോട്ട് യോജിപ്പിച്ചാൽ, അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ
ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒറിജിൻ ആയിട്ട് വിചാരിക്കാം. ദിസ് ഇസ് ഓറിജിൻ. ഒറിജിനും ആൽഫയും 1/α ബാറും എന്തായിരിക്കും? കൊളീനിയർ ആയിരിക്കും. അത് ഇതിൻ്റെ ഒരു പിടുത്താണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. origin alpha 1/α bar will be collinear points. കാരണം 1/α bar പറഞ്ഞാൽ ആൽഫ ബൈ മോഡ് ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് കെ ആൽഫയാണ്. origin ആൽഫ കെ ആൽഫ കൊളീനിയർ ആയിരിക്കും. വേണമെങ്കിൽ ആ ഡിറ്റർമിനൻ്റ് എടുത്തോളൂ. ഡിറ്റർമിനൻ്റ് x1 y11 x2 y21 x3 y31 ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 0 ആയിരിക്കും. ഓക്കെ, നൗ ഇതൊരു നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. നോക്കൂ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ സപ്പോസ് ദിസ് ഇസ് ഒ എ, ദിസ് ഇസ് ബി ആൻഡ് ദിസ് ഇസ് സി. ഈ ആംഗിൾ തീറ്റ വെച്ചോളൂ. നമ്മൾ ഈ കൊസൈൻ ഫോർമുല ഇവിടെയും നോക്കുക, ഒ എ ബിയിലും ചെയ്യാം ഒ എ സിയിലും ചെയ്യാം. കൊസൈൻ ഫോർമുല, cosine formula, you apply cosine formula. അതായത് ഈ what is cos theta of this triangle? OAB ലെ cosine formula വെച്ച് എന്താ? OAB ലെ cosine formula വെച്ച് എങ്ങനെ ഉണ്ടാവും? What is cosine formula? Cos theta equals ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സ്ക്വയർ അല്ലേ? അപ്പം OAB എന്നുള്ള ട്രയാങ്കിളിൽ കൊസൈൻ ഫോർമുല വെച്ചാൽ നമുക്ക് ഇവിടെ തൊട്ട് ഇതുവരെ ലെങ്ത് 1+i² ആണ്. ഓറിജിന് 1+i ദൂരം, ഇത് √2 ആണ് അല്ലേ? മോഡ് ആൽഫയുടെ വാല്യൂ കെ ആണെന്ന് വിചാരിക്കാം. മോഡ് ആൽഫയാണ് ചോദിച്ചത്. മോഡ് ആൽഫ വാട്ട് ഇസ് 100 മോഡ് ആൽഫ സ്ക്വയർ ചോദിച്ചത്. സപ്പോസ് മോഡ് ആൽഫ ഇസ് കെ. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം മോഡ് ആൽഫ അല്ലേ? അപ്പോൾ ഒ ബിയുടെ വാല്യൂ കെ ആയിരിക്കും. വാട്ട് ഇസ് ഒ സി? ഒ സി പറഞ്ഞാൽ 1 മോഡ് ആൽഫയാണ്. 1/α ബാർ ആണ്. ആൽഫ ബാർ എന്താ? ആൽഫ ബാറിന്റെ മോഡുലസ് ആൽഫ തന്നെയാണ്, മോഡ് ആൽഫ തന്നെയാണ്. അപ്പം വാട്ട് ഇസ് ഒ സി? അതായത് ഒ ബിയുടെ വാല്യൂ മോഡ് ആൽഫയാണ്. ഇറ്റ് ഇസ് കെ. വാട്ട് ഇസ് ഒ സി? ഒ സി ഇസ് 1/α ബാർ മോഡ്. വാട്ട് ഇസ് 1/α ബാർ മോഡ്? 1/k. ഇറ്റ് ഇസ് 1 മോഡ് ആൽഫ ബാർ. മോഡ് ആൽഫ ബാർ ഇസ് മോഡ് ആൽഫ ഇറ്റ്സെൽഫ്. ഇറ്റ് ഇസ് കെ. നൗ വാട്ട് ഇസ് കൊസൈൻ ഫോർമുല? ഒ എ ബിയിലെ കൊസൈൻ ഫോർമുല എന്താ? കോസ് തീറ്റ എന്തായിരിക്കും? കെ സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ മൈനസ് ദിസ് ലെങ്ത്. വാട്ട് ഇസ് ഒ ബി? എ ബിയുടെ ലെങ്ത് എന്താ? ഈ ചെറിയ സർക്കിളിന്റെ റേഡിയസ്. ചെറിയ സർക്കിളിന്റെ റേഡിയസ് 2 ആണ് അല്ലേ? വലിയ സർക്കിളിന്റെ റേഡിയസ് എന്താ? എ സി. ഇതിന്റെ റേഡിയസ് 4 ആണ്. ഈ ലെങ്ത് എ സി ലെങ്ത് 4 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിലെ കൊസൈൻ ഉപയോഗിച്ചാൽ കെ സ്ക്വയർ പ്ലസ് 2 √2 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കെ ഇൻറ്റു √2 ഇസ് ഈക്വൽ ടു കൊസൈൻ ഫോർമുല ഓഫ് ദിസ് ട്രയാങ്കിൾ ഒ എ സി എടുത്താൽ എന്താ വരിക? കെ സ്ക്വയർ. അതായത് ഒ സി സ്ക്വയർ എന്താ? 1/k സ്ക്വയർ ആണ് അല്ലേ? 1/k സ്ക്വയർ പ്ലസ് ദിസ് ലെങ്ത് √2 സ്ക്വയർ ദാറ്റ് ഇസ് 2 മൈനസ് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? 4 സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/k ഇൻറ്റു √2. സാധാരണ കൊസൈൻ ഫോർമുല ഈ ട്രയാങ്കിളിലും ഈ ട്രയാങ്കിളിൽ ഉപയോഗിച്ചാൽ മതി. കഴിഞ്ഞു. ഈ സ്റ്റെപ്പോട് കൂടി ആൻസർ കഴിഞ്ഞു. കെയുടെ വാല്യൂ കിട്ടി. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് 2 and 2 will get cancelled. ബാക്കി സിംപ്ലിഫിക്കേഷൻ ആണല്ലോ. ഈ 2 പോയി, √2 പോയി, ഈ 2 പോയി, ഈ √2 പോയി. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്താൽ 1/k ഇങ്ങോട്ട് എടുത്താൽ കിട്ടും മക്കളെ. കെ പ്ലസ് കെ മൈനസ് 2/k ഇസ് ഈക്വൽ ടു 1/k. ഇവിടെ എത്ര? 14 അല്ലേ? മൈനസ് 14k റൈറ്റ്? കെ 2k 14k ശരിയല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് 15k ഇസ് ഈക്വൽ ടു 3/k. അപ്പോൾ വാട്ട് ഇസ് കെ സ്ക്വയർ ഈക്വൽസ്? കെ സ്ക്വയർ ഈക്വൽസ് 1/5. അപ്പോൾ മോഡ് ആൽഫ സ്ക്വയർ ഈക്വൽസ് 1/5. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? 100 മോഡ് ആൽഫ സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ 100 മോഡ് ആൽഫ സ്ക്വയർ ഇസ് എത്രയാ? 100/5 ഇസ് ഈക്വൽ ടു 20. 20 is the answer.
ഇത് മിക്കവാറും ഈ ചോദ്യം ഇംപ്രവൈസ് ചെയ്തിട്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചോളൂ കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓൺലി തിങ് ഇസ് ദാറ്റ് ആ ചിത്രം വൃത്തിയായിട്ട് വരച്ചിട്ട് കൊസൈൻ ഫോമിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. കാരണം ഇത് 2013 ചോദിച്ചാണ്. 2013 ചോദ്യം ഇതാണ്, അതേപോലത്തെ ചോദ്യമാണ്. ഇത് നിങ്ങൾ ഇതിൻ്റെ ബേസിൽ ചെയ്ത് നോക്കുക, ഇതേപോലെ ചെയ്ത് നോക്കുക. ആൻസർ ഇസ് 9. ഇതിൻ്റെ ആൻസർ 9 ആണ്. സെയിം ഐഡിയ ആണ്. സെയിം ഐഡിയ ഞാൻ വേണമെങ്കിൽ വേഗം ഒന്ന് ചെയ്ത് നോക്കാം, ചെയ്യാം. സെയിം ഐഡിയ ആണ്. 2 സർക്കിൾ വരയ്ക്കാം. ദിസ് ഇസ് 1 സർക്കിൾ ആൻഡ് ദിസ് ഇസ് അനദർ സർക്കിൾ. സെയിം ഐഡിയ ആണ്. കോൺസെൻട്രിക് ആണ്. എന്താണ്? ദിസ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ. ക്വസ്റ്റ്യൻ ലേശം വ്യത്യാസമുണ്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ എന്നാലും ആ ചോദ്യം ഇംപ്രവൈസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഒറിജിൻ. ആദ്യത്തെ സർക്കിൾ കണ്ടോ, എക്സ് മൈനസ്, നമുക്കറിയാലോ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ അല്ലേ ആർ സ്ക്വയർ. കണ്ടോ, എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട്. ഇവിടെ എക്സ് നോട്ട് വൈ നോട്ട് തന്നിട്ടില്ല. ഇതാണ് സെഡ് നോട്ട്. ഈ പോയിന്റാണ് സെഡ് നോട്ട്. ആ സെഡ് നോട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ 1 + i തന്നിട്ടുണ്ട്. ഇവിടെ 1 + i തന്നിട്ടില്ല, സെഡ് നോട്ടേ തന്നിട്ടില്ല. ഇനി എന്താ തന്നിട്ടുള്ളത്? ഇതാ ഇങ്ങനൊരു സെഡ് നോട്ട്, ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ ഇതാ ഇത് അതിൻ്റെ റേഡിയസ് ആണ്, ഇതും മറ്റേ റേഡിയസ് ആണ് അല്ലേ. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. ഇതിൻ്റെ റേഡിയസ് നോക്കൂ, എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് സ്ക്വയർ ഈക്വൽസ് 4r സ്ക്വയർ ആണ്. 4r സ്ക്വയർ മീൻസ് 2r ആണ് റേഡിയസ്. അപ്പോൾ ഇത് 2r ആണ്. ഇതാണ് തീറ്റ. അപ്പം ഇവിടെ മോഡ് സെറ്റ് നോട്ട് സ്ക്വയർ, മോഡ് ആൽഫ സ്ക്വയർ ചോദിച്ചു. ഇതാണ് ആൽഫ, ഇതാണ് 1/α ബാർ. അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാനിവിടെ മോഡ് ആൽഫ സ്ക്വയർ കെ ആയിട്ട് എടുത്താൽ, ഇവിടെ മോഡ് ആൽഫ സ്ക്വയർ കെ ആയിട്ട് എടുത്താൽ, മോഡ് ആൽഫ സ്ക്വയർ, if you take mod alpha square, mod alpha equals k, mod alpha നെ k ആയിട്ട് എടുത്താൽ ഇതിപ്പോ OAB ആണ്, OABC ആണ്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെ OABയും OAC എടുത്താൽ വാട്ട് ഇസ് കൊസൈൻ ഫോർമുല? എന്തായിരിക്കും? കോസ് തീറ്റ എന്തായിരിക്കും? മോഡ് സെറ്റ് നോട്ട് സ്ക്വയർ ഉണ്ട്, ഈ ലെങ്ത് ആണ്. മോഡ് സെറ്റ് നോട്ട് ഈ ലെങ്ത് അല്ലേ. മോഡ് സെറ്റ് നോട്ട് സ്ക്വയർ പ്ലസ് ഈ ലെങ്ത് എത്രയാ? കെ സ്ക്വയർ. മോഡ് ആൽഫ സ്ക്വയർ കെ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മോഡ് സെറ്റ് നോട്ട് ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? ഈ ലെങ്ത്, ഈ OAB എടുക്കാം. എന്താ? മോഡ് സെറ്റ് നോട്ട് സ്ക്വയർ പ്ലസ് ഈ ലെങ്ത്, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്. ഈ ലെങ്ത് എന്താ? 1 മോഡ് ആൽഫയാണ്. What is 1 mod alpha? 1 k square minus opposite side square. It is 4r square divided by 2 into mod z naught into 1 k. കഴിഞ്ഞ പ്രോബ്ലം മാതിരി തന്നെ. അപ്പോൾ വാട്ട് വി ഡു ഹിയർ ഇസ് ഈ 2ഉം സെറ്റ് നോട്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ മാതിരി തന്നെ വെട്ടിക്കളഞ്ഞു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സെറ്റ് നോട്ട് തന്നിട്ടില്ല. സെറ്റ് നോട്ടും ആറും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് സെറ്റ് നോട്ട് സ്ക്വയർ? 2 സെറ്റ് നോട്ട് സ്ക്വയർ ഈക്വൽസ് r സ്ക്വയർ പ്ലസ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ഒന്നായിട്ട് 2 സെറ്റ് നോട്ട് സ്ക്വയർ ആയിരിക്കുള്ളൂ. ഇതിനെ ഒന്നായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ഉള്ളൂ. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. എന്നിട്ട് 2 സെറ്റ് നോട്ട് സ്ക്വയറിന് പകരം എന്ത് എഴുതാം? r സ്ക്വയർ പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് r സ്ക്വയർ പ്ലസ് 2 ആക്കാം, ഇതും r സ്ക്വയർ പ്ലസ് 2 ആക്കാം. But this is r square plus 2. This is also r square plus 2. It അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് you see that mod alpha equals, അത് നിങ്ങൾ ചെയ്യണം. mod alpha is equal to 1/√7. You get the value of mod alpha. അല്ലെങ്കിൽ mod k equals, k യുടെ വാല്യൂ അല്ലേ mod alpha. You get k equals 1/√7. k സ്ക്വയറിനെയാണ് കിട്ടാമോ? k equals 1/√7 വരും. അപ്പോൾ mod alpha square will be 1/7. or the answer will be 63 into 1/7. ഇത് നിങ്ങൾ ചെയ്യണേ മക്കളെ, ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി ട്രൈ ചെയ്യുക. 2 ചോദ്യം കമ്പയർ ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി
മാക്സിമം കൺസെപ്റ്റ് ഇതാണ്. വാട്ട് ഈസ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ? പത്താമത്തെ ചോദ്യം, if Z is a complex number, ഇതെന്താ അതിങ്ങനെ വന്നേ? Okay, question ഇതാണ്. If maximum and minimum value of mod Z minus Z1, if locus of Z given and Z1 given. ഇതെന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് പറയാം. ഇപ്പം ഉദാഹരണത്തിന് ഒരു ചോദ്യം പറയാം. നോക്കൂ, suppose mod Z is equal to 5 and Z is equal to Z1 equals 6 plus 8i. What is Z minus Z1 min? ചോദിച്ചാൽ എൻ്റെ ആൻസർ. അതായത് mod Z equals 5 എന്നാൽ ലോക്കസ് ആണ്. The mod Z equals 5 and Z is a point which moves such that the distance from Z to origin is 5. Now, mod Z equals 5 actually it's a circle centered at 0, 0 and radius 5. So, this is a circle. Mod Z equals 5 and a circle centered at 0 and radius 5. This is a radius of 5. So, this is y-axis. This is y-axis, this is x-axis. ഈ 6 പ്ലസ് 8 Z1 എന്നുള്ള പോയിന്റ് സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ മേലെയാണോ? മക്കളെ, Z1 എന്നുള്ള പോയിന്റ് ആ സർക്കിളിന്റെ ഉള്ളിലാണോ പുറത്താണോ മേലെയാണോ? Z1 എന്നുള്ള പോയിന്റ് ഉള്ളിലാണോ പുറത്താണോ? നോക്കൂ, mod Z equals 5 എന്നാൽ ഇവിടെയാണ്, റിമ്മിലാണ്. അതായത് ഈ പോയിന്റ് നിങ്ങളുടെ ദൂരം എപ്പോഴും 5 ആണ്. Z is a point which moves such that the distance from that point to the origin is always 5. But 6 plus 8i in the origin like 6 plus 8i in the origin like 36 64 100 root 10. But 6 plus 8i in the origin like 10 ആണ്. അപ്പോൾ എന്തായാലും 6 plus 8i പുറത്താണ്. അപ്പോൾ ഇതാണ് Z1 എന്നുള്ള പോയിന്റ്. അപ്പോൾ Z ഇവിടെയാണ്. അപ്പോൾ Z1 Z-ലേക്കുള്ള ദൂരം എന്താ? ഇതല്ലേ ഷോർട്ടസ്റ്റ് ദൂരം അല്ലേ? അതായിരിക്കും ഷോർട്ടസ്റ്റ് ദൂരം. അപ്പോൾ ഈ സെറ്റ് ആകുമ്പോഴാണ് Z മൈനസ് Z1 mod Z minus Z1 min ആവുക അപ്പോഴാണ്. ആൻഡ് വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് mod Z minus Z1? എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഒറിജിനിലേക്കുള്ള ദൂരം കാണാം, അതിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 6 plus 8i ഒറിജിനിലേക്കുള്ള ദൂരം എത്രയാ? 10. 10 നിന്ന് ഈ 5 സബ്ട്രാക്ട് ചെയ്ത് അപ്പോൾ ബാക്കി 5 കിട്ടും. അപ്പോൾ 5 ആണ് Z minus Z1 mod min. Z minus Z1 mod എന്ന് എന്താ? ഡിസ്റ്റൻസ് ഫ്രം Z to Z1. അപ്പോൾ Z നിന്ന് Z1ലേക്കുള്ള അല്ലെങ്കിൽ Z1 Z ലേക്കുള്ള ദൂരത്തിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ? 5 ആണ്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? വാട്ട് വിൽ ബി? അപ്പോൾ ഇത് 5 ആണ്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? Z minus Z1 മാക്സ് എന്തായിരിക്കും? വാട്ട് വിൽ ബി Z minus Z1 മാക്സ്? അപ്പോൾ ഇതാ നോക്കൂ, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്, ഇതൊരു ദൂരമാണ്. അപ്പോൾ മാക്സിമം ദൂരം ഏതായിരിക്കില്ലേ? അപ്പോൾ വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്റ്റൻസ്? Maximum distance will be 10 plus 5, that is 15. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ്, മാക്സിമം ഡിസ്റ്റൻസ്, അതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. Now start with this question. Mod Z less than or equal to 1. Mod Z less than or equal to 1. എന്താ ഡിഫറൻസ്? mod Z equals 1 പറഞ്ഞാലും mod Z less than equal to 1 എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്താ? mod Z equals 1 എന്ന് പറഞ്ഞാൽ Z can lie only on the rim. റിമ്മിലേക്ക് കിടക്കുള്ളൂ. mod Z less than or equal to 1 എന്ന് പറഞ്ഞാൽ Z can lie on the rim as well as on the inside regionിലും കിടക്കാമെന്നാണ്. അപ്പോൾ ഇതാണ് സർക്കിൾ. ഈ സർക്കിളിൻ്റെ ഉള്ളിലും കിടക്കാം. It can lie
inside the region. ഇതിനുള്ളിലൊക്കെ ആവാം. It can lie anywhere inside the region. It can lie inside the region. അപ്പോൾ ഇതാണ് y axis, ഇതാണ് x axis എങ്കിൽ, if this is y axis, if this is y axis and this is x axis, എവിടെയാ സെറ്റ് കിടക്കുക? നോക്കൂ, z plus half into 3 plus 4i മിനിമം വാല്യൂ എന്താണെന്ന് ചോദ്യം. ഞാൻ കുറച്ചു പേര് പറഞ്ഞു z minus 1 എന്ന z നിന്ന് 1 ദൂരമാണ്. z plus 1 എന്ന എന്താ അർത്ഥം? z നിന്ന് -1 ദൂരമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. z minus z1 means distance from z to z1. z plus z1 mod means distance from z to minus z1. അപ്പോൾ ഇവിടെ z modulus of z plus half into 3 plus 4i. ഇതിനെ റീറൈറ്റ് ചെയ്യണം, എന്നാലേ ദൂരം കാണാൻ പറ്റില്ല. എങ്ങനെ റീറൈറ്റ് ചെയ്യണം? ഈ പ്ലസിനെ നമുക്ക് മാറ്റിയിട്ട് മൈനസ് ഓഫ് മൈനസ് എഴുതണം. റൈറ്റ്. അപ്പോൾ ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഫ്രം സെറ്റ് ടു -3/2 + 2. അപ്പോൾ -3/2 അതായത് സെറ്റ് -3/2 -4/2. അപ്പോൾ ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഈ പോയിന്റ് നോക്കാം, -3/2 -2i എവിടെ ഉണ്ടാവുക? ഇത് ഈ പോയിന്റ് 1 ആണ്. -3/2 ഇവിടെ ഉണ്ടാവും. 2i പറയുന്നത് ഇവിടെ എവിടെയായിരിക്കും? ദിസ് ഇസ് -3/2 അല്ലേ? -3/2 2i എവിടെ ഉണ്ടാവുക? അപ്പോൾ ഇവിടെ നിന്നുള്ള മിനിമം വാല്യൂ ചോദിച്ചാൽ മിനിമം വാല്യൂ എങ്ങനെ കാണാം? ഇവിടുന്ന് ഇതിലേക്കുള്ള ദൂരം കാണുക, ഒറിജിനിലേക്കുള്ള ദൂരം കാണുക, അതിൽ നിന്ന് സർക്കിളിൻ്റെ റേഡിയസ് സബ്ട്രാക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം, അതായത് യു ടേക്ക് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ ഒറിജിൻ, റിമൂവ് സബ്ട്രാക്ട് ദ റേഡിയസ്. അതായത് ഇതാണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇതായിരിക്കും. വാട്ട് ഇസ് മോഡ് സെറ്റ് മൈനസ് വാട്ട് ഇസ് മിനിമം വാല്യൂ? വിൽ ബി ഡിസ്റ്റൻസ് ഫുൾ ദൂരം എടുക്കാം ഇവിടെ തൊട്ട്. അതായത് ഇതിപ്പോൾ പി ആണ്, ഇത് ഒ ആണെങ്കിൽ ഇറ്റ് ഇസ് ഒ പി മൈനസ് ദ റേഡിയസ്. വാട്ട് ഇസ് ദ റേഡിയസ്? ഒ പി മൈനസ് 1. വാട്ട് ഇസ് ഒ പി? ഈ ദൂരം എന്താ മക്കളെ? 9/4 + 4 root of 9/4 + 4 - 1. It is 9/4 16 5/2. It is 5/2 - 1 is equal to 3/2. But 3/2 is the answer. What is the maximum distance? ഇത് 3/2 ആണെങ്കിൽ ഇത് 3/1 ആണ്. അപ്പോൾ 3/2 + 1 5/2 ആയിരിക്കും മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ മിനിമം മോഡ് സെറ്റ് പ്ലസ് ഹാഫ് ഇൻറ്റു 3 + 4i min will be 3/2 and mode set plus half into 3 + 4i max will be 5/2. Okay. ഈ ചോദ്യം നോക്കൂ. If for all complex numbers z1 and z2 satisfying mode z1 = 12 and mode z2 - 3 - 4i = 5, what is the minimum value of mode z1 - z2 equals mode z1 - z2 ന്റെ മിനിമം വാല്യൂ എന്താണ്? അപ്പം mode z1 = 12 എന്ന് പറഞ്ഞാൽ എന്താ? Mode z1 = 12. What do you mean by that? Mode z1 = 12 means it's a circle centered at 1. Radius at center at 0, 0 and radius 12, right? This is 0, 0 and the radius is 12. 12 ആണ് radius. 12 radius, center 0, 0. അല്ലേ? അപ്പോൾ ഇതാണ് y axis, x axis. അപ്പോൾ this is y axis, x axis. ഇത് y axis ആണ്, ഇത് x axis ആണ്. റേഡിയസ് 12 ആണ്. അപ്പോൾ ഈ ലെങ്ത് 12 ആണ്, ഇത് 12 ആണ്, 12x. ഓക്കെ. ഇനി Z2, അപ്പോൾ ഇതിന് റിമിൻ്റെ മുകളിലാണ് ആരുണ്ടാവുക? Z1 ഉണ്ടാവുക. മോഡ് Z2 - 3 - 4i 3 - 4i -3 - 4i means this is circle centered at this Z2 minus, നമുക്ക് ഇങ്ങനെ എഴുതാം, it is modulus of Z2 - 3 + 4i is equal to 5. But it's a circle centered at 3, 4. It's a circle centered at 3, 4 and radius 5. അല്ലേ? It's a circle centered at 3, 4 and radius 5. അപ്പോൾ 3, 4 എവിടെ ഉണ്ടാവും മക്കളെ? ഇതിപ്പം 12 ആണ്. അപ്പോൾ ഇവിടെയാണ് 3 ഉണ്ടാവുക. 4 ഇവിടെ ഉണ്ടാവുക. അപ്പോൾ this is 3, 4. This point is 3, 4. അപ്പോൾ you see that this length is 5. അതേപോലെ ഇങ്ങോട്ട് ഒരു ലെങ്ത് 5 എടുക്കുക. അപ്പോൾ ഏകദേശം മറ്റേ സർക്കിൾ എങ്ങനെ ഉണ്ടാവുക?
other circle will be circle centered at 3, 4 and radius 5. അപ്പോൾ ഏകദേശം ആ സർക്കിൾ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അല്ലേ എങ്ങനെയല്ലേ സർക്കിൾ ഉണ്ടാവുക? ഇറ്റ്സ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 3, 4. ഇത് 3, 4 ആണ്. ഈ ദൂരം 5 ആണ്, ഈ ദൂരം 5 ആണ്. ആൻഡ് ഇറ്റ് ഇസ് പാസിംഗ് ടു ദ ഒറിജിൻ ഓൾസോ. അപ്പോൾ ഇതിലാണ് ഈ സർക്കിളിൻ്റെ മുകളിലാണ് ആരുണ്ടാവുക? Z2 ഉണ്ടാവുക. അപ്പോൾ Z2 ലൈസ് ഓൺ ദ റിം ഓഫ് ദിസ് ഇന്നർ സർക്കിൾ ആൻഡ് Z1 ലൈസ് ഓൺ ദ rim of the outside circle. What is the question? What is the minimum value of mod Z1 minus Z2? For mod minimum value will be this part. That is minimum down. Maximum is this length. But what will be Z1 minus Z2 mean? Z1 minus Z2 mean will be ഈ ദൂരമായിരിക്കും, ഈ ലെങ്ത്. അതായത് ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം 12 ആണ്, ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം 10 ആണ്. അപ്പോൾ ഈ ദൂരം എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ mod Z1 minus Z2 is min is 2. And mod Z1 minus Z2 max എന്തായിരിക്കും മക്കളെ? mod Z1 minus Z2 max. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ Z2 ആണ്. അപ്പോൾ ഇവിടെ Z2ഉം ഇവിടെ Z ഉം വയ്ക്കുക. അതാ ഇവിടെ Z വയ്ക്കുക. അപ്പോൾ ഈ ലെങ്ത് ഇതാണ് മാക്സ്. ദിസ് വിൽ ബി ദ മാക്സിമം ഡിസ്റ്റൻസ്. അബൌട്ട് ദ മാക്സിമം ഡിസ്റ്റൻസ്, അതായത് 12ന്ന് 10 കുറച്ചാൽ 2, അതാണ് മിനിമം ഉണ്ടാവുക. 12ഉം ഇതാണ് 12, 12ഉം 10ഉം അതായിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പോൾ 22 ആണ് മാക്സിമം. The maximum Z1 minus Z2 max is 22 and Z1 minus Z2 min is 2. നല്ല ചോദ്യമല്ലേ? ഇതും ലോക്കസ് പ്രോബ്ലത്തിൽ നല്ല ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ ചോദ്യം നോക്കിയിട്ട് അങ്ങോട്ട് വരാം. 13 ആദ്യം ചെയ്യാം, എന്നിട്ട് 12 ചെയ്യാം. If any Z is a complex number satisfying Z minus 3 minus 2y less than equal to 2, then what is the minimum value of modulus 2z minus 6 plus 5y? മോഡ്ലെസ് 2z മൈനസ്, നോക്കൂ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ Z മൈനസ് Z1 മിനിമം കാണുമ്പോൾ സെഡിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയിരിക്കണം നിർബന്ധമാണ്. അപ്പോൾ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം വാല്യൂ ഓഫ് മോഡ്ലെസ് ഓഫ് 2z മൈനസ് 6 പ്ലസ് 5y? ഇതാണ് ചോദ്യം. ഇതിൻ്റെ മിന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം ഇത് വൃത്തിയിൽ എഴുതണം. ഇതെങ്ങനെ വൃത്തിയിൽ എഴുതാം? 2 പുറത്തേക്ക് എടുക്കാം. 2 into modulus of Z minus 3 plus 5 by 2y. ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്. ഇതിൻ്റെ മിനിമം വാല്യൂ എങ്ങനെയാണ്? 2 into modulus of, ഇത് വൃത്തിയിൽ എഴുതാം, Z minus Z1. Z minus Z1 ആകുമ്പോൾ മൈനസ് പുറത്തെടുത്താൽ 3 minus 5 by 2y. അതായത് യു ഹാവ് ടു ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് Z minus 3 minus 5 by Z എന്ന് 3, 5 by 2 എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരത്തിൻ്റെ മിനിമം വാല്യൂ എടുത്തിട്ട് അതിനെ 2 കൊണ്ട് മുൾക്കാതെ കിട്ടുന്ന വാല്യൂ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നൗ എവിടെയാ ലോക്കസ്? എന്താ? Z is any complex number satisfying Z minus 3 minus 2y is equal to 2. അപ്പോൾ ആദ്യം നമ്മൾ x ആക്സിസ് y ആക്സിസ് വരയ്ക്കാം. ഫസ്റ്റ് യു ഡ്രോ x ആക്സിസ് ആൻഡ് y ആക്സിസ്. x ആക്സിസ് y ആക്സിസ്. ഇനി അവിടെ നിങ്ങൾ ലൈൻ സർക്കിൾ വരയ്ക്കാം. ഇതൊരു സർക്കിൾ അല്ലേ മക്കളെ? ഇതൊരു സർക്കിളാണ് അല്ലേ? സർക്കിൾ അല്ലേ ഇത്? സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 3, 2 ആൻഡ് റേഡിയസ് 2 ആണ്. 3, 2 ആണ്. ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3, 1, 2. 3, 2 പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ സെൻറ്ററും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ സർക്കിൾ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ സെൻറ്ററും റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ അല്ലേ? സെൻറ്റർ ഇവിടെയാണ്, റേഡിയസ് 2. അപ്പോൾ അതിലെ സർക്കിൾ ഇങ്ങനെ തുടരും. സെൻറ്റർ 3, 2 ആൻഡ് റേഡിയസ് 2 അല്ലേ? റേഡിയസ് 2 ആണ്. അപ്പോൾ ഈ സർക്കിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പറഞ്ഞാൽ എന്താ? സെറ്റ് ക്യാൻ ലൈ എനിവർ ഓൺ ദ റിം ഓർ ഓൾസോ ഇൻസൈഡ് ദ റീജിയൻ. ഇതിൻ്റെ ഉള്ളിലത്തെ റീജിയനിലും സെറ്റ് കിടക്കാം, ഇവിടെയും സെറ്റ് കിടക്കാം. സെറ്റ് ക്യാൻ ലൈ ഇൻസൈഡ് ഓൾസോ. റിമ്മിലും കിടക്കാം, ഉള്ളിലും കിടക്കാം. ഇനി എന്താ ചോദ്യം? ഇവിടെയാണ് സെറ്റ് കിടക്കുന്നത്. ഇനി നമ്മളെ പോയിന്റ് ഇതാ, വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് 2z മൈനസ് 6 പ്ലസ് 4 ആയി? അത് നമ്മൾ ചെയ്തു. 2 into Z minus 3 minus 5 ആയി. അതായത് സെഡ് നിന്ന് 3 minus 5 ആയി. അതായത് സെഡ് ഇവിടെയാണ് കിടക്കുന്നത്. സെഡ് ഇസ് lying here, but we have to take the distance from that region to 3 minus 5. What is 3 minus 5 by 2 ആയി? 3. ഇതാണ് 3. 5 by 2 ആയി പറഞ്ഞാൽ 2.5. 2.5 പറഞ്ഞാൽ 1, 2, 2.5. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ദിസ് ഇസ് 3, minus 5 by 2 ആയി. ആർക്കും പ്ലെയിൻ ആയിട്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 3 minus
5/2 ആയി. അപ്പോൾ അതിനുള്ള ദൂരം, ഈ പോയിന്റിൽ നിന്ന് ഈ റീജിയനിലേക്കുള്ള ദൂരം, ആ റീജിയനിലേക്ക് ദൂരം ഇതല്ലേ മക്കളെ, മിനിമം ദൂരം ഇതല്ലേ ഉണ്ടാവുക. ഈസ് ദിസ് ദ മിനിമം ഡിസ്റ്റൻസ്? അവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടാവുക, ഇതല്ലേ മിനിമം ഡിസ്റ്റൻസ്. ആൻഡ് ദിസ് വിൽ ബി ദ മാക്സിമം ഡിസ്റ്റൻസ്. ഇവിടെ തൊട്ട് ഇതുവരെയുള്ള മാക്സിമം ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ് വിൽ ബി ദിസ്. വാട്ട് ഇസ് ദിസ് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് എന്താ? 5/2. അപ്പോൾ 5/2 is the minimum distance. Therefore, this min is equal to എന്താണ്? 2 into 5/2. And that's equal to 5. Simple. ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വെച്ചാലോ, വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദിസ് വെച്ചാലോ, ഇറ്റ് ഇസ് 5/2 പ്ലസ് ദിസ് ലെങ്ത് അല്ലേ. ഇവിടെയാണ് സെറ്റ്. ഈ ഫുൾ ലെങ്ത് ആണ് മാക്സിമം. ഈ ഫുൾ ലെങ്ത് ആണ് മാക്സിമം. അപ്പോൾ ഈ ഫുൾ ലെങ്ത് എന്താ? ഇതിൻ്റെ റേഡിയസ് കൂടി ഉണ്ടാവും. ഇത് റേഡിയസ് ഡയമീറ്റർ കൂടി ഉണ്ടാവും. ഇത് 2ഉം 2ഉം 2 2 4 4ഉം 2 4 2 6 6 പറഞ്ഞാൽ 13/2. അപ്പോൾ 13/2 ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. ഇതിൻ്റെ 2 ആകുമ്പോൾ 13 ആയിരിക്കും മാക്സിമം. എളുപ്പമല്ലേ? അപ്പോൾ ഈ സാധനത്തിൻ്റെ മിനിമം വാല്യൂ ഇസ് 5 ആൻഡ് ദ മാക്സിമം വാല്യൂ ഇസ് 13. റൈറ്റ്? അപ്പോൾ 2011 ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചുകൂടാന്നില്ല കേട്ടോ ഇപ്രാവശ്യം. ഓക്കെ, ഇതൊരു നല്ല ചോദ്യമാണ്. JEE 2020 ചോദ്യമാണ്. അത് ഇംപ്രവൈസ് ചെയ്തിട്ട് ചോദിച്ചുകൂടാന്നില്ല. 2020 ചോദ്യമാണ്, ഇംപ്രവൈസ് ചെയ്തിട്ട് ചോദിച്ചുകൂടാന്നില്ല. For a complex number Z, real set denotes the real part of Z. S denotes the set of all complex numbers Z satisfying. ഇതാണ് ഞാൻ അത് രണ്ടാമത് എഴുതാം, വൃത്തിയായിട്ട് എഴുതിയിട്ടില്ല. Z raised to 4 minus mod Z raised to 4 is equal to 4i Z square. അങ്ങനത്തെ കുറേ സെറ്റുകളാണ്. What is the minimum? Then the minimum possible value of mod Z1 minus Z2 square, where Z1 and Z2 belong to S with real Z1 greater than 0 and real Z2 less than 0. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചെയ്യുക നിങ്ങൾ? Z raised to 4 minus mod Z raised to 4. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പേ. ആൽഫ ബാർ എന്താ? മോഡ് ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ വാട്ട് ഇസ് Z ബാർ? Z ബാർ ഇസ് മോഡ് Z സ്ക്വയർ അല്ലേ. Z ബാർ എന്ന് പറഞ്ഞാൽ മോഡ് Z സ്ക്വയർ ആണ്. ഓർത്താ അറിയാം, സെഡ് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. സെഡ് ബാർ എക്സ് മൈനസ് ഐ വൈ ആണെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് മോഡ് Z സ്ക്വയർ ആണ്. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, Z raised to 4 മൈനസ് മോഡ് Z സ്ക്വയർ എന്ന് പറഞ്ഞാൽ Z ബാർ ആണ്. അപ്പോൾ Z ബാർ സ്ക്വയർ is equal to 4i Z സ്ക്വയർ. ശരിയല്ലേ? 4i Z സ്ക്വയർ. അപ്പോൾ എല്ലാറ്റിലും Z സ്ക്വയർ ഉണ്ട്. അപ്പോൾ Z സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു റൂട്ട് ഉണ്ടാവും. 0 is a root അല്ലേ. അപ്പോൾ Z സ്ക്വയർ ഒന്നായിട്ട് പുറത്തെടുത്താൽ Z is equal to 0 ഒരു റൂട്ടാണ്. അപ്പോൾ Z 0 ഒന്നായിട്ട് വെട്ടിക്കളഞ്ഞാൽ എന്താ കിട്ടുക? Z സ്ക്വയർ മൈനസ് Z ബാർ സ്ക്വയർ is equal to 4i. Right? Z square minus Z bar square is equal to 4i. Now what is Z square? നമുക്കറിയാം Z എന്ന് പറഞ്ഞാൽ എന്താ? X plus iy ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ what is Z square equals? X plus iy square. A plus ib square നമുക്കറിയാം. A square minus b square plus 2ib ആണ്. അപ്പം 2aib ആണ്. അപ്പം എന്താവും? X square minus y square. I square y square becomes minus y square plus I into 2xy. But what will be Z bar square? Z bar square will be x square minus y square minus I into 2xy. Conjugate എടുക്കുമ്പോൾ ഇപ്പുറത്ത് കോൺജുഗേറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇതിലൂടെ സബ്ട്രാക്ട് ചെയ്താൽ Z square minus Z bar square സബ്ട്രാക്ട് ചെയ്താൽ ഈ റിയൽ പാർട്ട് പോവും. പ്യൂർലി ഇമാജിനറി ആയിരിക്കും. അപ്പോൾ ഇമാജിനറി എന്താ? 4xy വരും. അപ്പോൾ 4xy ആണ് 4i. 4xy I will be 4i. I cancel that. 4i cancel that. You get xy equals 1. അപ്പോൾ ആക്ച്വലി ഇത് രണ്ട് Z equals 0 ഒരു സൊല്യൂഷൻ വരും. പിന്നെ xy equals 1 വരും. ഈ xy equals 1ന്റെ ഗ്രാഫ് എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബോയ്സ് ലോ, ചാൾസ് ലോ. xy PV equals a constant എന്താ നിങ്ങൾക്കറിയാം. PV equals constant ഗ്രാഫ് എങ്ങനെയാണ്? ഇറ്റ്സ് എ ഹൈപ്പർബോള, റെക്ടാങ്കുലർ ഹൈപ്പർബോള. y equals റെസിപ്രോക്കൽ ഫംഗ്ഷൻ പഠിച്ചില്ലേ? y equals 1/x. അപ്പം xy equals 1ന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഒന്ന് പറയുമോ? xy equals 1ന്റെ ഗ്രാഫ്. xy equals 1ന്റെ ഗ്രാഫ് ഇത് y ആക്സിസും
if you take this as y-axis, ഇത് y-axisഉം ഇത് x-axisഉം ആണെങ്കിൽ y-axis ആണെങ്കിൽ xy equals 1 ന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. Graph will be more or less like this. This is a graph of xy equals 1. Rectangular hyperbola ആണ്. The rectangular hyperbola എപ്പോഴും symmetrical about y is equal to x ആയിരിക്കും. Symmetric function ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ കർവിൻ്റെ മുകളിൽ, അതായത് ഈ കർവിൽ, അതായത് ഈ സംഭവം നടക്കുന്ന, അതായത് ഈ സംഭവം സെറ്റ് റേസ് ടു 4 മൈനസ് മോഡ് സെറ്റ് റേസ് ടു 4 is equal to 4i സെറ്റ് സ്ക്വയർ ഉള്ള ഇക്വേഷൻ വർക്ക് ചെയ്യുന്ന സെറ്റ് എവിടെയാണ് കിടക്കുക അറിയോ? Either it can lie anywhere on the point in this branch or on this branch or at the origin. അപ്പം ഈ സ്ഥലത്താണ്. അപ്പോൾ ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ടാവും. ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ഇൻഫിനിറ്റ് സെറ്റ് ആണ് അല്ലേ? ഒറിജിൻ ഉണ്ടാവും, സെറ്റ് ഈക്വൽ 0 ഉണ്ടല്ലോ. സെറ്റ് ഈക്വൽ 0 is the solution of this. അപ്പോൾ സെറ്റ് ഈക്വൽ 0 സൊല്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇറ്റ് ലൈസ് ഓൾ ദ പോയിന്റ്സ് ഓൺ ദിസ് ബ്രാഞ്ച് ആസ് വെൽ ആസ് ഓൺ ദിസ് ബ്രാഞ്ച്. റെക്ടാംഗിൾ ഹൈപ്പർബോള ഉള്ള പോയിന്റ് ആണ്. xy equals 1 ഗ്രാഫ് നിങ്ങൾക്ക് അറിയണം. യു മസ്റ്റ് നോ ഇറ്റ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? നോക്കൂ, യു ആർ ടേക്കിംഗ് എ സെറ്റ് 1 and you are taking a set 2 on this set. എസ്സിലുള്ള രണ്ട് പോയിന്റ്സ് എടുക്കുകയാണ്, സെറ്റ് 1ഉം സെറ്റ് 2. എങ്ങനെ എടുക്കുകയാണ്? റിയൽ സെറ്റ് 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റിയൽ സെറ്റ് 2 ലെസ് ദാൻ 0. റിയൽ പാർട്ട് ഓഫ് സെറ്റ് 1 പോസിറ്റീവ് ആണ് ഒരു സെറ്റ് 1, റിയൽ പാർട്ട് ഓഫ് സെറ്റ് 2 നെഗറ്റീവ് ആണ്. നോക്കൂ, ഈ ബ്രാഞ്ചിലുള്ള എല്ലാ കോംപ്ലക്സ് നമ്പറിൻ്റെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആണ്, ബിക്കോസ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ബ്രാഞ്ചിലുള്ള എല്ലാ സെറ്റ് 1ൻ്റെയും സെറ്റ് 2ൻ്റെയും റിയൽ പാർട്ടും നെഗറ്റീവാണ്, ഇമാജിനറി പാർട്ടും നെഗറ്റീവാണ്. അപ്പം റിയൽ പാർട്ട് ഓഫ് സെറ്റ് 1 ഗ്രേറ്റർ ദാൻ 0 മീൻസ് സെറ്റ് 1 ലൈസ് ഇൻ ദിസ് ബ്രാഞ്ച്. റിയൽ പാർട്ട് ഓഫ് സെറ്റ് 2 ലെസ് ദാൻ 0 സെറ്റ് 2 ലൈസ് ഇൻ ദ ബ്രാഞ്ച്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പോയിന്റും ഇതിൻ്റെ മുകളിലൊരു പോയിന്റും എടുക്കാം. അതിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ദിസ് വിൽ ബി സെറ്റ് 1 ആൻഡ് ദിസ് വിൽ ബി സെറ്റ് 2 അല്ലേ? അപ്പോൾ ഇവിടെയാണെങ്കിൽ ദൂരം കൂടുതലുണ്ടാവും, ഇവിടെയാണെങ്കിൽ ദൂരം കൂടുതലുണ്ടാവും. ഇങ്ങനെ ദൂരം കൂടുതലായിട്ട് അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ചെറിയ ദൂരം അല്ലേ? ഏറ്റവും ചെറിയ ദൂരം will be that ദൂരം through the origin, making that line segment will be an angle through along y is equal to x. കാരണം y is equal to x നോട് സിമെട്രിക് ആയിരിക്കും. കാരണം ഇവിടെ നോർമൽ വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആവണം, അപ്പോഴാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആവുക അല്ലേ? അപ്പോൾ ഈ സെറ്റ് 1ഉം ഈ സെറ്റ് 2 ആ മോഡുലസ് ആണ് ഷോർട്ടസ്റ്റ് ദൂരം. അപ്പോൾ എന്താ ആ ദൂരം കാണാൻ എന്താ വഴി? ഇത് k ആണ് വിചാരിക്കാം. ഇത് k ആണ് ഈ ദൂരം, അതായത് ഇവിടുന്ന് വിട്ടിട്ട് ഇതുവരെയുള്ള ദൂരം k വിചാരിച്ചോളൂ. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് y is equal to x ആണ്. ഗ്രാഫ് വിൽ ബി ഓൾവേസ് സിമെട്രിക് അബൌട്ട് y is equal to x. അപ്പോൾ ഇത് k ആണെങ്കിൽ ഇത് k by root 2 ആയിരിക്കും. ദിസ് ഇസ് k by root 2 and this will be k by root 2. Therefore this point will be k by root 2, k by root 2. And you know k by root 2 is a point on xy equal to 1. അപ്പോൾ k by root 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? k square by 2 പറയുന്നത് 1 ആണ്. അപ്പോൾ kയുടെ വാല്യൂ k square 2 ആണ്, kയുടെ വാല്യൂ root 2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ root 2 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ root 2 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ root 2 ആണ്. അപ്പോൾ ഇതും root 2 ആണ്, ഇത് root 2 ആണെങ്കിൽ modulus of z1 minus z2, modulus of z1 minus z2 is equal to 2 root 2. What is modulus of z1 minus z2 square? It will be 2 root 2 square is equal to 8. 8 is the answer. ഈ ചോദ്യം ഇംപ്രവൈസ് ചെയ്ത് ചോദിക്കാം, അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നു വിചാരിക്കാം. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാം. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റിയൽ സെറ്റ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇവിടെ റിയൽ സെറ്റ് ലെസ് ദാൻ 0 വെച്ചോളൂ. ഒരു സ്ഥലത്ത് ഈക്വൽ ടു ഉണ്ട് ചോളൂ. ഒരു സ്ഥലത്ത് ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഈ പോയിന്റ് കൂടില്ലേ? ഈ പോയിന്റ് കൂടാത്ത എന്താണ് കാരണം? ഈ പോയിന്റ് ഉണ്ടാവില്ല, 0 0 എന്നുള്ള പോയിന്റ് ആ സ്ഥാനത്തിൽ ഉണ്ടാവില്ല. പക്ഷെ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കും ഷോർട്ടസ്റ്റ് ദൂരം, root 2. അങ്ങനെയാണെങ്കിൽ what is mod z1 minus z2 square? It will be 2. Is that clear? Right. നല്ല ചോദ്യം അത്. It's a very simple question provided if you can understand the graph. This is another important question of quadratic equations. Quadratic equationsലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. ഞാൻ കൺസെപ്റ്റ് പറയാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. x square minus 6x plus 1 is equal to 0 ആണ് ചോദിച്ചോളൂ. Sn എന്ന് പറഞ്ഞാൽ ആൽഫ ടു ദ പവർ n പ്ലസ് ബീറ്റ ടു ദ പവർ n ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഐഡിയ ഈസ് Sn മൈനസ് 6 Sn മൈനസ് 1 പ്ലസ് Sn മൈനസ് 2 വിൽ ബി ഓൾവേസ് 0. നമുക്ക് ഇതിൽ കൊടുക്കുകയാണ് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് Sn,
പിന്നെ ഓരോന്ന് തന്നെ കുറച്ച് കൊണ്ടുവരിക. കണ്ടോ ഇവിടെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. SASN+2 പിന്നെ SN+1 പിന്നെ SN. എയുടെ കൂടെ അങ്ങനെ വെക്കാം. എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് SN, എക്സിന്റെ സ്ഥാനത്ത് SN-1, 1ന്റെ സ്ഥാനത്ത് SN-2. SN. ഇവിടെ SN+2 ആണെങ്കിൽ ഇവിടെ SN 6SN. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് എപ്പോഴൊക്കെയാ വർക്ക് ചെയ്യുക? ഇതിപ്പം അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പം S10 plus S8 divided by S9. ഇതിന്റെ വാല്യൂ എന്താ ചോദിച്ചാൽ എന്താ ഉത്തരം? x square minus alpha beta roots of this quadratic equation x square minus 6x plus 1 equals 0, such that Sn equals alpha raised to n plus beta raised to n. What is the value of S10 plus S8 by S9? ചോദിച്ചാൽ എന്താ ഉത്തരം? S10 minus 6S9 plus S8 is equal to 0. അപ്പോൾ S10 plus S8 is equal to 6S9. അപ്പോൾ the value will be 6. Is that clear മക്കളെ? അപ്പോൾ ഇതേ ചോദ്യം നമുക്ക് ഇങ്ങനെ പറയാം. What is the value of S 2024 plus S 2022 divided by S 2023? It will be equal to 6. Is that clear? Okay. അത് വർക്ക് ചെയ്യും, എല്ലാറ്റിനും വർക്ക് ചെയ്യുന്നു. അതാണ് ജനറലൈസ്ഡ് വേർഷൻ. ആൽഫ ബീറ്റ ഇതിന്റെ കൺസെപ്റ്റ് ശ്രദ്ധിക്കൂ. ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് ഇതിപ്പം SN equals ആൽഫ റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു n ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും P alpha raised to n plus Q beta raised to n ആണെങ്കിലും the answer has nothing to do with P and Q. അതാണ് ഈ കൺസെപ്റ്റ്. നോക്കൂ, ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് AX squared plus BX plus C, SN equals P alpha raised to n plus Q beta raised to n, then A SN plus 2 plus B SN plus 1 plus 6C SN is equal to 0. But that is a concept. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കണം. ഇവിടെ എന്താണ്? x square minus x minus 1 equals 0 ആണ്. ആൽഫ ബീറ്റ റൂട്ട്സ് ആണ്. SN equals P alpha raised to n. ഈ 2023ലും 2024ലും ആൻസറിൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പം വാട്ട് ഇസ് ദ ആൻസർ? SN minus SN minus 1 minus SN minus 2 is equal to 0. ഇവിടെ എന്താണോ ഉള്ളത് അതിന് ഓരോന്ന് കുറച്ച് എഴുതാം. അത്രേ ഉള്ളൂ. SN plus 2 ആണെങ്കിൽ ഇവിടെ SN plus 1, ഇവിടെ SN, അങ്ങനെ എഴുതാം. അപ്പൊ ചോദ്യം എന്താണ്? ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ആൻസർ എന്ന് ചോദിച്ചാൽ നോക്കൂ, SN എന്ന് പറഞ്ഞാൽ എന്താ? SN minus 1 plus SN minus 2 ആണ്. അപ്പൊ the answer is S12 equals S11 plus S10. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. n പറയും 12 ആയ S12 equals S11 plus S10 എഴുതാം. What is S 2024 equals? It will be S 2023 plus S 2022. Right? അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പല തരത്തിൽ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് ചെയ്യുക. 2024 ചോദിച്ചാണ്, 23 ചോദിച്ചിട്ടുണ്ട്, 22 ചോദിച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലം ഈ കൺസെപ്റ്റിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊരു ട്രിവിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൺസെപ്റ്റ് ശ്രദ്ധിക്കും. A ഗ്രേറ്റർ ദാൻ 0, ഇവിടെ ക്യാപിറ്റൽ D ആണ്, ഡിസ്ക്രിമിനൻ്റ് ആണ്. അതായത് A ഗ്രേറ്റർ ദാൻ 0, D ലെസ് ദാൻ 0 ആണെങ്കിൽ AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഗ്രാഫ് വിൽ ബി സ്ട്രിക്ട്ലി എബോവ് എക്സ് ആക്സിസ്. AX സ്ക്വയർ പ്ലസ് BX പ്ലസ് സിയുടെ ഗ്രാഫ് മുകളിലേക്ക് ആയിരിക്കില്ലേ? പാരബോള ഫേസ് അപ്വേർഡ്സ് ആയിരിക്കില്ലേ? Y equals AX square plus BX plus C എപ്പോഴും ഫേസ്ഡ് അപ്വേർഡ്സ് ആയിരിക്കും. ഗ്രേസി മറിയ ചോദിക്കട്ടെ, സർ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ ജയ് കിട്ടും? അങ്ങനെ വിചാരിക്കണ്ട, പഠിക്കുക. കിട്ടോ കിട്ടില്ലേ എന്ന് സംശയിക്കേണ്ട. യു ജസ്റ്റ് ഡു ഇറ്റ്, ദാറ്റ്സ് ഓൾ. കിട്ടോ കിട്ടില്ലേ എന്നൊക്കെ ദൈവം വിചാരിക്കും. പഠിച്ചോളൂ. ഇതിലെ കൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യുക ഉറപ്പാണ്. ഈ 20 ചോദ്യത്തിൽ 20 കൺസെപ്റ്റ്സ് ആണ്. അത് റിപ്പീറ്റ് ചെയ്യും, പക്ഷെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ആ കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ മക്കളെ? ഈ 2 ചോദ്യം ഒന്നാന്ന് നിങ്ങൾക്ക് തോന്നുമോ? തോന്നില്ലല്ലോ. സാധാരണ ഈ 2 ചോദ്യം ഒന്നാന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഈ ചോദ്യം ഒന്നാന്ന് നിങ്ങൾക്ക് തോന്നില്ലല്ലോ ക്വസ്റ്റ്യൻ വായിച്ചാൽ? ഇത് തോന്നില്ല. പക്ഷെ ഒരു ചോദ്യം വായിച്ചാൽ, ഒരു ചോദ്യം കണ്ടാൽ, അതുപോലൊരു ചോദ്യം വന്നാൽ ഓ ഞാൻ ഈ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് എന്ന് തോന്നണം. കണ്ടോ, ഇത് രണ്ടും വേറെ വേറെ തോന്നും. കണ്ടോ, ഇതിന് സ്റ്റൈലൊക്കെ വേറെയാണ്, പക്ഷെ ചെയ്യേണ്ട ഒരേ രീതിയാണ്. രണ്ടും ഒരേ കൺസെപ്റ്റാണ്. അപ്പോൾ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യും,
concept will get repeated. But the question will be framed in such a manner so that you cannot identify whether this is a concept or not. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ബൗൾ ചെയ്യുമ്പം ബോൾ കാണിക്കാതിരിക്കില്ലേ, ഏത് ബോളാണെന്ന് അറിയില്ലല്ലോ, കാണിക്കാതില്ലേ ബോൾ ചെയ്യാം. അപ്പം അതിങ്ങനെ ഡിസ്ഗൈസിലാണ് തരിക. അപ്പം അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ പഠിച്ചാലും മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഒരാൾ ചോദിച്ചു, അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതാണ്. എനിവേ വിൽ ഡു. അപ്പോൾ ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എപ്പോഴാണ് പോസിറ്റീവ് ആവുക? ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എങ്ങനെയൊക്കെ പറയാം? ദ ഗ്രാഫ് is strictly above x-axis. ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന്റെ ഗ്രാഫ് എപ്പോഴും പാരബോളയാണ്. പാരബോള എപ്പോഴാണ് സ്ട്രിക്ട്ലി above x-axis ആവാം? The graph is strictly above x-axis. ഇതാണ് കണ്ടീഷൻ. എപ്പോഴാണ് ബിലോ x-axis? എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ദിസ് എ കേസ് വെൻ ദ ക്വാഡ്രാറ്റിക് is positive. എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഇറ്റ് ഇസ് എ നെഗറ്റീവ് ആൻഡ് ബി നെഗറ്റീവ്. അപ്പോഴും അതെ, ax² + bx + c എന്തായിരിക്കും? ax² + bx + c വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ നെഗറ്റീവ് ആവുക അപ്പോഴാണ്. ഈ രണ്ട് കൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞാൽ മതി. നോക്കൂ, ഇത് നെഗറ്റീവ് ആണ് തന്നത് ഫോർ എവറി എക്സ്. ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് അല്ലേ? എസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂസ് ഓഫ് എ ഫോർ വിച്ച് ദ എക്സ്പ്രഷൻ ഇസ് ലെസ് ദാൻ 0 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. എല്ലാ എക്സിനും ഇത് ലെസ് ദാൻ 0 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പം പി ബൈ ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഇസ് യുവർ ഇൻഫ്ലുവൻസ്? സംതിങ് ബൈ സംതിങ് ഇസ് നെഗറ്റീവ്. വാട്ട് ഇസ് യുവർ ഇൻഫ്ലുവൻസ്? സംതിങ് ബൈ സംതിങ് ഇസ് നെഗറ്റീവ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആരെങ്കിലും കാണുന്നുണ്ടോ? സംതിങ് ബൈ സംതിങ് ഇസ് നെഗറ്റീവ്. വാട്ട് ഇസ് യുവർ ഇൻഫ്ലുവൻസ്? എക്സാക്ട്ലി വൺ ഓഫ് ദം ഇസ് നെഗറ്റീവ്, റൈറ്റ്? എക്സാക്ട്ലി ഒന്ന് നെഗറ്റീവ് ആവണം അല്ലേ? പി ബൈ ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ എക്സാക്ട്ലി ഒന്ന് നെഗറ്റീവ് ആണ്. നോക്കൂ, ഇവിടെ നോക്കൂ, x² - 8x + 32 ആണ് ഡിനോമിനേറ്ററിൽ. x² - 8x + 32 ആണ്. നോക്കൂ, x² - 8x + 32 ആണ് ഡിനോമിനേറ്ററിൽ. ഇവിടെ എ പോസിറ്റീവ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്താ മക്കളെ? 64 - 4 × 32 ആണ്. തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എ പോസിറ്റീവ് ആണ്, ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, എക്സ്പ്രഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ സാധനം ഇതിന്റെ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇസ് പോസിറ്റീവ്. ഡോക്ടർ അല്ല, ഡിനോമിനേറ്റർ ഇസ് പോസിറ്റീവ്. അപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണെങ്കിൽ ആ സംതിങ് എന്താ? അത് നെഗറ്റീവ് ആണെങ്കിൽ ഈ പി ബൈ ക്യൂ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ന്യൂമറേറ്റർ എന്താവണം? നെഗറ്റീവ് ആണ്. Therefore ന്യൂമറേറ്റർ ഷുഡ് ബി നെഗറ്റീവ്. ന്യൂമറേറ്റർ നെഗറ്റീവ് ആയാലേ ഇത് നെഗറ്റീവ് ആവുള്ളൂ. ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ ന്യൂമറേറ്റർ നെഗറ്റീവ് ആവണം. ന്യൂമറേറ്റർ നെഗറ്റീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇത് നെഗറ്റീവ് ആവണമെങ്കിൽ കണ്ടീഷൻ എ നെഗറ്റീവ് ആവണം, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആവണം അല്ലേ? എ നെഗറ്റീവ് ആവണം, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആവണം. നോക്കാം, ഇതിൽ നോക്കൂ, എനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ കണ്ടോ, ഈ ക്വസ്റ്റിനിൽ എനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഡിസ്ക്രിമിനന്റ് ഒന്ന് നോക്കാം. ഇതിൽ അതായത് ax² + 2 × a + 1x + 9a + 4 ഡിസ്ക്രിമിനന്റ് നോക്കാം. ഇറ്റ് ഇസ് 4 × a + 1² - 4 × a × 9a + 4. ഇത് 4 വേണമെങ്കിൽ പുറത്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? a² + 2a + 1 - 9a² + 4a അല്ലേ? -4a. സിംപ്ലിഫൈ ചെയ്താൽ 4 × എന്താ വരിക? -8a² - 2a + 1. ഇതാണ് ഡിസ്ക്രിമിനന്റ്. ഈ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് നെഗറ്റീവ് അല്ല. ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് അല്ല. കണ്ടോ, നെഗറ്റീവ് അല്ല. ഇതൊരു ക്വാഡ്രാറ്റിക് എ ആണ്. ഈ ക്വാഡ്രാറ്റിക് എ ആകുമ്പോൾ ഇതെല്ലാം എപ്പോഴും നെഗറ്റീവ് അല്ല. നോക്കൂ, ഇതിപ്പോൾ ഇതിന്റെ എക്സ്പ്രഷൻ എ നെഗറ്റീവ് ആവണം, ഇല്ല ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആവണം. ഈ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് അല്ല. കാരണം ഡിസ്ക്രിമിനന്റ് എന്താ നോക്കൂ, ഇതിന്റെ വാല്യൂ ഡിസ്ക്രിമിനന്റ് എപ്പോഴും നെഗറ്റീവ് അല്ല. ഈ നോക്കൂ, ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ അല്ലേ മക്കളെ? ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണ്.
ഇതിൽ എ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ -8 ആണ്. ഇതിൽ ഡിസ്റ്റൻസ് എന്താ 4 പ്ലസ് 4 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് നെഗറ്റീവ് ഫോർ എവറി എ. എല്ലാ എക്കും ഇത് നെഗറ്റീവ് അല്ല. എല്ലാ എക്കും ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇത് ന്യൂമറേറ്റർ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവില്ല. എല്ലാ എക്സിനും ഇത് നെഗറ്റീവ് ആവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനത്തെ ഒരു എ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ദർ ഇസ് നോ എ സച്ച് ദാറ്റ് ദിസ് ഹാപ്പൻസ്. അപ്പോൾ ആൻസർ ഇസ് 0 ഇസ് ആൻസർ. ഇതൊരു ട്രിവിയ ക്വസ്റ്റ്യൻ ആണ്. ട്രിവിയ ക്വസ്റ്റ്യൻ എന്നാൽ നമ്മളെ പറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പറ്റിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചോദ്യം നോക്കാം. ചോയ്സ് ഒന്നും കാണുന്നില്ല അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സിയുടെ ചോയ്സ് പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് 8/9 ആണ്. പൈ മൈനസ് ടാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. നോക്കൂ, Z1 ഇതിൽ കൺസെപ്റ്റ് എന്താ അറിയോ മക്കളെ? ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്, അല്ലെങ്കിൽ റിയൽ ആക്സിസ്, ഇമാജിനറി ആക്സിസ്. ഇതാണ് Z എന്ന് വിചാരിച്ചോളൂ. സപ്പോസ് യു വാണ്ട് ടു റൊട്ടേറ്റ് Z ത്രൂ an angle theta anti-clockwise without changing its magnitude through an angle theta. Z-നെ റൊട്ടേറ്റ് ചെയ്തു anti-clockwise about the origin through an angle theta. If you rotate Z anti-clockwise through an angle theta to reach a point Z dash will be Z into e power I theta. അല്ലെങ്കിൽ Z into cos theta plus I theta. അപ്പോൾ Z-നെ e raised to I theta കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ what happens to Z? It gets rotated anti-clockwise through an angle theta. അത് ഓർക്കാം. If you want to rotate a complex number Z about the origin through an angle theta without changing its magnitude anti-clockwise through an angle theta, we need multiply Z with e raised to I theta. Z-നെ e raised to I theta കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം Z will get rotated anti-clockwise through an angle theta. ഇത് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. That we'll discuss. If you want to rotate a complex number Z about the origin through an angle theta, you need rotate only with e raised to I theta. പക്ഷേ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോളൂ. സപ്പോസ് Z is rotated like this. ഇതാണ് Z വെച്ചോളൂ. It is rotated like this to reach the point Z dash. Clockwise. ഇത് ആന്റി ക്ലോക്ക്വൈസ് ആണ്. ഇത് ക്ലോക്ക്വൈസ് ആണ്. ക്ലോക്ക്വൈസ് റൊട്ടേറ്റ് ചെയ്യണം. ഇങ്ങനെ റൊട്ടേറ്റ്. Z-നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു ത്രൂ an angle theta about the origin to reach the point Z dash. അങ്ങനെയാണെങ്കിൽ what is Z dash? Z dash equals Z into e raised to minus I theta. അപ്പോൾ if you want to rotate a complex number anti-clockwise, you multiply by e raised to I theta. If you want to multiply a complex number clockwise without changing its magnitude, you multiply it with e raised to minus I theta. Right? അപ്പോൾ എന്താ ചെയ്യണം നമ്മൾ? ഇവിടെ എന്താ വന്നീന്? W is a point obtained by rotation of Z1 5 plus 4i about the origin through a right angle in the anti-clockwise direction. അപ്പോൾ W1 എന്ന് പറഞ്ഞാൽ എന്താ? W1 is Z1 into right angle. Right angle എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി. Anti-clockwise. അപ്പോൾ e raised to I pi by 2. അപ്പോൾ what is Z1? Z1 എന്ന് പറഞ്ഞാൽ 5 plus 4i ആണ്. e raised to I pi by 2 പറഞ്ഞാൽ ഞാൻ e raised to pi by 2 പറഞ്ഞാൽ e raised to I pi by 2 I ആണ്. cos pi by 2 plus I sin pi by 2 is I. ഞാൻ e raised to I pi by 2 പറഞ്ഞാൽ റൊട്ടേഷൻ വേണമെങ്കിൽ 45 ഡിഗ്രി ആവാം, ചിലപ്പോൾ 30 ഡിഗ്രി ആവാം, ചിലപ്പോൾ 60 ഡിഗ്രി ആവാം. അതൊക്കെ ഇംപ്രവൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ 90 ഡിഗ്രി പറഞ്ഞാൽ വളരെ സിമ്പിൾ ചോദ്യമാണ്. മനസ്സിലായോ? 90 ഡിഗ്രി പറഞ്ഞാൽ I ആണ്. പക്ഷേ 45 ഡിഗ്രി പറഞ്ഞാൽ എന്താ? 1 plus I ആണ്. 45 ഡിഗ്രി പറഞ്ഞാൽ e raised to I pi by 4 ആണ്. 1 plus I by root 2 ആണ്. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഈ 5 plus 4i into I. e raised to I pi by 2 is cos pi by 2 plus I sin pi by 2. അപ്പോൾ W1 നമുക്ക് കിട്ടി. ഇതാ W1ൻ്റെ വാല്യൂ. ഇറ്റ് ഇസ് -4 plus 5. ഇതാണ് W. അപ്പോൾ W1 കിട്ടി. ഇനി വാട്ട് ഇസ് W2? W2 പറഞ്ഞാൽ എന്താ? W2 is a point obtained by rotation of Z2 3 plus 4i about the origin to right angle clockwise direction. Clockwise ആകുമ്പോൾ എന്താണ്? e raised to minus I theta. അപ്പോൾ Z1 എന്ന് പറഞ്ഞാൽ Z2 പറഞ്ഞാൽ W2 is Z2
omega 2 അല്ല കേട്ടോ, W2 തന്നെയാണ്. Z2 into e raised to minus I pi by 2. What is Z2? Z2 is 3 plus 5i. 3 plus 5i into e raised to minus I pi by 2. E raised to minus I pi by 2 is cos pi by 2 minus I sin pi by 2. It is minus I. It is minus I. Multiply method, you know minus I square is 1. It is 5 minus 3i. Right? 5 minus 3i. What is W1 minus W2? That's what. Principal argument. What is principal argument? That argument lying between minus pi and plus pi. That's principal argument. But what is Z1 minus W1 minus W2? W1 minus W2 this is subtract here. Minus 4 minus 5 minus 9. 5i minus minus 3i plus 8i. അപ്പോൾ minus 9 plus 8i അതിൻ്റെ ആർഗ്യുമെൻ്റാണ് ചോദിച്ചത്, പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. ഈ minus 9 plus 8i എവിടെ ഉണ്ടാവും മക്കളെ? ഇവിടെ ഉണ്ടാവാം. ഇതാണ് ആർഗ്യുമെൻറ്റ്. അപ്പം സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ ആർഗ്യുമെൻറ്റ് എന്താ? ആദ്യം തീറ്റ ആണ് tan ഇൻവേഴ്സ് 8/9 അല്ലേ? ഇതിൽ മോഡുലസ് എടുത്തിട്ട് tan ഇൻവേഴ്സ് 8/9 ആണ്. ഇഫ് ഇറ്റ് tan mod y by x, tan ഇൻവേഴ്സ് 8/9 ആണ്. ഇതാണ് തീറ്റ അല്ലേ? tan ഇൻവേഴ്സ് mod y by x. x plus i y ആണെങ്കിൽ tan ഇൻവേഴ്സ് mod y by x ആണ് തീറ്റ. ഇനി സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ ആണ്. അപ്പോൾ പൈ മൈനസ് tan ഇൻവേഴ്സ് 8/9 പൈ മൈനസ്. അപ്പോൾ സി ഇസ് ആൻസർ. ഇത് പല രീതിയിലും കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം, പലതിലേക്കും കൺവേർട്ട് ചെയ്യാം. കാരണം tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 അല്ലേ? അപ്പോൾ അതുകൂടി ഓർക്കാം. ഇത് ടാനിലേക്കും കോട്ടിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ചോയ്സ് ആക്കാം. അപ്പോൾ എന്തിപ്പം പൈ ബൈ 2 മൈനസ് കോട്ട് ഇൻവേഴ്സ് 9/8 എഴുതാം അല്ലേ? tan ഇൻവേഴ്സ് എക്സ് ഇസ് കോട്ട് ഇൻവേഴ്സ് 1/x അല്ലേ? അപ്പോൾ അതൊക്കെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം. tan ഇൻവേഴ്സ് 8/9 can be converted into cot can be converted into sin. എല്ലായിട്ടും കൺവേർട്ട് ചെയ്യാം. സൈനായിട്ട് കൺവേർട്ട് ചെയ്യാം, കോസ് ഇൻവേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം കേട്ടോ. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം ഇഫ് യു വോണ്ട് ടു റൊട്ടേറ്റ് കോംപ്ലക്സ് നമ്പർ ആൻറ്റി ക്ലോക്ക് വൈസ് മൾട്ടിപ്ലൈ വിത്ത് ഇ റീസ് ടു i theta. ക്ലോക്ക് വൈസ് മൾട്ടിപ്ലൈ വിത്ത് ഇ റീസ് ടു i theta. ഓക്കെ, ഇതൊരു സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ മോഡ് z minus 2 mod z minus 2 by mod z minus 3. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്ത് മോഡും താഴെയും മുകളിലും മോഡ് വേറെ വേറെ എഴുതാം അല്ലേ? കാരണം മോഡുലസ് ഓഫ് z1 by z2 is മോഡുലസ് ഓഫ് z1 by മോഡുലസ് ഓഫ് z2 ആണല്ലോ. ഇസ് 2. മക്കളെ ഇത് 2ന് പകരം 1 ആണെങ്കിലേ 1 ആണെങ്കിൽ എന്താ വരിക? മോഡ് z minus 2 ഈക്വൽസ് മോഡ് z minus 3 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആണ്. അങ്ങനെ കൺസെപ്റ്റ് പഠിച്ചില്ലേ? അതായത് മോഡുലസ് ഓഫ് z minus z1 മോഡുലസ് ഓഫ് z minus z1 is equal to modulus of k into modulus of z minus z2. ഇതിൽ k 1 ആണെങ്കിൽ is a straight line which is a perpendicular bisector of the line joining the points z1 and z2. k 1 ആണെങ്കിൽ z1 ഉം z2 ഉം യോജിപ്പിച്ചാൽ കിട്ടുന്ന ഇത് z1 ഇത് z2 യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈൻ സെഗ്മെന്റ് മിഡ് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ലോക്കസ്. ഈ k not equal to 1 ആണെങ്കിൽ locus of z is a circle. ഓർക്കാം, k equal to 1 ആണെങ്കിൽ locus is a straight line which is a perpendicular bisector of the line joining the points z1 and z2. k not equal to 1 ആണെങ്കിൽ it's a circle. We call that as a Apollonian circle that we'll discuss later. അപ്പോൾ ഇവിടെ കണ്ടോ 2 ആണ്. ഇത് 1 ആയിരുന്നെങ്കിൽ 1 ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആണ്. 2 ആണെങ്കിൽ അതെന്താ? സർക്കിളാണ്. 2 ആണെങ്കിലും 3 ആണെങ്കിലും 1 അല്ലാത്ത എന്താണെങ്കിലും അത് സർക്കിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. മോഡുലസ് ഓഫ് z minus 2 is equal to 2 into modulus of z minus 3 അല്ലേ? ഇത് പല രീതിയിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യാണ്. ഇത് സ്ക്വയർ ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് z minus 2 സ്ക്വയർ ഈക്വൽസ് 2 സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് z minus 3. സെറ്റിന് നമുക്ക് x plus iy വെച്ചോളൂ. സെറ്റിന് വരെ x plus iy വെച്ചാൽ എന്താ വരിക? x plus iy. അപ്പോൾ x minus 2 plus iy the whole square അല്ലേ? is equal to 4 into modulus of x minus 3 plus iy whole square. അപ്പോൾ ഇത് x plus iy, what is modulus of a plus ib? Square, a square plus b square ആണ്. അപ്പോൾ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. അപ്പോൾ this is x minus 2 square plus y square is equal to 4 into എന്താ വരിക? x minus 3 square plus y square.
അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഇവിടെ 4x² ഉണ്ടാവും, ഇവിടെ x² ഉണ്ട്, അപ്പോൾ 3x² ആയി. ഇവിടെ 4y² ഉണ്ടാവും, ഇവിടെ y² ഉണ്ട്, അപ്പോൾ 3y² ആയി. പിന്നെ ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്നത് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ -6 ഉണ്ടാവും, 6 4 24 ഉണ്ടാവും. ഇവിടെ -4 ഉണ്ടാവും, 24 -4 അങ്ങോട്ട് എടുത്താൽ 20 വരും അല്ലേ, -20x വരും. പിന്നെ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ലേ, ഇവിടെ 9 ഉണ്ടാവും, 36, ഇവിടെ 4, ഇവിടെ 9 ഉണ്ടാവില്ലേ, 9 4 36, 36ന്ന് 4 കുറയ്ക്കുക അല്ലേ, 36 അല്ലേ ഉള്ളത്, 9 4 9 36, 36ന്ന് 4 കുറച്ചാൽ +32. ഇത് സർക്കിൾ ഇക്വേഷൻ അല്ല. സർക്കിൾ ഇക്വേഷൻ സ്റ്റൈലിൽ എന്താ, x² + y² + 2gx + 2fy + c = 0. സെന്റർ ഇസ് -g - f, റേഡിയസ് ഇസ് √g² + f² - c കേട്ടില്ലേ. അപ്പോൾ അത് x3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x² + y² -20/3 x + 32/3 = x - 3. റെഡി അല്ലേ. അപ്പോൾ ഇതിൽ സെന്റർ എന്തായിരിക്കും മക്കളെ, സെന്റർ എന്താ, 10/3, 0. ഇതാണ് സെന്റർ. അപ്പോൾ ആൽഫ ബീറ്റയാണ് സെന്റർ അല്ലേ. അപ്പോൾ ആൽഫ ഈസ് 10/3, ബീറ്റ ഈസ് 0. ആൻഡ് വാട്ട് ദ റേഡിയസ്? Radius is √g² + f² - c. What is the radius? It is g². It is 100/9 -32/3. അപ്പം 9 ആകുമ്പോൾ 3 വരും, ഇവിടെ 3 വരും, 3 2 6, 3 3 is 9, 9 6 4, 4 ആകുമ്പോൾ 2/3 ആണോ, 9 6 അല്ലേ. 3 ആകുമ്പോൾ 3 2 6, 3 3 is 9, 9 6, 100 - 96, 4, √4 is 2. അപ്പോൾ 2/3 ആണ് റേഡിയസ്. അപ്പോൾ ആൽഫ ബീറ്റ പറയുന്നത് ഇതാണ്, 6 റേഡിയസ് ആണ്. അപ്പോൾ വാട്ട് ഇസ് 3 × ആൽഫ + ബീറ്റ + ഗാമ? 3 × ആൽഫ. ആൽഫ is 10/3, beta is 0, and gamma is 2/3. So what is the answer? 12. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് mod z - 1 by mod z + 1 = 4 അങ്ങനെ നിങ്ങൾ വരും. അല്ലെങ്കിൽ mod z - 1 = 2 × mod z - 2. സർക്കിൾ ആണ്, സർക്കിൾ വിത്ത് സെന്റർ, സർക്കിൾ സെന്റർ എന്താ, റേഡിയസ് എന്താ ചോദിച്ചിട്ട്. ഓക്കെ, ഇത് 68ാമത്തെ ചോദ്യം. 68ാമത്തെ ചോദ്യത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയാം. നോക്കൂ, ഇതൊന്ന് എഴുതിയെടുക്കും. 1 + cos θ + I sin θ divided by 1 + cos θ - I sin θ. ഇതിന്റെ വാല്യൂ cos θ + I sin θ ആണ്. എന്താ അതിന്റെ കാരണം? വാട്ട് ദ റീസൺ? ഒരു ബോക്സിലിട്ടാം. വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. വാട്ട് ദ റീസൺ? റീസൺ പറഞ്ഞോളൂ. റീസൺ പറയാം. 1 + cos θ + I sin θ എന്താ, e⁻I θ ആണ്. ഡിവൈഡഡ് ബൈ 1 + cos θ - I sin θ എന്തായിരിക്കും, e⁻I θ ആണ്. This is 1 + e⁻I θ divided by 1 + 1/e⁻I θ. This is 1 + e⁻I θ divided by e⁻I θ plus 1 divided by e⁻I θ. This and this will get cancelled, and this is nothing but cos θ plus I sin. Is it okay? അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആണ്. 1 + cos θ. അപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. അപ്പോൾ അതേ ലോജിക് ഉപയോഗിച്ചിട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 + cos θ - I sin θ divided by 1 + cos θ plus I sin θ? It will be cos θ - I sin. ക്ലിയർല്ലേ? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണെങ്കിൽ ഇവിടെ മൈനസ്. സെയിം ലോജിക്. But this is also an important result. Right? But result number 1, result number 2. എഴുതിയെടുക്കണം. It's very, very important. Now, suppose the question is this. What is 1 + sin θ plus I cos θ divided by 1 + sin θ minus I cos θ?
What I am intending to say is this is also equal to sin theta plus I cos theta. What's the reason? Similarly, I am going to say, what I am going to say is 1 plus sin theta minus I cos theta divided by 1 plus sin theta plus I cos theta is sin theta minus I cos theta. What? ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം. കാരണം 1 പ്ലസ് സൈൻ തീറ്റ ഇവിടെ സൈൻ പ്ലസ് ഐ കോസ് ആണെങ്കിലും ഇതേപോലെ വർക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് അറിയാം? എന്തുകൊണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം. 1 പ്ലസ് സൈൻ തീറ്റ ഇതെങ്ങനെ പ്രൂവ് ചെയ്യണം? ഇതിൻ്റെ റിസൾട്ടാണ്, ഇതിൻ്റെ പ്രൂഫാണ്, ഇതിൻ്റെ പ്രൂഫാണ്. നോക്കൂ, 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ എഴുതിക്കൂടെ? പ്ലസ് ഐ സൈൻ pi by 2 minus theta divided by 1 plus cos pi by 2 minus theta minus I sin pi by 2 minus theta. അപ്പോൾ ഈ ലോജിക് ഉപയോഗിച്ചാൽ what is the value? Cos pi by 2 minus theta, അല്ലേ? It will be cos pi by 2 minus theta plus I sin pi by 2 minus theta, right? What is cos pi by 2 minus theta? Sin theta. And sin pi by 2 minus theta is cos theta. അപ്പം ഇതൊക്കെ വെൽ ബിഹേവ്ഡ് ആണ്. 1 പ്ലസ് കോസ് പ്ലസ് ഐ സൈൻ ആണെങ്കിൽ കോസ് പ്ലസ് ഐ സൈൻ, 1 പ്ലസ് സൈൻ പ്ലസ് ഐ കോസ് ആണെങ്കിൽ സൈൻ പ്ലസ് ഐ കോസ്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട് ഒക്കെ ഓർക്കാം. ഓക്കെ, നൗ സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, വാട്ട് വി കോൾ ഡി മോവിയേഴ്സ് തിയറം. വി കോൾ ജസ്റ്റ് ഡി മോവിയേഴ്സ് തിയറം. ഇതൊന്ന് എഴുതി വയ്ക്കൂ. ഈ സാധനങ്ങൾ, ഈ പെട്ടി, ഈ പെട്ടി, ഈ പെട്ടി, ഈ പെട്ടി, 4 പെട്ടികൾ എഴുതി വയ്ക്കാം. 1 പ്ലസ് കോസ് തിറ്റ പ്ലസ് ഐ സൈൻ തിറ്റ ബൈ 1 പ്ലസ് കോസ് തിറ്റ മൈനസ് സൈൻ സൈൻ തിറ്റ, 1 പ്ലസ് കോസ് തിറ്റ മൈനസ് സൈൻ സൈൻ തിറ്റ ബൈ 1 പ്ലസ് കോസ് തിറ്റ പ്ലസ് ഐ സൈൻ തിറ്റ. അതേപോലെ സൈനിലും കോസ്. ഓക്കെ, ഞാൻ ഇത് മായ്ക്കുകയാണേ, മായ്ക്കാം. അപ്പം നോക്കൂ, ഇനി ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. അതിന് മുമ്പേ നമ്മളൊരു കാര്യം പറയാം, ഡി മോവിയേഴ്സ് തിയറം. ഡി മോവിയേഴ്സ് റൂൾ പറയും, അല്ലെങ്കിൽ ഡി മോവിയേഴ്സ് തിയറം എന്ന് പറയും. ഡി മോവിയേഴ്സ് തിയറം. തിയറം സേസ് ദിസ്: cos theta plus I sin theta raised to n is equal to cos n theta plus I sin n theta. ഇതിവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആവും. ഇറ്റ് വർക്ക്സ്. കോസ് തിറ്റ പ്ലസ് ഐ സൈൻ തിറ്റ റേസ് ടു എൻ ആണെങ്കിൽ ആ മുകളിലുള്ള പവറിനെ എന്നിനെ ഈ ആംഗിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാന്നാണ്. യു ക്യാൻ ആ തീറ്റയുടെ കൂടെ എൻ വെക്കാന്നാണ്. ഓക്കെ, അപ്പോൾ കോസ് തിറ്റ പ്ലസ് ഐ സൈൻ റേസ് ടു എൻ, കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. കോസ് തിറ്റ മൈനസ് ഐ സൈൻ റേസ് ടു എൻ എന്താവും? കോസ് തിറ്റ മൈനസ് ഐ സൈൻ എൻ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇനി ആ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ? 68ാമത്തെ ചോദ്യം നോക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നോക്കൂ. 1 പ്ലസ്, അപ്പോൾ അത് ആക്ച്വലി എന്താ? 1 പ്ലസ് സൈൻ 2π/9 പ്ലസ് കോസ് 2π/9, 1 പ്ലസ് സൈൻ 2π/9 മൈനസ് ഐ കോസ് 2π/9. ഉടനെ എന്ത് എഴുതാം? 1 പ്ലസ് പോയിട്ട് നമുക്ക് എന്ത് എഴുതാം? സൈൻ 2π/9 പ്ലസ് ഐ കോസ് 2π/9, റൈറ്റ്? Is that clear? 1 plus sine plus I cos, 1 plus sine minus I cos can be written as sine plus I cos raised to 9, raised to 3. ഇതെന്തറിയോ? raised to 3 ഒന്നും ആയിരിക്കില്ല, raised to 330 raised to 2024 ആയിരിക്കും, വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡി മോയിസ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ 4 പെട്ടിയിലെ സൈനും കോസും റെഡി ആണ്. പക്ഷേ ഇവിടെ ഡി മോയിസ് സ്ഥിരം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് കോസും പിന്നെ സൈനും ആണ്, നിർബന്ധമാണ്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ റേസ് ടു എൻ ആണ് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. അപ്പോൾ ഇത് കോസിലേക്ക് ആക്കണം, ഈ ഫോമിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഐ പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു കോസ് 2π/9 പ്ലസ്, നോക്കൂ ഇവിടെ 1 ആണുള്ളത്, 1ൽ നിന്ന് ഐ പുറത്തെടുക്കാം. മൈനസ് ഐ സ്ക്വയർ ആണ് 1. അപ്പോൾ ഇഫ് യു ടേക്ക് ഐ ഔട്ട് സൈഡ് വാട്ട് യു ഗെറ്റ്? മൈനസ് ഐ സൈൻ 2π/9 വരും അല്ലേ? റൈറ്റ്? ഐ സ്ക്വയർ 1 നിന്ന് ഐ പുറത്തെടുക്കുകയാണ്. ഇറ്റ് വിൽ ബി മൈനസ് ഐ റേസ് ടു 3. ഇനി ഡിമോയിസ് അപ്ലൈ ചെയ്യാം. ഇവിടെ റേസ് ടു 3 വരും. ഇറ്റ് ഇസ് ഐ ക്യൂബ് ഇസ് ഹോൾ റേസ് ടു 3 ആണ്. അപ്പോൾ ഐ ക്യൂബ് ഇസ്
I square into I, it is minus I into ഈ 3നെ ഇവിടെ ഇറക്കിടാം. It is cos 2 pi by 3 minus I sin 2 pi by 3. ശ്രദ്ധിക്കണം, ഡിമോവിയസ് തീർത്തില് കോസ് തിറ്റ പ്ലസ് ഐ സൈൻ തിറ്റയ്ക്ക് മാത്രമേ ആ n ഇറക്കിടാൻ അധികാരമുള്ളൂ. കോസ് തിറ്റ പ്ലസ് ഐ സൈൻ തിറ്റ ആണെങ്കിലും വർക്ക് ചെയ്യും, കോസ് തിറ്റ മൈനസ് ഐ സൈൻ തിറ്റ ആണെങ്കിലും വർക്ക് ചെയ്യും. റൈറ്റ്, നൗ ഇത് അപ്ലൈ, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇസ് ടു മൈനസ് ഐ ഇൻറ്റു കോസ് 2 pi by 3 നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് മൈനസ് 1 by 2 and sin 2 pi by 3 is root 3 by 2, I into root 3 by 2. Simplify ചെയ്യാം, the answer will be എന്താ കിട്ടുക, I ഒന്നായിട്ട് കളയാം, it is 1 by 2i, ഇവിടെ പ്ലസ് ഉണ്ടാവും, ഇതൊക്കെ പ്ലസ് ആക്കിക്കോളൂ. ഇറ്റ് ഇസ് 1 by 2i, I സ്ക്വയർ ആകുമ്പോൾ മൈനസ് 1 root 3 by 2. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? root 3 by 2 പുറത്തേക്ക് എടുക്കാം അല്ലേ. ഇറ്റ് ഇസ് മൈനസ് 1 by 2 പുറത്തേക്ക് എടുക്കാം, മൈനസ് 1 by 2 ഇൻറ്റു root 3 minus I. Okay, root 3 minus I. So this is answer. Option B is answer. Okay, option B is answer. Okay, this is a very good question. Z belongs to C. If is the minimum value of this. ഈ ചോദ്യം വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് പി എന്നാണ് ചോദ്യം. വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് പി? പിയുടെ മിനിമം വാല്യൂ എന്താണെന്ന് ചോദ്യം അല്ല, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി? നോക്കൂ, മോഡ്ലെസ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. വാട്ട് ഇസ് മോഡ് സെറ്റ് മൈനസ് 1 പ്ലസ് മോഡ് സെറ്റ് പ്ലസ് 1? ഇതിന്റെ മിനിമം വാല്യൂ എന്താ? വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ദിസ്? ഇതിന്റെ മിനിമം വാല്യൂ എന്താണ്? നോക്കൂ, റിയൽ ആക്സ് എടുക്കാം. Z മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് സെറ്റ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ സെഡ് നിന്ന് 1ലേക്കുള്ള ദൂരം. മോഡ് സെറ്റ് പ്ലസ് 1 എന്ന് പറഞ്ഞാലോ സെഡ് നിന്ന് മൈനസ് 1ലേക്കുള്ള ദൂരം. അപ്പം ഇതാണ് 1, ഇതാണ് മൈനസ് 1. അപ്പോൾ മോഡ് സെഡ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ സെഡ് നിന്ന് 1ലേക്കുള്ള ദൂരം. സെഡ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് നിന്ന് മൈനസ് 1ലേക്ക് ദൂരം. അപ്പം മിനിമം വാല്യൂ ഇപ്പം ഇവിടെയാണ് സെഡ് വെച്ചോളൂ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം, ഈ പോയിന്റിൽ നിന്നുള്ള ദൂരം എന്തായാലും ഈ രണ്ടിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ മിനിമം ആവണമെങ്കിൽ എന്താ വേണം? സെഡ് ഇവിടെ ആയ പോരെ. നോക്കൂ, ഇവിടെയാ സെഡ് വെച്ചോളൂ. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? മോഡ് സെഡ് മൈനസ് 1. ഈ ലെങ്ത് എന്തായിരിക്കും? മോഡ് സെറ്റ് പ്ലസ് 1. അപ്പോൾ ആ സമയത്താണ് മോഡ് സെറ്റ് മൈനസ് 1 പ്ലസ് മോഡ് സെറ്റ് പ്ലസ് 1 മിനിമം ആവുക. അപ്പം വാട്ട് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ദിസ്? ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈനസ് 1 and 1. മൈനസ് 1ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ദൂരമായിരിക്കും അതിൻ്റെ മിനിമം വാല്യൂ. അപ്പോൾ ഓർക്കേണ്ടത് മോഡ് സെറ്റ് മൈനസ് 1 പ്ലസ് മോഡ് സെറ്റ് പ്ലസ് 1ൻ്റെ മിനിമം വാല്യൂ 2 ആണ്. ഈ 2നേക്കാൾ ബിഗർ ആയാൽ അത് എലിപ്സ് ആവും. 2നേക്കാൾ ചെറുതായാൽ ദർ വിൽ ബി നോ ലോക്കസ്. അത് ഓർക്കാം. കാരണം 3നേക്കാൾ വലുതായപ്പോൾ എങ്ങനെയാണ് വരിക? ഇതാണ് മൈനസ് 1, ഇതാണ് പ്ലസ് 1. ഇവിടെയാണ് പോയിന്റ് ചോളൂ. ഇങ്ങനെ ഈ ദൂരം ഇങ്ങനെ ആവണം. ഇങ്ങനെ ആകുമ്പോൾ 2നേക്കാൾ വലുതല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനെ വരിക? ലോക്കസ് വിൽ ബി എൻ എലിപ്സ്. SP പ്ലസ് S dash P is a constant. അത് ഓർക്കാം. അപ്പം മോഡ് സെറ്റ് മൈനസ് 1 പ്ലസ് മോഡ് സെറ്റ് പ്ലസ് 1ൻ്റെ മിനിമം വാല്യൂ 2 ആണ്. ആ 2നേക്കാൾ ചെറുതായ ആകത്തൊരു ലോക്കസ് ഉണ്ടാവില്ല. 2 ആയാൽ ആ മൈനസ് 1ൻ്റെയും 1ൻ്റെയും ഇടയിൽ മാത്രമാണ് സെറ്റ് തിരിഞ്ഞ് കളിക്കുക. 2നേക്കാൾ ബിഗർ ആയാൽ ദ ലോക്കസ് വിൽ ബി എൻ എലിപ്സ്. അപ്പോൾ ഇവിടെ ചോദ്യം അതല്ല. ഇവിടെ ചോദ്യം എന്താ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? മോഡ് സെറ്റ് മൈനസ് 3 root 2 മോഡ് സെറ്റ് മൈനസ് P root 2i. അപ്പൊ P root 2i ആവുമ്പം നോക്കൂ, ഇവിടെയാണ് പോയിന്റ്. ഒരു പോയിന്റ് ഇവിടെയാണ് 3 root 2. ഇതാണ് ഒരു പോയിന്റ്. മറ്റേ റൂട്ട് എന്താ? P root 2i. വെറും P root 2 അല്ല, P root 2i. അപ്പൊ ഇറ്റ്സ് എ പ്യൂർലി ഇമാജിനറി നമ്പർ. ദിസ് ഇസ് P root 2i. അപ്പൊ ഇതായിരിക്കും ഈ ലെങ്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദോസ് 2 points വിൽ ബി ദ മിനിമം വാല്യൂ ഓഫ് ദാറ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ ആണ് തന്നിട്ടുണ്ട്. 5 root 2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 5 root 2 വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 root 2 ആൻഡ് P root 2i. അപ്പോൾ വാട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 3 root 2 ആൻഡ് P root 2i? നോക്കൂ, ഈ ലെങ്ത് 3 root 2 ആണ്, ഈ ലെങ്ത് P root 2 ആണ്. പൈത്തഗോറസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ലെങ്ത്? 18 പ്ലസ് അല്ലേ, 9 to 18 പ്ലസ് 2p ആണ് അല്ല, 2p സ്ക്വയർ ആണ് റൂട്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അപ്പം ഇതാണ് റൂട്ട് ഓഫ് 18 പ്ലസ് 2p സ്ക്വയർ ആണ് 5 root. അതൊന്ന് പിയുടെ വാല്യൂ ആണ്. സ്ക്വയർ ചെയ്തോളൂ. അപ്പോൾ എന്താ പറയുക? 18 പ്ലസ് 2p സ്ക്വയർ will be equal to 25 into 2, 50, or 2p square is
15, 12, 18 സബ്ട്രാക്ട് ചെയ്താൽ എത്രയായിട്ട് 32 അല്ലേ 32 പി സ്ക്വയർ ഈക്വൽ 16 ഓർ പിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 4. ഇത് നല്ല ചോദ്യമാണ്. വൺ ഓഫ് ദ വാല്യൂസ് ഓഫ് പി ഇസ് 4. വാട്ട് ആർ ദ അതർ വാല്യൂ -4. സം ഓഫ് ദ ഓൾ വാല്യൂസ് ഓഫ് പി ഇസ് 0. ഇതിപ്പോൾ റൂട്ട് പി ഐ പി റൂട്ട് 2 ഐക്ക് വരെ ആ ഐ നിങ്ങൾ കാണാതെ പോയിച്ചോളൂ. വേറെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഐ കാണാതെ പോയാൽ എന്തായിരിക്കും ആൻസർ? ആ പി റൂട്ട് 2 ഐ ഇല്ലെങ്കിൽ എന്തായിരിക്കും പോയിന്റ്? നോക്കൂ, ഇങ്ങനെയായിരിക്കും പോയിന്റ്. ഇതാണ് 3 റൂട്ട് 2, ഇതാണ് 3 റൂട്ട് 2 എന്നുള്ള പോയിന്റ്, ഇതാണ് പി റൂട്ട് 2 എന്നുള്ള പോയിന്റ്. ഈ ലെങ്ത് ആണ് എന്ത്? 5 റൂട്ട് 2. അപ്പോൾ വാട്ട് ഇസ് പി? അപ്പോൾ റിയൽ ആക്സിന് മുകളിലാണ് പി റൂട്ട് 2 ഐ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ദൂരമാണ്. അപ്പോൾ ഈ ദൂരം എന്താ? പി മൈനസ് 3 റൂട്ട് 2 മോഡുലസ്. ഇതാണ് 5 റൂട്ട് 2. അപ്പോൾ വാട്ട് ഇസ് ആൻസർ? പി മൈനസ് 3യുടെ മോഡുലസ് ആണ് 5. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് പി? പി മൈനസ് 3 ആണ്, പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ പി മൈനസ് 3 ഇസ് 5 ഓർ മൈനസ് 5. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി? പി ഈക്വൽ ടു 8 or p is equal to -5 minus it is -2. But what are the values of p? 8 and -2. നോക്കൂ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. What are the sum of all possible values of p? It will be 6 അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ ഐ കാണാതെ പോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഐ കണ്ടിട്ട് ഐ ഉള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വേറെ ആവുന്നത്. അപ്പോൾ കൺസെപ്റ്റ് എന്താ? മോഡ് z-z1 പ്ലസ് മോഡ് z-z2ൻ്റെ മിനിമം വാല്യൂ മോഡുലസ് ഓഫ് z1 - z2 ആണ്. അതിനേക്കാൾ ബിഗർ ആയാൽ ലോക്കസ് എലിപ്സ് ആവും, അതിനേക്കാൾ ചെറുതായാൽ ലോക്കസ് ഉണ്ടാവില്ല. ഈക്വൽ ആയാൽ z lies on the line segment joining z1 and z2. Okay. With that we'll close today's class, I think. Okay. അപ്പോൾ ഇതിലത്തെ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം, എന്നിട്ട് ഡൗട്ട്സ് ഉള്ളത് ഇതിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു. Hi children.
Welcome to the chemistry session. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് 12th സ്റ്റാൻഡേർഡ് എ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് പ്ലസ് കോർഡിനേഷൻ കെമിസ്ട്രി കേട്ടോ. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സും കോർഡിനേഷൻ കെമിസ്ട്രിയും അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. Once again, welcome to the chemistry session of today's class. Let's go through the first question. The complex or complexes. So that means it can be one or more choice question which can exhibit the type of isomerism shown by PTNS3 twice Br2. So hope you understood the question. There is a molecule given and that shows an isomerism. Which of the following given choices will show that kind of isomerism? That is the question, right? So what is isomerism shown by this molecule? ആ molecule എന്ത് isomerism ആണ് കാണിക്കുക? Very simple. Platinum complex is square planar complex. You have NH3 twice and Br2. Very clear that it will show cis and trans isomerism. There is cis trans isomerism. It can be like this. So the given molecule in the question can perform geometrical isomerism, cis trans isomerism. So let us verify which all in the choices will show that isomerism. First one, what do you think? First one, PTENSN twice. PTENSN twice. It is yet another a square planar complex. PTENSCN twice. SCN twice. And this is EN. This is EN, ethylene diamine. Ethane 1,2 diamine, right? Will this show geometrical isomerism? Will this show cis trans isomerism? Answer is no, it cannot, because these two positions are locked and there is no chance of any different configuration. Then what kind of isomerism this molecule can perform? ഇത് തരുന്ന isomerism എന്തായിരിക്കും? Very simple. It can give linkage isomerism, അല്ലേ? ഇതൊരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. So it can give linkage isomerism. So first one, option A, it is out. It cannot show geometrical isomerism. What about B? Zinc amine chlorine complex. Can that show geometrical isomerism? Again, the answer, those who know about these complexes, the answer is no. Why? Because it is a tetrahedral complex. It is a tetrahedral complex. Is it done? NH3 twice Cl2. This is the complex and this cannot show geometrical isomerism as tetrahedral complexes are not performing geometrical isomerism. Cis trans isomerism is not possible. All the four bonds are equivalent, isn't it? അപ്പോൾ അതും ഇല്ല കേട്ടോ. What about option C? Option C, PTNH3 twice Cl4. PTNH3 twice Cl4. Hope you understand it is a octahedral complex which can perform geometrical isomerism. Chlorine, 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 chlorine and the two ammonia, which may comes like this, which is cis configuration, and it may come opposite, which is trans configuration, isn't it? So there can be geometrical isomerism, no doubt. This will perform geometrical isomerism. If this is cis configuration, this will be trans configuration. The two ammonia coming opposite. So this is cis configuration and this is trans configuration. Option C can be the answer. What about option D? Cr
En2H2O sulfate. Can that perform cis-trans isomerism? CrEn twice H2O SO4. That too can perform geometrical isomerism. That too is an answer. You see how it comes. Cr, yet another octahedral complex. En twice. En twice. This is En twice, En, and H2O sulfate coming in the cis position. H2O and sulfate coming in the cis position. This is cis configuration. And there can be trans configuration. H2O and sulfate can come opposite. This can be a trans configuration. Just imagine H2O comes here and sulfato comes here and En occupying like this. The 2En occupying like this. That will be trans configuration. So the given molecule performing cis-trans isomerism given by which of the following choices? That was the question, and it is A and B, not possible. C and D is the correct answer. C and D is the correct answer. Right? Both can perform geometrical isomerism. I hope it is clear. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻ. The hybridization, second question, the hybridization and magnetic behavior of cobalt iron, a very famous example that is involved, explained in the textbook, hexaamine cobalt 3 complex. Hexaamine cobalt 3 complex. What is the type of hybridization? Hexaamine, it is cobalt 3 plus. Cobalt, you know, it is D7S2 and cobalt 3 plus will be D6 configuration. Cobalt 3 plus will be D6 configuration. And this is D6 configuration, and all of you know it makes a low spin complex, isn't it? Low spin complex, as it is involving ammonia as a ligand. This electron will be paired over here and this electron will be paired over here, and these two orbitals are involved in hybridization, and it will be D2sp3 hybridization. The two d orbitals, inner d orbitals are used, and it is diamagnetic in nature. Which answer? It is D2sp3, diamagnetic. Third choice is the correct answer. All electrons are getting paired. It is an inner orbital complex. It is a low spin complex. It is a spin paired complex. Right? Diamagnetic complex. All the electrons get paired up. Right. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Third one, potassium dichromate paper acidified with the dilute sulfuric acid turns green. Potassium dichromate paper turns green. What is the color of acidified potassium dichromate paper? It is orange in color. So orange colored potassium dichromate paper turn green when interacting with which of the following choices? Is it carbon dioxide, sulfur trioxide, hydrogen sulfide, sulfur dioxide? Yet another simple direct question for those who know the reaction. Right. First of all, there are only two people undergo reaction. Let us leave the color behind. Color is next. Whether reaction is there or not. See, color change is due to reaction. There are only two people who give the reaction. Who is not giving the reaction? Carbon dioxide, no reaction. Sulfur trioxide, no reaction. Carbon dioxide, carbon in the highest oxidation state, cannot be oxidized further, as this is a very good oxidizing agent. Sulfur trioxide, sulfur in the maximum oxidation state, it cannot be further oxidized.
And who give the reaction? The reaction is given by 3 and 4 only. Hydrogen sulfide can be oxidized to sulfur. But that is not going to give you a green color compound. And the answer is sulfur dioxide. It is sulfur dioxide, the correct answer. Many of you know potassium dichromate K2Cr2O7 is interacting with SO2 in acid medium, and you get Cr2SO4 thrice, which is a green colored compound. And here chromium plus 6 state reduced to chromium plus 3 state, that is reduction reaction. And sulfur plus 4 state is oxidized to sulfur plus 6 state, that is oxidation reaction. And the net result is you are going to get a green colored chromic sulfate. Jack, -2 ആണോ -3 ആണോടാ? XeF4 ആ സഫിക്സ് ക്ലിയർ അല്ല, സഫിക്സ് ക്ലിയർ അല്ല. -2 ആണോ? ആ സഫിക്സ് എനിക്ക് ക്ലിയർ അല്ല. -2 ആണോ? XeF4 -2 ആണെങ്കിൽ 8ഉം 4ഉം 12ഉം 2ഉം 14 കിട്ടും. അപ്പോൾ 7 എന്ന് കിട്ടും. ഇറ്റ് വിൽ ബി sp3d3 ഹൈബ്രിഡൈസേഷൻ കിട്ടും. ഇറ്റ് ഷുഡ് ബി sp3 -2 ആണ് അല്ലേ, -2 ആണ്. സോ ഇറ്റ് വിൽ ബി 8 valence electrons from the central atom, 4 surrounding monovalent atoms, 2 charges, 8 plus 4 12 plus 2 14/2, 7 electron pairs. 7 electron pairs will go for that is what I am commenting. 8 valence electrons from xenon, 4 surrounding monovalent atoms, 2 charge associated, and by 2 you get 7 electron pairs. 7 electron pairs will be sp3d3 hybridization. sp3d3 hybridization, and the molecule is of the type AB4E3 type. It's a distorted geometry. It's a distorted geometry. Yes. ഞാൻ ഈ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫർദർ ഡൗട്ട് ഉള്ളതൊക്കെ അയച്ചോ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അതിൽ അയച്ചോളൂ. വി വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. So the answer for this is option 4. അടുത്ത ചോദ്യം. The magnetic moment of a transition metal compound has been calculated to be 3.87. The metal ion is, you know the magnetic moment calculation, mu is equal to root of n into n plus 2 Bohr magneton. And when n equal to, hope all of you know, when n equal to 1, the approximate moment will be 1.7 Bohr magneton. When n equal to 2, it is some 2.7, 2.8. When n equal to 3, 3.8. When n equal to 4, 4.9. When n equal to 5, 5.9. Hope you know this. The number of unpaired electron can be related with the magnetic moment like this. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമുക്ക് സാധാരണ മോളിക്യൂൾസ് പോലെ ചെയ്യാൻ പാടില്ല കേട്ടോ, ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ആ കോംപ്ലക്സിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ബേസ്ഡ് ഓൺ ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ വി പ്രൊഡിക്റ്റ് ദ അതർ കണ്ടീഷൻസ്. അതിനാണ് നമ്മൾ 2 തിയറി പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. VB തിയറി, പിന്നെ CF തിയറി, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. യെസ്, ഞാൻ ഡൗട്ടുള്ളതൊക്കെ അയച്ചോ, ഞാൻ പറഞ്ഞുതരാം. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത്
3.87 എന്ന് വെച്ചാൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് നോക്കണം കേട്ടോ. 3 അൺപെയർഡ് ഇലക്ട്രോൺസ്. ക്രോമിയം എല്ലാവർക്കും അറിയില്ലേ, D5S1 ആണ്. ക്രോമിയം 2+ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോവും, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോവും. യു ഹാവ് 4 അൺപെയർഡ് ഇലക്ട്രോൺ. ശരിയല്ലേ മക്കളെ? ക്രോമിയം D5S1. Chromium 2+ means 4 unpaired electron. What about manganese? Manganese D5S2. Manganese 2+ എന്ന് വെച്ചാൽ D5. ഇവിടെ 4 unpaired electron, ഇവിടെ 5 unpaired electron. അടുത്തത് വനേഡിയം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. വനേഡിയം D3S2 എന്നല്ലേ മക്കളെ? D3S2. അപ്പൊ വനേഡിയം 2+ എന്ന് പറഞ്ഞാൽ D3, 3 unpaired electron. And that is the answer. Titanium D2S2 ആണ് അല്ലേ? ടൈറ്റാനിയം അപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ റെസ്പെക്റ്റീവ്ലി ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺ, ഇവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺ, ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺ. ആൻഡ് ദാറ്റ് ഈസ് ദി ആൻസർ. ഇവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺ. ആൻഡ് റെസ്പെക്റ്റീവ്ലി യു ഗെറ്റ്. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ 5.9, 4 അൺപെയർഡ് ഇലക്ട്രോൺ 4.9, 3 unpaired electron 3.8. Hope you know that. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം. An ammoniacal metal salt solution gives a brilliant red precipitate on addition of dimethylglyoxime DMG. The metal ion is. എത്ര പ്രാവശ്യമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നിക്കൽ DMG കോംപ്ലക്സ് കേട്ടോ. ആൻസർ ഈസ് നിക്കൽ. നിക്കൽ DMG കോംപ്ലക്സ് വിത്ത് എ ബ്രില്യന്റ് റെഡ് കളർ. NiDMG complex. And DMG means dimethylglyoxime. Dimethylglyoxime. All of you know this is glyoxal. എല്ലാവർക്കും അറിയില്ലേ? This is glyoxal. And this interacting with 2 mole hydroxylamine, you get a glyoxime. You get a glyoxime. ഇതിനെയാണ് glyoxime എന്ന് പറയാം. Glyoxime. Glyoxime. Then what is dimethylglyoxime? Dimethylglyoxime എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. This is dimethylglyoxime. This is dimethylglyoxime. A very popular ligand, dimethylglyoxime. This makes a brilliant red precipitate with nickel, and the complex is this one. And the structural details of this complex and characteristics including came many times for exams. അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് എല്ലാവരും വരച്ചെടുക്കുക. This is the way the molecule comes. 4 nitrogen atom make a square planar connectivity. 4 nitrogen atom make a square planar connectivity. And look at the speciality of the molecule. It is able to make some symmetrical hydrogen bonding also. You see that? Regarding that symmetrical hydrogen bonding, regarding that geometry, regarding the hybridization, square planar geometry, DsP2 hybridization, regarding the characteristics of that hydrogen bonding, every aspect of this molecule came multiple times for the exams. A very important molecule which as such we don't discuss in the NCERT, but of course we are discussing DMG in the textbook. ടെക്സ്റ്റ് ബുക്കിൽ DMG ഉണ്ട്. ഈ കോംപ്ലക്സിനെ കുറിച്ച് പഠിക്കുന്നില്ല. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആൻസർ ഈസ് നിക്കൽ. ആൻസർ ഈസ് നിക്കൽ.
You might have noticed more than the answer part of the question, I am giving more importance to that molecule. അത് ആ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ആൻസറിനേക്കാളും ഞാൻ ആ കോംപ്ലക്സിന്റെ മറ്റ് ഡീറ്റെയിൽസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ശ്രദ്ധിക്കുക. യെസ്, അതൊക്കെ ഒന്ന് വരച്ച് പഠിക്കണം കേട്ടോ. ദിസ് ഈസ് നിക്കൽ DMG കോംപ്ലക്സ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The d electronic configuration of COCl4 2- in tetrahedral field EM_T2n, sum of M and number of unpaired electrons. We are talking about COCl4 2-. That means we are talking about CO2+. Cobalt will make D7s2 and it is D7 system. Cobalt 2+. D7 means this is D7 system. This is D7 system and it is a tetrahedral crystal system. Tetrahedral system means there will be E orbital at the bottom and T2 orbital on top. This is T2 orbital on top and this is delta T. Hope you understand. And it is D7 configuration means what is the kind of electronic system? D7. It is 1, 2, 3, 4, 5, 6, 7. This is the electronic configuration. As mostly tetrahedral complexes makes a high spin complex, and here especially it is chlorine ligand. So what happens? 1, 2, 3, 4, 5, 6, 7. So number of electrons in E orbital, M equal to 4. So it is 4. And we want number of unpaired electron. 3. Number of unpaired electron 3. And the answer is 7. 7 is the answer. So number of electrons present in E orbital, it is 4. And number of unpaired electron, that means number of electrons in T2 orbital, that is 3. So 4 electron here, that is M value, and 3 unpaired electron, and that is actually N value. It is 7. Clear? അടുത്ത ചോദ്യം. Answer is 7. അടുത്ത question. Potassium dichromate act as strong oxidizing agent in acid solution. During the process, oxidation state changes from. Potassium dichromate act as a strong oxidizing agent K2Cr2O7 in acid medium. All of you know it is converted to 2Cr3+. What is the change in oxidation state? Very simple. Potassium plus 6 changes to plus 3. Potassium plus 6 changes to plus 3. What is the N factor? N factor will be 6. The change in oxidation number is 3, but the N factor is 6. There are 2 chromium. Okay, fine. അടുത്ത ചോദ്യം. Matching the list. List 1, you have coordination entity, and list 2, wavelength of light absorbed in nanometer. Wavelength minimum. And that will match with the one wavelength minimum will match with this. So one will match with the C. One matches with the C. One matching with the C, only one option, and that will be the answer. Second choice will be the answer. By simply matching the first wavelength given, I mean the minimum wavelength given when I am matching, we get the answer.
And now let's see what is the context involved. What is the context involved? Yes, the context involved is wavelength minimum value. That means energy maximum. Energy maximum will be for a strong ligand. All are same metal complexes. In fact, this is a different complex. Right? Now you can see the ligands which are coming. Probably this also should be cobalt some. I think so. This also should be cobalt. Then actually it makes a sense. Now imagine all are cobalt complexes. Here you have a strong ligand. When the ligand is strong, the splitting is large. When the splitting is large, energy absorbed is large. Frequency will be large. Wavelength will be minimum. So minimum wavelength when you have a strong ligand present. The absorbed wavelength minimum, that means absorbed energy maximum when the ligand is strong. So minimum wavelength matches with a strong ligand, that is option C, C1. That is one only choice available. Now let us examine the next value, next highest value 475. It should match with which one? After cyanide, it is ammonia. After cyanide, 6 ammonia. So it should match with B. Second one match with B. Second one match with B. Now the very next value 535 should match with this, because here you have 6 ammonia, here you have 5 ammonia and 1 chlorine. Chlorine, you know, is a relatively weaker ligand. So the 535 third one should match with A. Third one should match with A. And obviously the highest lambda minimum energy should be matching with the weaker ligand water, and that will be the D4 condition. That's it. So if you have a strong ligand, the splitting will be large and the energy consumed will be large. Frequency consumed will be large. Wavelength absorbed will be minimum. That is the context. I hope it is clear. Okay. That's a beautiful question. അടുത്ത ചോദ്യം. Total number of moles of AgCl precipitated. Total number of moles of AgCl precipitated on addition of excess silver nitrate to 1 mole each of the following complexes. 1 mole each of the following complexes. Very simple, no? Here you have 1 chlorine outside. So 1. Here you have 2 chlorine outside. So it will be 2. Here you have no chlorine outside, nothing. Here you have 2 chlorine outside. So it is 2 again. So here you get 1 mole AgCl, 1 chlorine outside the coordination sphere, which will ionize and will give a precipitate with the silver nitrate. Here there are 2 chloride available outside the coordination sphere. They will give the precipitate. So here 1 mole chloride, here 2 mole chloride, here no chloride available outside, here again 2 mole chloride available outside. So it is 2 plus 2, 4 plus 1, 5 moles. That is the answer. 5 moles is the answer. Exactly. 5 moles is the answer. Exactly. അടുത്ത ചോദ്യം. How many of the following metal ions have similar value of spin only magnetic moment? Similar value of spin only magnetic moment. Please verify how much it is coming for vanadium, scandium, titanium, vanadium 23. It is D3S2 configuration, and vanadium 3 plus will be D2 condition, 2 unpaired electron, isn't it? Vanadium, it's coming
scandium 21, titanium 22, vanadium 23. Atomic number is given here. So it is D3s2 configuration. Vanadium 3 plus will be 2 electron, D2 system. Chromium. Chromium, you know it is D5s1 and chromium 3 plus means it is D3 system. 3 unpaired electron. What about iron? Iron will be D6s2 and it is D6 system. 4 unpaired electron. And nickel is D8s2. Nickel 3 plus will be D7 system and there is 3 unpaired electron. Our question is similar value of spin only magnetic moment. Spin only magnetic moment will be similar when the number of unpaired electron is similar. And the number of unpaired electron coming similar. Number of unpaired electron coming same for these two species. Answer will be chromium and nickel will go for same kind of magnetic moment and they are asking how many number. It is 2. It is 2. Out of the 4, 2 will have similar magnetic moment. And who are all the 2? Chromium and nickel. Chromium and nickel, isn't it? Chromium and nickel, isn't it? Both are having 3 unpaired electrons. Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. Next question. The number of paramagnetic species from the following. Number of paramagnetic species. What about NiCN 4 times? What about NiCN 4 times? This is not paramagnetic. This is diamagnetic. NiCO 4 times. That is also diamagnetic. Popular examples we are dealing in the textbook. NiCl 4 times. This is paramagnetic. This is paramagnetic and is a high spin complex relatively. FeCN6 4 minus. FeCN6 4 minus. This is diamagnetic. There are 4 unpaired electrons which will make it paired when cyanide is involved. And CuNH3. This is paramagnetic. There is 1 unpaired electron. FeCN6 3 minus. FeCN6 3 minus means iron will go for 5 unpaired electron. Even if pairing occurs, 1 will remain unpaired. So that also will be paramagnetic. This is also paramagnetic. There will be 1 unpaired electron. And this of course is paramagnetic as it is a weak field ligand. So how many? 1, 2, 3, 4. Let us cross check. This is dia. This is dia, para. This will be dia. This will be para, and this is also para. It is 4. There are 4 species which are paramagnetic in nature. You have to investigate each example. How many unpaired electron? What is the hybridization? How the electronic systems are coming. Okay. Yes. Next question. Exactly. 4. Next. Fex2, Fey3 are known when X and Y are. That is yet another very important question which many times we have commented in the classes to have a meticulous look at the kind of transition metal halides which are explained in table 8.5, NCERT table 8.5. When you go through, you can find a detailed analysis of various metal halides which do exist, which do not exist. It is tabulated clearly in the table.
and you are supposed to make a meticulous analysis over that. When you analyze iron halides, you come to know, if you take the table and analyze, in fact, most of the important metals, you need to make an analysis, which all halide exist, which halide does not exist. If you analyze about iron, you will be able to understand all iron halides exist except one, which is FeI3. FeI3 does not exist. Like CuI2 does not exist. Like CuI2 does not exist. FeI3 does not exist. All other halides exist. FeF2 is there, FeCl2, FeBr2, FeI2, FeF3, FeCl3, FeBr3, all exist other than FeI3. FeI3 does not exist. And the quite important reason all of you should understand FeI3 is unstable, as Fe3 plus is a relatively good oxidizing agent and I minus is a good reducing agent. So what will happen? Fe3 plus when interact with I minus, you can see Fe3 plus will be converted to Fe2 plus. Fe3 plus will be reduced to Fe2 plus, as I minus is a good reducing agent. So that's why FeI3 does not exist. The same thing explained in the textbook just after the tabulated information. Why CuI2 does not exist? Cupric iodide. Why cupric iodide is not existing? The same comment is written. Cu2 plus, a reasonably good oxidizing agent, I minus is a good reducing agent, and Cu2 plus is reduced by I minus. Same thing. Same thing. So all are invited to have a analysis, meticulous analysis through the table 8.5 of NCERT today itself, and try to analyze the various species which exist, which does not exist. Once you analyze that, automatically few questions will come to your mind. What kind of question that can be asked from this information? You think about that question, and that question will appear in the coming sessions of other exams. Definitely. Yes. അടുത്ത ചോദ്യം. So here, what is the answer? Fex2, Fey3 are not, where x and y are. X2, all halides exist, fluorine, chlorine, bromine, iodine. And I3 does not exist, fluorine, chlorine, bromine. Option 1 is the correct answer. Option 1 is the correct answer. Yes. അടുത്ത ചോദ്യം. Arrange the following metal complexes or compounds in the increasing order of spin-only magnetic moment. Presume all the three high-spin system. Option A compound of cerium. Option B, a compound of gadolinium. Option C, a compound of europium. This is a quite interesting question. And see, earlier many times they asked about the electronic configuration of lanthanoids, especially gadolinium. GD configuration they asked multiple times for various exams. Now, this time for JEE exam, they made a small change and they have improved the level of asking that kind of question. Hope you understand. By this question, they are verifying whether you know the electronic configuration of not only GD, but also do you remember the electronic configuration of cerium? You have to know the configuration of cerium, you have to know the configuration of GD, you have to know the configuration of europium, and then compare. What is cerium? I don't know how many of you are aware of cerium. It is 4F1, 5D1, 6S2. This is the configuration. And here we have 2 means this is 2 minus, so cerium 4 plus we are talking about. Cerium 4 plus means the entire electrons gone. You have 0 unpaired electron. 0 unpaired electron, cerium 4 plus. Agreed. Now let us go to GD. GD configuration is 4F7,
5D1, 6S2. Here we are talking about GD3 plus. GD3 plus means this is gone and there are 7 unpaired electrons. And what about europium? Europium is 4F7, 5D2. This is europium. And we are talking about again 3 plus. 3 plus means it is gone. You have 4F6. There are 6 unpaired electrons. What is our question? We have to arrange in the increasing order of spin only magnetic moment. So here 0 unpaired electron, here 7 unpaired electron, here 6 unpaired electron. So B will be maximum. B maximum. Then C. Then C. B, C, A. Fourth choice is the correct answer. Fourth choice is the correct answer. B maximum, 7 unpaired electron. Which you can answer if and only if you know the configuration. This you can find out 6 if and only if you know this configuration. So it is very clear message. Please learn the configurations of lanthanoids. It's not happening for the first time. It's happening multiple times. They are keeping on asking this question. Please. So the answer is fourth choice. This is maximum. Then this B, C, A. A is 0. Agreed? Next question. Ready? Yes. TiH2O 6 times 3 plus absorb light of wavelength 498 nanometer during DD transition. The octahedral splitting energy for the above complex is to be reported in terms of 10 power minus 19 joules. So wavelength given, asking what is the splitting energy. Simple, right? How to calculate? E is equal to H nu is equal to Hc by lambda. Substitute ഇത് കണ്ടുപിടിക്കടാ. 6.626 10 power minus 34 into 3 into 10 power 8 divided by 498 nanometer. എന്തായി മക്കളെ? ഇതെന്തായി? മൈനസ് 25 അല്ലേ? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ -17 അല്ലേ? ഈ 498നെ 500 എന്ന് അസ്യൂം ചെയ്താൽ അല്ലെങ്കിൽ 0.5 എന്ന് അസ്യൂം ചെയ്താൽ ഇവിടെ എന്ത് വരും? 10 പവർ -20 വരും കേട്ടോ. -20 വരും. Now 0.5 with 3 is 6 times. 36, close to 40. 40 10 power minus 20. 4 into 10 power minus 9. So the answer should be in the range of 4. Answer should be in the range of 4. Please comment if I made some mistakes. 10 power minus 9, minus 34, minus 25, minus 25, 8, minus 17, 498, close to 500. 500, I took it as 0.5, so 1000 goes to top, minus 17, minus 20, 0.5 with the 3, 6 times, 6 into 6.6, very close to 40. Into 10 power minus 20, we have to report in 10 power minus 90. So 4 into 10 power minus 90. It should be that one. Yeah. 4. Answer should be 4. Correct? Yes. അടുത്ത ചോദ്യം. Two statements. Statement 1, E naught value of cerium 4 plus cerium 3 plus 1.74. That's a true statement you can find in the NCERT. You can find in the NCERT, somewhere in the NCERT textbook, a long paragraph given on the left hand page bottom. A
big paragraph regarding the oxidation states and characteristics of lanthanoids. It is explained where at least some 5 different questions you will be able to trace, which all lie in the same platform. Minimum 5 questions you can trace from that paragraph, and all the questions one to one related falling in the same platform. And this statement, yeah, oh, right, yeah, good, yes. So this statement you will find there, statement 1, E naught value CE 4 plus CE 3 plus 1 point, that's a true statement. Second one, CE more stable in plus 4 state than plus 3 state, wrong statement. Wrong statement. When you have E naught value CE 4 plus bar CE 3 plus given a high positive figure. This is a high positive value. That means this is oxidized to this. Sorry, this is reduced to this. Sorry. This is easily reduced. High reduction potential. High reduction potential means this is easily reduced to this. That means this is a good oxidizing agent. This is a good oxidizing agent, and this is relatively stable. See, this is coming to this. That means this is relatively stable. Cerium 3 plus is relatively stable. And this is not only applicable to cerium. This is not only applicable to cerium. You take almost all lanthanoids. Lanthanoids general expression Ln. If you have Ln 4 plus, please understand it will be a good oxidizing agent and it will revert to Ln 3 plus. Suppose you have any lanthanoid Ln 2 plus, it will act as a very good reducing agent. It will come to 3 plus. So Ln 4 plus will be reduced to 3 plus, act as an oxidizing agent. Ln 2 plus will be oxidized to Ln 3 plus, act as a reducing agent. It may be about europium, it may be about samarium, it may be about cerium, whomsoever it may concern, because lanthanoids are famous known for their +3 oxidation state. കേട്ടോ, ഞാൻ ആ പറഞ്ഞ പാരഗ്രാഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. മിനിമം ഒരു 5 ചോദ്യങ്ങളെങ്കിലും കിട്ടും. എല്ലാം ഒരേ പ്ലാറ്റ്ഫോമില്ല, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതുമാണ്. കിട്ടും. യെസ്, അടുത്ത ചോദ്യം. So let's wind up the answer. Answer പറഞ്ഞില്ല. This is correct, this is wrong. Statement 1 correct, 2 wrong. Statement 1 correct, 2 wrong. It's fourth choice. Statement 1 correct, 2 wrong. Yes. അടുത്ത ചോദ്യം. Permanganate, oxalate, H plus, Mn2 plus. In the above equation, balanced integer coefficients C is. So we want to know how many H plus. We want to know how many H plus. എഴുതു മക്കളെ. MnO4 minus plus C2O4 2 minus plus H plus giving Mn2 plus plus 2CO2 plus H2O. So here manganese +7 changing to +2. This is reduction. N factor is 5. And carbon +3 is oxidized to carbon +4. That is oxidation. What is N factor? +3 to +4. N factor 1 അല്ല 2 ആണ് കേട്ടോ, കാരണം 2 കാർബൺ ഉണ്ട്. So it is 2. So the balancing will be so done. This will be multiplied with 2 and this will be multiplied with 5. അപ്പോൾ ഇവിടെ 2 വരും, ഇവിടെ 5 വരും, ഇവിടെ 2 വരും, ഇവിടെ 5 വരുമ്പോൾ 10 എന്നാവും. So the new equation will be 2MnO4 minus 5 C2O4 2 minus plus H plus giving 2Mn2 plus 10 CO2 plus H2O. Now it is balancing the charge.
balancing the charge. Let us keep this aside. Look at the charge given 2 minus and 5 into 2, 10 minus, 2 minus, 2 minus and 10 minus, total 12 minus. And here it is 4 plus and that's all, 4 plus. So here 4 plus and 12 minus. So left hand side other than H plus, 12 minus. Right hand side it is 4 plus. So the balancing will be how many H plus is needed. That is our question. It will be, no doubt, it should be 16 H plus. Why? 12 minus and 16 plus. That will make 4 plus to be balanced with the right hand side. So the final equation will be 2 mole here, 5 mole here, 16 here, and that is our answer. We are talking about what is C. What is C? The answer we have got, it is 16. And how much on the right hand side for water? 16H means it will be 8 water. So this is the balanced stoichiometry. This will be the balanced stoichiometry. 2 mole permanganate, 5 mole oxalate, 16H plus, 2 Mn2 plus, 10 CO2, 8 H2O. Our point is over here and the answer is 16. 16 is the correct answer. Yes. Hope it is perfect. I repeat, the negative charge, 2 minus charge, 5 into 2, 10 minus charge, 10 plus 2, 12 minus charge, 2 into 2, 4 positive charge. So this side and this side should be equal. So we need to give 16 positive charge so that it becomes equal. Yeah. അടുത്ത ചോദ്യം. Next. Equivalent of ethylene diamine. Equivalence of ethylene diamine required to replace the neutral ligand from the coordination sphere of trans complex of COCl3 4 ammonia. COCl3 4 ammonia. Equivalence of ethylene diamine required to replace the neutral ligand. Here the neutral ligand is ammonia. There are 4 ammonia. You want to replace 4 ammonia. How many ethylene diamine is required? CO 4 ammonia. You have ammonia 1, ammonia 2, ammonia 3, ammonia 4. To replace this 4 ammonia, how many En is needed? That is the question. Very simple point. 2, because ammonia is monodentate, ethylene diamine is didentate. So the answer is each 2 ammonia can be replaced by ethylene diamine. This can be replaced by ethylene diamine. And this can be replaced by ethylene diamine. As all of you know, this is ethylene diamine. This is ethylene diamine. And you see it is a bidentate character. So 2 ammonia may be replaced by 1 ethylene diamine. 2 ammonia can be replaced by 1 ethylene diamine. 4 ammonia replaced by 2 ethylene diamine. Isn't it? So the answer is 2. Answer is 2. Hope it is clear. Very simple idea. Very simple concept. Yes. അടുത്ത ചോദ്യം. Next. List 1, list 2. List 1, list 2. First complex, you can see it is a mixed complex. I mean both cationic, anionic complex. Hexaamine cobalt 3, hexacyanidechromium, hexaamine cobalt 3, hexacyanidochromate 3. That's a both cationic, anionic type complex and a very popular isomerism shown by that kind of molecules. I don't have to tell you, A matches with the coordination isomerism. Coordination isomerism. What is the coordination isomerism? It is performing, it can be
CO. It can be Cr, right? Cr, NH3 6 times, CO, Cn 6 times. This is hexaamine cobalt 3, hexacyanidochromate 3. This is hexaamine chromium 3, hexacyanidocobalt 3. This is coordination isomerism, popularly shown by that kind of molecule. So A matches with 3. A matches with 3, you get the answer. A matches with 3, you get the answer. Got the answer. Let us verify the other choices. Let us verify the other choices. B1, 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 CONH3 thrice, NO2 twice. Yes, they can show linkage isomerism as it involves NO2. NO2 is a ambidentate ligand. It can connect like nitrogen, NO2, or it may be connecting with oxygen, ONO. This can give two type of connectivity. One is NO2 connectivity and one is ONO connectivity, which is called linkage isomerism. B can show one. What about C? What about C? C2, 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 solvate isomerism. Yes, water molecules present. Presence of solvent molecules perform solvate isomerism, otherwise called hydrate isomerism. So C can give solvate isomerism. That is also correct. Last one, D, D4, D4, D4 optical isomerism. Yes, cis molecule of this variety can show optical isomerism. You see that? Cr, cis variety, chlorine, chlorine, and this is oxalato, this is oxalato, and this is oxalato. This is cis molecule. This can show optical isomerism. Look at the optically active form of this. Look at the optically active form of this molecule. You see that optical isomerism performed by the systems? You see that they make non-superimposable mirror image. If this is dextro, this will be levo. If this is dextro, this will be levo. And they make a non-superimposable mirror image. You see that? This make a non-superimposable mirror image. That is the point. We have studied that. So the correct answer is first choice. Okay? Adutha chodyam. On complete reaction of FeCl3 with oxalic acid in aqueous solution containing KOH resulted in the formation of product A. The secondary valency of iron in the product A is secondary valency of iron. Once again, very famous reaction. Fe3 plus interact with 3 KOH and oxalic acid. H2C2O4 oxalic acid. The product obtained is K3FeC2O4 thrice. This is the complex you are getting. K3FeC2O4 thrice. That is trioxalato iron 3 complex. Trioxalato iron 3 complex, and oxalato is bidentate ligand. One oxalato bind like this, another oxalato bind like this, third oxalato bind like this, and it is hexadentate. I mean the coordination number, not hexadentate, bidentate into 3. It satisfies hexa coordination. And the point is secondary valency. Secondary valency means coordination number 1, 2, 3, 4, 5, 6. Coordination number, that is secondary valency, equal to 6. 6 is the answer.
6 is the answer. Yes. Next question. Next question. The ground state of atomic iron, the spin only magnetic moment is iron atomic number 26 D6S2 D6S2 D6 contain 4 unpaired electron. So the magnetic moment mu will be 4.9 Bohr magneton. Oh, this is represented into 10 power minus 1. So it is 49 into 10 power minus 1. Answer reported should be 49. 49 is the answer. Iron having D6S2. D6S2 means there are 4 unpaired electron. 4 unpaired electron means 4.9 Bohr magneton. Represented as into 10 power minus 1. So 49. 49. Simple question. Adutha. It's a statement based question. Statement 1. Potassium permanganate on heating at 573 Kelvin forms potassium manganate. Yes, it is a true statement. 2 KMnO4 upon strong heating, you get K2MnO4 plus MnO2 plus oxygen. A very popular reaction that is explained in the textbook. The reaction you can find in the textbook. That's a true statement. Potassium permanganate heating to 573 Kelvin, you get potassium manganate. This is potassium permanganate. This is potassium permanganate and this is potassium manganate. Potassium manganate. Second statement. Both potassium permanganate and potassium manganate are tetrahedral and paramagnetic. This is correct. This is wrong. Both potassium permanganate and manganate are tetrahedral. That is correct. This is tetrahedral. This is tetrahedral. This is tetrahedral. This is permanganate. And this is also tetrahedral. This is also tetrahedral. But the difference is this is having +7 state D0 and is diamagnetic. This is diamagnetic while this is +6 state D1 and it is paramagnetic. That is the difference. So both of them are having tetrahedral geometry. Both of them having tetrahedral geometry. But this is dia, this is para. This is not 100% dia. It has got a very weak temperature dependent paramagnetism. That's a different case. Generally, general comment, this is dia and this is para. Both are said to be para. That is wrong. Okay. And what kind of hybridization they give? What kind of hybridization they give? Is it sp3 hybridization? Both are tetrahedral. This is tetrahedral. This is tetrahedral. What is the kind of hybridization they give? Is it sp3 or something else? Please investigate. Please find out. Next. So what is the answer? What is the answer? First statement is correct. Second statement partially wrong means it is wrong. It is wrong. So statement 1 correct, 2 wrong. Statement 1 correct, 2 wrong. First choice. Statement 1 correct, 2 wrong. First statement. Next question. What is the spin-only magnetic moment value of a divalent metal ion with atomic number 25? Atomic number 25 manganese. Atomic number 25 manganese. Divalent metal ion. Divalent metal ion. It is basically manganese D5S2 Mn2 plus will be D5 system. D5 system will contain 5 unpaired electron.
5 unpaired electron, it will be 5.92, option 1. 5 unpaired electron, magnetic moment will be 5.9. 5.9, isn't it? Yes. And that I think is a textual question, NCERT in-text question, I believe. Somewhere I remember it's given as an in-text question. Yes. Next. The total number of unpaired electron present in the complex. Total number of unpaired electron present in the complex. It is Cr oxalato 3 times. K3. So it means chromium 3 plus. Chromium, you know, it is D5S1. And chromium 3 plus means this is gone. 2 electron gone. It is D3 system. It is D3 system. Even if oxalato or any ligand is coming, whether it is a strong field ligand or a weak field ligand, no change, it is paramagnetic system. The three electron will remain unpaired because this orbital is already free. Imagine a strong ligand is approaching. No issue at all, already the 2 d orbitals are freely available. It may go for, it is octahedral complex, oxalato 3 means coordination number 6, that is octahedral complex. It will go for D2 sp3 hybridization and octahedral complex, but still the 3 electron remain unpaired because only 3 electrons are present. So what is the point? The total number of unpaired electron present, it is 3. No pairing occurs because no need for that. No need for that. Okay. Yes. Next one. The calculated magnetic moments. Calculated magnetic moments. Spin only value. Calculated magnetic moment, spin only value for FeCl4 2 minus. FeCl4 2 minus. CO oxalato and MnO4 2 minus respectively. FeCl4 2 minus. Please have a look at FeCl4 2 minus means iron 2 plus D6S2. It is D6. There are 4 unpaired electrons and it will be 4.9. It will be 4.9 out, in, out, in. So option 2 and 4 remaining, 4.9. Coming to cobalt, it is cobalt 3 plus. Cobalt is D7S2 and cobalt 3 plus will be D6 system. D6 system. D6 system will be like this. And when it is oxalato coming, which is a stabilizing ligand due to macrocyclic stability, there will be pairing. This is getting paired up. So no unpaired electron. Unpaired electron equal to 0. Unpaired electron equal to 0. Again, we don't get the answer unless you verify the other one. And now coming to manganate. Coming to MnO4 2 minus where it is plus 6. I told you D1 system, 1 unpaired electron few minutes back. So it will be 1.73 the Bohr magneton. When there is one unpaired electron, mu is equal to 1.7. Answer is option 2. While here it is given 2.83. So manganate contain 1 unpaired electron. Answer will be second choice. Get up? Yes. So this contain 4 unpaired electron, 4.9. We eliminate 2 choices. But the second one investigate, no, we don't get the answer because both are same. And manganate when you see, which is plus 6 oxidation state, D1 system, 1 unpaired electron, it will be 1.73. Yes. Next question. Oh, that's the last question. That is the last question. That comes the last one. What is the correct order of following elements with respect to their density? Density.
If you know who is maximum density, you get your answer. If you know who is maximum density, once again, it is from the tabulated informations of NCERT. If you go through the introduction, properties of transition elements tabulated in the textbook, if you go through that column, there are innumerous number of possibilities where different kind of questions can be framed, and this is one question from that regarding the density of various popular elements we learned from the 3D transition series. That is the first transition series, and the point is very simple. If you know copper is maximum, you get your answer. If you know copper is maximum, you get your answer. By knowing zinc minimum, you don't get your answer, because zinc minimum, there are two choices. If you know copper is maximum, you get your answer. Copper and cobalt are very close, but again the value is upper hand for copper. I don't remember the exact value. Copper is maximum, and of course zinc is minimum, and that gives you the answer, third choice. And that was our last question from the paper. And we were going through important questions from the chapter D and F block elements, which is closely related with the very important chapter from the entire 11th and 12th standard topic, coordination chemistry. Both the chapters are very important, particularly coordination chemistry. If you have seen the combination of questions which we have discussed today, there is maximum questions are from complex chemistry. And that shows the importance, and to show that importance, we have put that framing of questions and the proportion in such a way. Yes, I hope all you enjoyed the class. എല്ലാവരും ആ ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ വൈൻഡപ്പ് ചെയ്യുന്നു. യെസ്. സോ നാളെ നമുക്ക് പുതിയ വേറൊരു ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പഠിക്കുക കേട്ടോ, കുത്തിയിരുന്ന് പഠിക്കുക. റൈറ്റ്? ഒരുപാട് വൈകിപ്പോയോ എന്ന ചിന്തയൊന്നും വേണ്ട. എത്ര വൈകിയാലും നമ്മൾ എങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് അവർ വിൽ to achieve our target. All the best. We will meet with another chapter in the next class. Till then, bye. Good night. Take care.